Hi all, welcome to another episode of Vitox. സുസ്വാഗതം. അടുത്ത എപ്പിസോഡിൽ എന്തായാലും നേരിട്ട് സുസ്വാഗതം പറയാൻ വരുമെന്ന് പ്രതീക്ഷിക്കുക. നമ്മൾ ആൾ കുറവായാലും നമ്മൾ കണ്ടന്റിന് വേണ്ടിയുള്ള അന്വേഷണം പരക്കം പാച്ചിൽ. നമ്മൾ ഒരു ദിവസമൊക്കെ ഇറങ്ങി നടക്കുക കണ്ടന്റിന് വേണ്ടി. എവിടെ പോയി ഒരു കണ്ടന്റ് പിടിക്കാൻ വേണ്ടി നമ്മൾ ഏപ്രിൽ മെയ് മാസത്തിൽ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. അങ്ങനെ നമ്മൾ ആലോചിച്ചപ്പോൾ ശരിക്കും ഏപ്രിൽ മെയ് മാസത്തിൽ പറയേണ്ട ഏറ്റവും വലിയ കണ്ടന്റ് നമ്മൾ തൊട്ടിട്ടില്ല. നമ്മൾ വിഷു റിലീസ് എന്ന് പറഞ്ഞു, നമ്മൾ സിനിമയെ ഡിസ്കസ് ചെയ്യുന്നു. പക്ഷേ ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകൾ സിനിമയേക്കാൾ ശരിക്കും ഒരു സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സമ്മർ വെക്കേഷൻ ആയിരുന്നു. സമ്മർ വെക്കേഷൻ ആ നൊസ്റ്റാൾജിക് റൈഡ് കൊണ്ടുവന്ന് സമ്മർ വെക്കേഷൻ, ആ കാലത്തിൻ്റെ പുറകിലേക്കുള്ള ഒഴുക്ക്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സമ്മർ വെക്കേഷനാണ്. നമ്മുടെ സമ്മർ വെക്കേഷൻ എക്സ്പീരിയൻസസ്. ജസ്റ്റ് സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നിന്റെ മനസ്സിൽ സമ്മർ വെക്കേഷൻ പറയുമ്പോൾ കുട്ടിക്കാലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? നമുക്ക് വെക്കേഷൻ ആണല്ലോ ഇന്ന്. നമുക്കിപ്പോ സൺഡേ പോലും പ്രശ്നമല്ല. പക്ഷെ അന്നൊക്കെ നമ്മള് ഈ സമ്മർ വെക്കേഷൻ നോക്കിയിരിക്കും. ഇന്നിങ്ങോട്ട് വരുമ്പോ കുറെ നമ്മള് പിന്നെ നമ്മളങ്ങനത്തെ സീക്രട്സ് ഒന്നും പറയല്ലോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിടുന്നാണെന്ന് അറിയാലോ ആൾക്കാർക്ക്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ 2 വണ്ടിക്കാണല്ലോ വന്ന്. ഞാൻ പുറകെ വരുമ്പോൾ കടയൊക്കെ അടച്ചു നിർത്തി. ഇന്ന് ഞായറാഴ്ചയാണ്. കുറേ നേരം ഇരുന്ന് ആലോചിക്കുക അവിടുന്ന് ഇവിടം വരും. അപ്പം ഞാൻ ഉറപ്പിച്ചു കുറേ കട അടപ്പിച്ചപ്പോൾ ഞായറാഴ്ചയാണെന്ന്. കാരണം എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എന്തോ പ്രസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് ദുഃഖവെള്ളിയാണല്ലോ. ഈ ഞാൻ പറഞ്ഞ പോയിന്റിൽ അതോടെ പറഞ്ഞേ, ഈ ദുഃഖവെള്ളി നമുക്ക് ദുഃഖവെള്ളിയും അമേരിക്കയിലേക്കും ബ്രിട്ടീഷിലേക്കും പോകുമ്പോഴത്തേക്ക് ഗുഡ് ഫ്രൈഡേ ആവുന്നത് എന്തുകൊണ്ടാണ് ആലോചിച്ചിട്ടുണ്ട്? എന്തൊരു കോൺട്രാഡിക്റ്റിംഗ് സാധനം അത്. ആൾക്കാർ കമന്റ് ശരിക്കും അതിന്റെ ഫണ്ട് എന്താ? ഇത്ര ദുഃഖത്തിന്റെ കാര്യം ജോൺ കർത്താവിനെ ക്രൂശിലേറ്റ് ചെയ്ത ഈസ്റ്റർ എന്താണെന്ന് അറിയില്ലല്ലേ? ഈസ്റ്റർ ഈസ് റിസറക്ഷൻ ഓഫ്. അപ്പൊ പുള്ളി 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കണേ, പുള്ളി അതിന് 2 ദിവസം പിന്നെ ക്രൂശിലേറ്റണം. അത് വെള്ളിയാഴ്ചയാണ്. അത് ഇന്നാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വ്യാഴാഴ്ച എന്താ സംഭവിച്ചേ? മോണ്ടി തേഴ്സ്ഡേ അന്ന് വൈകിട്ട് പിടിച്ചോണ്ട് പോയിട്ട് വെള്ളിയാഴ്ച അതാണ് അപ്പോൾ അതിനെ ആചരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെ എനിക്കൊന്ന് ഇംഗ്ലീഷിൽ എന്തുകൊണ്ടാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ആർക്കെല്ലാം അറിയാം. പെരയുണ്ടായിരുന്ന പെര ഇപ്പോൾ ഒരു വലിയ ചരിത്രം ഇറക്കി വെച്ചേനെ. അറിയുന്നവര് പറയട്ടെ. ഇത് ഏപ്രിൽ തന്നെയല്ലേ എല്ലാ വർഷവും വരുന്നത്. ഞങ്ങളുടെ ഇതുപോലെ മാറത്തില്ലല്ലോ. ഏപ്രിൽ ഡേറ്റ് മാറുമായിരിക്കും. വിഷു മാറി കളിക്കുമല്ലേ? അതായത് വിഷു വരുന്നത് മലയാള മാസം വെച്ചായതുകൊണ്ടും ഓണം വരുന്നത് മലയാള മാസം വെച്ചായതുകൊണ്ടും ഇംഗ്ലീഷ് കലണ്ടറിൽ ചേഞ്ച് ആവും. ഇംഗ്ലീഷ് കലണ്ടറിൽ നമ്മൾ ആചരിക്കുന്ന ഡേറ്റിൽ ഫിക്സഡ് വരുന്നത് ഡിസംബർ 25 ക്രിസ്മസ്. വിഷു ഈസ്റ്റർ ഡേറ്റ് സെയിം അല്ലെന്ന് തോന്നുന്നു. കാരണം അത് ഡിപ്പെൻഡിങ് ഓൺ ദ 3rd വീക്ക് ഓഫ് സൺഡേ. അങ്ങനെ അതായത് ആ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച എന്നുള്ള കണക്കിലാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ഡേറ്റ് വരത്തില്ല, അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും. പക്ഷേ ഏപ്രിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഡേറ്റ് ഇട്ട് ആ ഡേറ്റിൽ ഇത് വ്യാഴവും വെള്ളിയും ഈസ്റ്ററും കറക്റ്റ് കിട്ടൂലല്ലോ. ഇല്ല. അപ്പൊ നമ്മൾ എല്ലാ വെക്കേഷൻസിലും ഈസ്റ്റർ ആയിരിക്കും. നമ്മുടെ എല്ലാ വെക്കേഷൻസും ഉണ്ടായിരുന്നിരിക്കണം. ആൾക്കാർ ഇന്നിപ്പോ ഇത്തവണ പെസഹ വ്യാഴം തിങ്കളാഴ്ചയാണ്. നല്ലൊരു പരിപാടിയല്ലേ? വ്യാഴം വെള്ളി പിന്നെ ശനിയാഴ്ച എന്തായാലും വീക്കെൻഡ് ആണല്ലോ. അപ്പൊ അല്ല മാത്രം ഇതില് അങ്ങനെ നോക്കണ്ട. കാരണം ഇത് വളരെ ചില്ലായിട്ടുള്ള നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ഇത്. എന്ത് ചെയ്യും? പിള്ളേരെ എന്തായാലും ഇത് ബാധിക്കത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് ഈ 2 മാസം വെക്കേഷൻ കിട്ടുന്നതിന് ഇടയ്ക്ക് അവധി വരുമ്പോൾ അവർ ആലോചിക്കുന്നത് ഈ ഈസ്റ്റർ ഒക്കെ എക്കാണ് ജൂണിലോ ജൂലൈയിലോ ആയിരുന്നു, എന്ത് രസമായിരിക്കും. നമുക്ക് അങ്ങനെ തോന്നത്തില്ല. അതുപോലെ ചില വെക്കേഷനൊക്കെ ചില അവധി ദിവസങ്ങളൊക്കെ എസ്പെഷ്യലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചില അവധി ദിവസങ്ങളൊക്കെ നാളൊക്കെ നോക്കി സൺഡേയിലൊക്കെ വന്ന് ചാടും. അതല്ലേ ഒന്നും വേണ്ട. അപ്പൊ ഈ ഇൻഡിപെൻഡൻസ് ഡേ ചിലപ്പോ സൺഡേ ഒക്കെ വരും. അതൊക്കെ ഭയങ്കര വിഷമമാണ്. പക്ഷെ ഇതിന്റെ കേസിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. എന്തായാലും ദുഃഖവെള്ളി. പക്ഷെ അപ്പോഴും അല്ല ഇതില് ബുദ്ധിമുട്ടുണ്ട്. വർക്കിംഗ് ക്ലാസ് ഓൾറെഡി വെക്കേഷന്റെ ഇടയിലാണല്ലോ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. നമ്മള് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അപ്പുറത്ത് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നുള്ളത്. അവധി ഇഷ്ടമായിരുന്നു നിനക്ക്? അവധികൾ എന്തുകൊണ്ട് ഇഷ്ടമാണ് നിനക്കോ? പിന്നെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഹയർ സെക്കൻഡറി 10 വരെ ഹയർ സെക്കൻഡറി ഉണ്ട് 10 വരെയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും സമയത്ത് അവധി വേണ്ടായിരുന്നു? അത്ര അവധിയൊന്നും വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പുതുതായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് പിന്നെ തോന്നുമല്ലോ. ഇപ്പം നമ്മളൊരു നല്ലൊരു പുതിയൊരു ബാഗ് മേടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പുതിയൊരു ചെരുപ്പോ ഷൂസോ എന്തെങ്കിലും സാധനം മേടിച്ചാൽ പിന്നെ നമുക്കിങ്ങനെ ഒന്ന് സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊന്ന് കാണിക്കായിരുന്നു. അങ്ങനെ മാത്രം സ്കൂളിൽ പോകാൻ ഇത്രയും ദിവസം അവധി വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നാറുള്ളൂ. അല്ലാതെ അവധിയാണല്ലോ നമുക്ക്. അല്ലെ എപ്പോഴും അവിടെ പോയാൽ എനിക്ക് നമ്മൾ ടീനേജ് ആയി കഴിയുമ്പോൾ, കാരണം നമുക്ക് ഈ പറയുന്ന ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുന്ന റെഗുലർലി കാണുന്നത് ശരിക്കും ടീനേജ് ആയതിനു ശേഷവും. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് കുറച്ച് തിക്കനാവുന്ന എനിക്ക് ടീനേജിലാണ്. നമുക്ക് പേരൻസ് തരുന്ന ഒരു ഡെക്കറവും ടീച്ചേഴ്സ് തരുന്ന ഡെക്കറത്തിൻ്റെ ഇടയ്ക്ക് നമ്മളുടേതായ ഒരു ഫ്രീഡം മേഖല ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമുക്ക് സ്കൂളിൽ മാത്രമേ അന്നോ ഇപ്പോൾ അതൊന്നും പ്രശ്നമല്ല കേട്ടോ. എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത്
30 years ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് വാട്സപ്പ് ഗ്രൂപ്പില്ല, പുറത്തിറങ്ങി നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പോയി കാണാനുള്ള ബൈക്ക് സെറ്റപ്പ് ഇല്ല. ഇപ്പം ഇപ്പോഴത്തെ 10ാം ക്ലാസ് പിള്ളേർക്ക് എന്തായാലും ബൈക്ക് എടുത്ത് പുറത്ത് പോകുന്നുണ്ടാവും അല്ലേ. നമുക്ക് അത്ര സെറ്റപ്പ് ഇല്ല സമയത്ത് കട്ടാവുകയാണ്. വെക്കേഷൻ മീൻസ് കട്ട് ഓഫ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് സ്കൂൾ എന്ന് തന്നെയാണ്. അത് സ്കൂൾ കട്ട് ഓഫ് ഹാപ്പി, ഫ്രണ്ട്സ് കട്ട് ഓഫ്. എനിക്കൊരു ടീനേജ് തൊട്ട് അത് ചെറിയൊരു വിഷമമായിരുന്നു. വെക്കേഷൻ എളുപ്പം കഴിഞ്ഞായിരുന്നെങ്കിൽ ഇവന്മാരെയൊക്കെ കാണാൻ, ഇവളമാരെയൊക്കെ കാണായിരുന്നു. ഇവന്മാരെയൊന്നല്ല, പുള്ളിക്കാരന്റെ ക്ലാസ്സിലെ പെൺപിള്ളേരെ കാണാനല്ലേ. അല്ല, രണ്ട് ഫ്രണ്ട്സിനെ ഫോർ ഫ്രണ്ട്സ് സീരിയലിലെ വൈബ അതൊരു വീഡിയോ കണ്ടിട്ടില്ലേ? ഇല്ല. അവര് മറ്റേ +2 കണ്ട് പഠിക്കണ 4 കൂട്ടുകാരുടെ ആ ഫോർ ഫ്രണ്ട്സ് പറഞ്ഞ സീരിയൽ അറിയത്തില്ല. 4 ഫ്രണ്ട്സ് 5 ഫിംഗേഴ്സ് അല്ലേ ഇതിന്റെ എന്തൊക്കെയോ. ഫൈവ് ഫിംഗേഴ്സ് വലിയ വലിയ അവരെ കണ്ട പിള്ളേരെന്ന് പറയില്ല. റീലൊക്കെ കാണുമ്പോൾ ഭയങ്കര കോമഡിയാ. നല്ല പ്രായമുള്ള 4-5 പേര് യൂണിഫോം ഇട്ട്. കോളേജ് കുമാരനകത്ത് നമ്മുടെ പ്രശാന്ത് ഏട്ടനും ഇതിനും ഒക്കെയാണ് കോളേജ് കുമാരൻ. അതിനകത്ത് പിന്നെ പുള്ളി കോളേജിലില്ല, ക്യാൻറ്റീനിലെ ഓണറാണെന്ന് പറയും. അതുകൊണ്ട് അത് വിട്ടരുത്, നീ പറ. സീരിയൽ അത് സിനിമയിലെ സ്ഥിരം സാധനമല്ലേ, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കോളേജ് പ്ലേസ് ചെയ്യണം, ക്യാൻറ്റീനിൽ കൊണ്ട് പ്ലേസ് ചെയ്യും. അങ്ങനെ വേറെ പടം അത് ക്യാൻറ്റീനിലാണ്. കുഞ്ചാക്കോ ക്യാൻറ്റീനിൽ പണിക്ക് വരുന്നതാണ്. എനിക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് അറിയോ? മോഹൻലാൽ, ജയറാം, ബിജുമേനൻ ഇവരൊക്കെയുള്ള സീനിയേഴ്സ്. അത് കിടില LLB കൃത്യമായിട്ട് പിടിച്ചോണ്ട്. LLB അല്ലല്ല, മാസ്റ്റേഴ്സ് എടുക്കാൻ മാസ്റ്റേഴ്സ് ഏജ് പ്രശ്നമില്ല. ഇവർ ഡിഗ്രിക്ക് നടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നു, അവർ പോകുന്നു. ഇവർ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് സെക്കൻഡ് മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി ഒരു സമയം കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കാൻ വകുപ്പുണ്ട്. അങ്ങനെയുള്ള വകുപ്പ് വെച്ച് എടുത്ത കോളേജ് പരിധി ഇല്ല ശരിക്കും പറഞ്ഞാല്. ആ കോളേജിന്റെ വകുപ്പ് വെച്ച് 2 സിനിമകളും ഭയങ്കര രസമുള്ളതാണ്. ചോക്ലേറ്റ്, അതായത് ഒരു വിമൻസ് കോളേജിൽ ഒരു പയ്യനുള്ള സീറ്റ് ഉണ്ടെന്നുള്ള റൂള്, അതുപോലെ മാസ്റ്റേഴ്സിന് പഠിക്കാൻ ഏജ് ലിമിറ്റ് ഇല്ലെന്നുള്ള കാണിച്ച് അത് ഭയങ്കര രസമുള്ള തീമുകളായിരുന്നു. ചോക്ലേറ്റ് ഭയങ്കര ആ സമയത്ത് ഭയങ്കര കിടില്ല. ഞാൻ പറഞ്ഞത് 5 ഫിംഗേഴ്സ് ഈ പറഞ്ഞ പോലെ ഇവര് ഭയങ്കര കട്ട ചങ്സാണ്. അപ്പൊ ഇവരിങ്ങനെ സ്കൂൾ അടയ്ക്കുക, ഇനി അങ്ങോട്ട് വെക്കേഷന്. അപ്പൊ ഇവർക്കാർക്കും വീട്ടിൽ പോകണ്ട. ഇവരെല്ലാം മറ്റേ ഭയങ്കര പ്രിവിലേജ്ഡ് പിള്ളേരാണ്. അവർ വീട്ടിൽ പോയി ഇനി ഇങ്ങനെ ഡാഡിയുടെ കൂടെ അവിടെ പോടും, ഞാൻ ചിലപ്പോൾ സ്റ്റേറ്റ്സിൽ ഈ പറഞ്ഞ പോലെ വെക്കേഷനായിട്ട് പിരിയേണ്ട ഒരു മൊമെന്റ് ഉണ്ട്. അപ്പൊ ഇതുപോലെ ഇവർക്ക് പോകണ്ട. അപ്പൊ അതില് ലീഡറായിട്ടുള്ള എടുത്ത് ഞാൻ പറഞ്ഞു, പോ എല്ലാരും പോട്ടെ, നശിക്കട്ടെ വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അതിന്റെ ഒരു പോഷൻ ഉണ്ട്. സിക്കത് പറഞ്ഞ കൂട്ടുകാരെ പിരിഞ്ഞിരിക്കാൻ വയ്യാതെ. ഈ കൂടെ നേരത്തെ പറയാൻ വന്ന പോയിന്റ് പെട്ടെന്ന് പറഞ്ഞത്, എനിക്ക് അങ്ങനെ പ്രായത്തിൽ കവിഞ്ഞ ആൾക്കാരെ പ്ലേസ് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയത് പുതിയമുഖം സിനിമയ്ക്കകത്ത് സുധീഷ് ഏട്ടൻ. രാജു വരുന്നത് പോട്ടെ, രാജു നായകനാണ്, പക്ഷെ ആ ക്ലാസ്സിൽ സുധീഷ് ഏട്ടനുണ്ട്. സുധീഷ് ഏട്ടൻ എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. പുള്ളി കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൻ ഡിഗ്രി എടുപ്പിക്കാൻ വേണ്ടിട്ട് വിടുന്ന. പക്ഷെ റീസൺ ഉണ്ടാവും. അപ്പോഴും പുള്ളി ഏജ് ഓവറാന്ന് പറയുന്നില്ല. പുള്ളി എനിക്ക് അപ്പോൾ 40-50 വയസ്സ് കാണിച്ചല്ലോ പുള്ളി. കാരണം പുള്ളി നമ്മൾ മണിച്ചിത്രത്താഴിലോ കാണുന്നതാണ് ടീനേജില് 90കളിൽ. അത് 2010 വരുമ്പോഴും പുള്ളി 40 വയസ്സിൽ വന്നിട്ട് കോളേജിൽ ഇതുപോലെ. അത് ഞാൻ പറഞ്ഞില്ല, ഈയിടെ നമ്മൾ മറ്റേ ദേവദത്ത് ഷാജിയുടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, മറ്റേ ഒരു കൂട്ടം ചെറുപ്പക്കാരെ അഭിനയിക്കണ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പ്രൊമോ ധീരനാണ്. അതിനകത്ത് മുതിർന്ന ആൾക്കാരുടെ പ്രൊമോ. അതിനകത്ത് സുധീഷിനെ കാണിക്കുമ്പോ പറയുന്നുണ്ട്, ഈ പറഞ്ഞില്ലേ പുള്ളി ഇതിലും കോളേജിലായിരിക്കും. നല്ല പ്രൊമോ ധീരന്റെ പ്രൊമോ. ഓ, ആ പ്രൊമോ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നമ്മള് ഇന്നലെ കണ്ട സിനിമ ബാഡ് ബോയ്സ്, അതിനകത്ത് കൊറേ സ്ഥലങ്ങള് കോളേജിലകത്ത് ചെറുപ്പക്കാരെ ഇറക്കാൻ ശങ്കർ വരുന്നു, നാട്ടിൽ ലഹരി മാഫിയ അഴിഞ്ഞാടുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കണം, എന്നിട്ട് അതിനെ ഒതുക്കാൻ റഹ്മാൻ ഗ്യാങ് വരുന്നു. അങ്ങനെ ഒരു ഫേക്ക് പരിപാടിയാണ് ഇവര് പിടിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവര് ഒരു ടീമിന് കാശ് കൊടുക്കും, യൂത്തിനെ ഇറക്കി പ്രശ്നം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശങ്കർ, പിന്നെ നമ്മുടെ കൃഷ്ണപ്രസാദ് എന്നാണ് പുള്ളിയുടെ പേര്, ബാദുഷാ ഖാൻ. ആ ക്യാരക്ടർ അത് നല്ല അടിപൊളി ഫൺ വൈബായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു തിരുത്തുണ്ട്, നമ്മൾ വിറ്റോക്സിലെ എപ്പിസോഡ് സിക്കന്ന് പറഞ്ഞിട്ടുണ്ട്, സിക്കയ്ക്ക് ബാഡ് ബോയ്സ് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ അന്നും പറഞ്ഞായിരുന്നു, ഈ പറഞ്ഞില്ല എനിക്ക് കുറെ സീൻസ് ഭയങ്കര അടിപൊളിയായിട്ട് വർക്കായി. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ചിലടത്ത് ഭയങ്കര ഡൗൺ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കത് OTT കാണുമ്പോ ഇപ്പം ഈ പറഞ്ഞ പോലെ ചില സീൻസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളി റൈറ്റിംഗ് കുറച്ചുകൂടെ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ആട് പോലെ വേണമെങ്കിൽ ആക്കാവുന്ന സാധനം. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതുപോലെ ആറാട്ടണ്ണനെ കൊണ്ടുവരുന്നു, അലിൻ ജോസിനെ കൊണ്ടുവരുന്നു, അലിൻ ജോസ് ഉണ്ട് പടത്തിൽ. വെള്ളത്തിൽ നിർത്തിയേക്കുക, ചൂടുവെള്ളത്തിൽ നിർത്തിയിട്ട് പുള്ളിങ്ങ തീർച്ചയായിട്ടും അതിന് ചൂടുവെള്ളത്തിൽ ഡാൻസ് കളിപ്പിക്കുകയാണ് ചൂടുവെള്ളത്തിൽ. രസമായിരുന്നു. പിന്നെ സിനിമ പറഞ്ഞപ്പോൾ
പട്ടണത്തിൽ സുന്ദരനിലെ കൊച്ചിൻ ഹനീഫ ഇതുപോലെ ഇവരുടെ ഈവനിങ് ക്ലാസ്സിൽ പോയിട്ട് ദിലീപ് ഡിഗ്രി എടുക്കാൻ വേണ്ടിട്ട് പോകുന്നില്ലേ, ജയന്റെ പോലെയൊക്കെ ഡ്രസ് ചെയ്തിട്ട് പുള്ളി വരുന്ന പഠിക്കാൻ പോവില്ലേ. പുള്ളി അതില് പിന്നീട് അത് ഫേമസ് ആയി, റിയലി ഫേമസ് ആകുന്ന പറഞ്ഞാല് കൊച്ചിൻ ഹനീഫ കയ്യിൽ നിന്ന് പിടിക്കുന്ന കുറെ സാധനങ്ങൾ. അതായത് ഇവിടെ ഒരു കോൺവെർസേഷൻ നടക്കണം, പക്ഷെ പുള്ളി അതിന് റിയാക്ട് ചെയ്യുന്ന കുറച്ച് ഭംഗിയുള്ള സാധനങ്ങളുണ്ട്. ആ സീനിൽ വെറുതെ നിൽക്കുന്ന ഭയങ്കര ബോറാണ്. അപ്പം അവിടെ ഒരു ആർട്ടിസ്റ്റ് സീനിയോറിറ്റി അനുസരിച്ച് അവർ പലതും കഴിയുന്നില്ല. അങ്ങനെ ജഗതി ചേട്ടനും ഇന്നസെന്റ് ചേട്ടനും ജെന്നിഫിക്കൊക്കെ വളരെ അടിപൊളിയായിട്ട് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞ ചില ഡയലോഗൊക്കെ ഇപ്പോഴൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചെന്നുള്ള സാധനം വരും. റീവാച്ചിലെ മൈന്യൂട്ടിലേ കിട്ടത്തുള്ളായിരുന്നു. ഓക്കെ, നമ്മുടെ സമ്മർ വെക്കേഷനിലേക്ക് തിരിച്ചു. അതായത് ഒരു പടത്തില് മറ്റേ റോമിയോക്കകത്താണ് കൊച്ചിൻ ഹനീഫ അച്ഛാതെങ്കിലും ദിലീപ് ഒരിടത്ത് ഒളിഞ്ഞു നിന്ന് വിളിക്കുമ്പോ കൊച്ചിൻ ഹനീഫ ബാത്റൂമിൽ കയറി വിടുന്നാണോ. അപ്പോ എന്താ നമുക്ക് സമ്മറിലോട്ട് വരാം. സമ്മർ ഇൻ ബത്ലഹേം സിനിമ അല്ല, നമ്മൾ പറഞ്ഞ പോയിന്റില് എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കമന്റ് താഴെ വന്നിട്ട് ആൾ കമന്റ് ഉണ്ട്, നിങ്ങൾ ഈ വിഷയം ഇവിടുന്ന് വിഷയത്തിൽ നിന്ന് മാറുന്നു എന്ന് കാണാൻ വേണ്ടിട്ട് ഈ എപ്പിസോഡ് കാണുന്നു. നമ്മള് സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ സമ്മർ വെക്കേഷൻ പറഞ്ഞിട്ടില്ലേ. നമ്മൾ പറഞ്ഞു തുടങ്ങി. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് സമ്മർ വെക്കേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ചില സമയത്ത് അറ്റ് സം പോയിന്റ് നമുക്ക് ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നത് എൻ്റെ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു. നമുക്ക് ഫ്രണ്ട്സിനെ കാണാൻ പറ്റാഴുകയും ഫ്രണ്ട്സിനെ മിസ് ചെയ്യുക എന്നുള്ളത്, അവരുമായിട്ട് നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രണ്ട്സിനോട് അത്രയും കണക്ഷൻ ഉണ്ടാവും, അത് അവരെ കാണാൻ നമ്മൾ സ്കൂളിൽ ചെല്ലണം എന്നുള്ളൊരു അവസ്ഥയുള്ള. ശരിക്കും പല സമയങ്ങളിലും സ്കൂളിൽ പോകുന്നത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് മെയിൻറ്റെയിൻ ചെയ്യണം. ശരിക്കും സത്യം ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ സ്കൂൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ് വരെയുള്ള സമയത്ത് ശരിക്കും കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. അവർ ലൈഫ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ സോഷ്യൽ എക്സ്പീരിയൻസ്, ഫ്രണ്ട്ഷിപ്പ് വൈബ്, പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്ന് പഠിക്കുക. ഗുരുകുല വിദ്യാഭ്യാസ ലെവൽ പോലെ തന്നെ കണ്ടാൽ മതിയായിരുന്നു ഇരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആക്കാതെ അങ്ങനെയാണ് ശരിക്കും നല്ലത്. ഈ പറഞ്ഞ എക്സാമിലൊക്കെ വലിയ കാര്യമില്ല. ഇപ്പോൾ പോലും സിലബസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കുന്നുണ്ട്. പണ്ടത്തെ സമയത്ത് അതല്ല, എക്സാമും പഠിത്തവും ഭയങ്കര സംഭവമായിരുന്നു. ടീച്ചർമാർ സമ്മതിക്കണില്ല. ഇത് കഴിഞ്ഞോണത്തെ പോലല്ല, ഇത്തവണ എന്തായാലും പിടിക്കും എന്ന് പറയും. അപ്പൊ നമ്മൾ ശരിക്കും ഉള്ളതാ, ശരിയാ, വെറുതെ അങ്ങനെ പാസ്സാക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും പാസ്സാകും. എപ്പോഴും തോക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ കാലഘട്ടത്തിലുണ്ട്. കഴിഞ്ഞ പിന്നെ പക്ഷെ അന്ന് പാസ്സാവുന്ന ആൾക്കാർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. പണ്ട് ആൾക്കാർ പറയും ഇങ്ങനെ പഴയ 5ാം ക്ലാസ്, ചിലർ ഈ പഴയ 5ാം ക്ലാസ് ആൾക്കാരൊക്കെ ചിലപ്പോൾ അവർ വേറെ ലാംഗ്വേജ് ഡീൽ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് നല്ല വ്യൂവരാ. അല്ല, അത് ഞാൻ പറയട്ടെ, എനിക്ക് തന്നെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് തന്നെ നമ്മൾ ആ ഒരു പഠിപ്പി പരിപാടിയാന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. എനിക്ക് അനീസിക്കൻ ജോൺ ചേട്ടനും ഇപ്പോൾ ജോൺ ചേട്ടൻ കഥ പറയുമ്പോൾ ഭയങ്കര ഉഴപ്പനാണല്ലോ. ഭയങ്കര ഉഴപ്പെന്ന് വെച്ചാൽ പുള്ളി പഠിക്കാൻ എഫേർട്ടായിട്ടിട്ടില്ല, അതുപോലെ ഉഴപ്പൻ. പക്ഷെ പുള്ളിക്ക് ഇവർക്ക് രണ്ടുപേർക്കും നല്ല വിവരമുണ്ടല്ലോ. റിൻഷു പിന്നെ നവോദയ പഠിച്ചോണ്ട് ഞാൻ പറയാത്ത, അല്ലെ റിൻഷുവിനെ കൂടെ പൊക്കി പറയാം. നമ്മൾ പറയുമ്പോൾ ജനറൽ ട്രെൻഡിലെ എഡ്യൂക്കേഷന്റെ ടോപ്പ് ലെവലിലേക്ക് റിൻഷു പോയിട്ടുള്ള IIT പോയി പഠിച്ചിട്ടുള്ള ആളാന്നുള്ള ലെവലിൽ നിൽക്കേ ഞങ്ങളൊക്കെ തോറ്റവരാണല്ലോ. പക്ഷേ അവിടെയാ വ്യത്യാസം. പക്ഷേ ഇവര് ജോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിൻഷു ഒന്നും അല്ല എന്നുള്ളതാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഇത്ര ഉഴപ്പായിട്ടും എനിക്ക് തോന്നുന്നു അപ്പോഴത്തെ സിസ്റ്റത്തിന്റെ ആണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം സിസ്റ്റത്തിന്റെ മാത്രമല്ല, ആൾക്കാർക്ക് പഠിത്തം എന്ന് പറയുന്നതിനപ്പുറം കുറെ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതിനെ പറ്റി ഒരു ബോധം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ എന്റെ കൂടെ പഠിക്കുമ്പോൾ 8ലൊക്കെ എത്തുമ്പോഴും 8ലും 9ലും പഠിക്കുമ്പോഴും പ്രോപ്പറായിട്ട് മലയാളം എഴുതാൻ അറിയാത്ത പിള്ളേർ ഈ ഓൾ പാസിൽ കയറി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവര് ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യാം. എന്താ വെച്ചാൽ എൻ്റെ ഉമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറയും, ഇപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ വന്നിട്ട് സ്കൂളിൽ വന്നിട്ട് ക്ലാസ് എടുക്കും. അപ്പോൾ അവർക്ക് ചിലർ വന്ന് അവർ ബോർഡിലേക്ക് എഴുതുന്നതിൽ അക്ഷരത്തെറ്റുകളുണ്ടാകും. അതൊക്കെ എന്ത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവർക്കും വേറെ കുറെ കാര്യങ്ങൾ ഭയങ്കര സ്കില്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ ടെക്നോളജിയിൽ ഒരു ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരിക്കും. അതായത് അവർക്കറിയാം ഈ സാധനം ഓട്ടോ കറക്റ്റിൽ ഇതിന്റെ മിസ്റ്റേക്ക് കറക്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സ് അവിടെ ഈ പറയുന്ന ബോർഡിൽ എഴുതുമ്പം ഈ പറയുന്ന അതായത് ഒരു സാധനവും കാണാതെ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ പോകുന്നത്. പണ്ട് നമ്മളൊക്കെ ഹിസ്റ്ററിയിൽ പല ഡേറ്റ്സ് നമുക്ക് കാണാപ്പോഴായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരിക്കലും ഇപ്പം ഇല്ല. ആ സ്കില്ല് പോയി, എനിക്കും പോയി. കാരണം എനിക്കാണെങ്കിൽ ഫോൺ ബുക്ക് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ ഫോൺ ബുക്കിൽ എഴുതിയ നമ്പേഴ്സ് എനിക്ക് മനഃപ്പാടമായിരുന്നു. ഇപ്പൊ കോൺടാക്ട്സ് ഒന്നും എനിക്ക് പലരുടെ നമ്പർ അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഈവൻ വീട്ടിലൊരാളുടെ നമ്പർ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, അബുമോന്റെ നമ്പർ. അത് എന്തുകൊണ്ടാണെന്ന് അവന്റെ നമ്പർ മാത്രം കാണാപ്പാടോ. അപ്പം ബാക്കി ആരുടെ നമ്പർ എനിക്ക് അറിയത്തില്ല. എൻ്റെ ഫോൺ ഈയിടെ ഒന്ന് അടിച്ചു പോയപ്പോൾ ഞാൻ അബുവിൻ്റെ അടുത്തു നിന്നാണ് ബാക്കി എല്ലാവരുടെയും നമ്പർ വാങ്ങിച്ചത്.
ഇപ്പോഴും നമ്പർ ഇല്ലാത്ത ആൾക്കാരുണ്ട്. സോ എൻ്റെ ഫോൺ നമ്പറുള്ള ആൾക്കാർ ഇതൊരു അഭ്യർത്ഥനയായി കണക്ക് കൂട്ടി ഇങ്ങോട്ട് എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു മെമ്മറി പവറിൻ്റെ ആവശ്യം അന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. കാരണം പല സാധനം ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എക്സാംസ് ആയല്ലോ. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സാധനം നമ്മളിവിടെ കോപ്പി ചെയ്യുന്നതിൽ കാര്യമില്ലെന്ന് എഡ്യൂക്കേഷൻ ബോർഡിന് വരെ മനസ്സിലായി. പക്ഷേ എഡ്യൂക്കേഷൻ ബോർഡ് അങ്ങനെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് എക്സാം ഓപ്പൺ ബുക്ക് അത് പണ്ടേ ഉള്ള ഒരു സാധനമാണ്. പണ്ടേ നമ്മുടെ നാട്ടിലൊന്നുമില്ല. അല്ല, ഇപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ചില കോഴ്സസിന് ഈ പറഞ്ഞ പോലെ ഓപ്പൺ ബുക്ക് ഉണ്ട്. നിന്റെ ഉണ്ട് കാലം. പക്ഷെ എൻ്റെ കാര്യത്തിലും കോളേജിൽ അതായിട്ടില്ല. ഇപ്പം എനിക്ക് പല കോളേജിലും അങ്ങനത്തെ സിസ്റ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതിനെ വെറുതെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പകർത്തിയെഴുതിലായിരുന്നില്ല പണ്ട്. അതായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള സാധനം പണ്ട് നമ്മൾ ഹിസ്റ്ററി ബുക്കിലുള്ള മെമ്മറൈസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നതായിരുന്നു നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ അകത്തുനിന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എങ്ങനെ മാറ്റാമായിരുന്നു അങ്ങനെയുള്ള ലെവലിലേക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അങ്ങനെ ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിൽ നിന്ന് ഈ ചരിത്ര ബുക്കിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത് ഓക്കെ ഇതിൽ നിന്ന് അങ്ങനെ സംഭവിച്ച പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കി തിരുത്തി എഴുതുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ലെവലിലേക്കാണ് ശരിക്കും എക്സാം വരേണ്ടത്. അതൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിള്ളേർക്ക് ആ ക്രിയേറ്റീവ് ഇത് കൂടുതലായിരിക്കും. ചിലപ്പോൾ ഇന്ന് അന്നത്തെ അപേക്ഷിച്ച് ക്രിയേറ്റീവ് സാധനം ഇന്ന് കൂടുതലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് വേറൊരു എപ്പിസോഡ് ഇടാമെന്ന് തോന്നുന്നു. വിഷയം മാറിപ്പോണ്. പിന്നെ സമ്മർ വെക്കേഷൻ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ എനിക്ക് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് എന്താ പറയാ, ഞാൻ അല്ലാതെ നാട്ടിലെ കൂട്ടുകാരൊക്കെ കാണുന്നത്. പറഞ്ഞു വരുമ്പോൾ എനിക്ക് നാട്ടില് ഈ സ്കൂളിനകത്ത് കയറിയതിന് ശേഷം പൊതുവെ എൻ്റെ ഒരു മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് ഞാൻ അങ്ങനെ പെട്ടെന്ന് ആൾക്കാരെ അകത്തോട്ട് കയറ്റാറില്ല. പക്ഷേ എൻ്റെ ഒരു സോണിനകത്തോട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു കംഫർട്ട് സോണിനകത്തോട്ട് ഞാൻ ആൾക്കാരെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ ഒരു ട്രയലൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ കംഫർട്ടബിൾ ആണ്. അവരുടെ അടുത്ത് ഞാൻ ഇരിക്കുന്ന രീതി പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. സംഭവം പിള്ളേർ വേളടുപ്പിക്കാത്തതാ. പുള്ളി വിചാരിച്ചിരിക്കുന്നത് എൻ്റെ സോണിലോട്ട് ഇവനെ കയറ്റാറായിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. അവിടെയുള്ള ഇത്രയും പിള്ളേരായിട്ട് നമ്മൾ സെറ്റാ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നാൽ എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ വേണ്ട. ഞാൻ അങ്ങനെ വീട്ടിനകത്തായി പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മോഡ് അങ്ങനെയായിരുന്നു. ഞാൻ അധികം പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ വലിയൊരു സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുമല്ല തോന്നുന്നു. വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരായിട്ട് അങ്ങനെയാണ്. ഞാനും വീടിനകത്ത് തന്നെ. ഞാനങ്ങനെ ഇപ്പൊ ഇവിടുന്ന് പോയാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഫുൾ ടൈം വീട്ടിനകത്ത് തന്നെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിലോട്ടാണ് വരാറ്. വീട്ടിൽ അവരെ കയറ്റത്തുമില്ല. അല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ വീടിനടുത്ത് 3 ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പോൾ അവര് ഞാൻ ഇതുപോലെ അവർ വീട്ടിലോട്ട് വരും. നമ്മളവിടെ 1-2 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒന്ന് വർത്താനം പറയുന്നിട്ട് അവർ പോകും. ചിലപ്പോൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യല്ല, ചായ കുടിക്കാൻ പോകും. അങ്ങനെ പുറത്ത് പോക്കൊക്കെ ഉള്ളു, അല്ലേ വീട്ടിൽ തന്നെ. പക്ഷേ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ ഒരു 2.5-3 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അപ്പം നമ്മളെല്ലാം മറ്റേ സൈക്കിളിൽ പോകണം. അപ്പം നമുക്ക് എല്ലാവർക്കും ആ ലൊക്കാലിറ്റിയിലുള്ള ഫ്രണ്ട്സുമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വെക്കേഷൻ ആയാലും നമ്മൾ പ്ലാൻ ചെയ്യും. ഇന്ന് ഈ പിള്ളേർ പറയില്ല, നമ്മുടെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഇങ്ങനെ നമ്മൾ കളിക്കും, പരിപാടി ഉണ്ട്, അവിടെ നല്ല രസമാണെന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ പ്ലാൻ ചെയ്യുക. എന്നാൽ പിന്നെ ഈ ശനിയാഴ്ച നമുക്ക് പോകാം. അപ്പോൾ വീട്ടിൽ അച്ഛൻ്റെയൊക്കെ ഫോണിൽ നിന്ന് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും കൂടെ സൈക്കിളിന് അവിടെ പോയി ഇന്നൊരുത്തൻ്റെ ഒരു ഏരിയയിൽ പോയി എക്സ്പ്ലോർ ചെയ്യും. മറ്റേ എൻ്റെ വീട്ടിലൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാവരും വന്നിട്ട് വെക്കേഷൻ സമയത്ത് ചിലപ്പോൾ 8-10 കൂട്ടുകാർ നമ്മുടെ വീട്ടിൽ വരുന്നിട്ട് നമ്മൾ ഒരുമിച്ച് കളിക്കുന്ന ഏരിയയുടെ റൂറൽ ഏരിയയിൽ താമസിക്കുന്നവർ. ഞാനൊരു ടൗണിന്റെ നടുക്ക് താമസിച്ചതിന്റെ പ്രശ്നമാണ്. ശരിക്കും ചങ്ങനാശ്ശേരിയേക്കാൾ ചെറിയ ടൗണാണ് പത്തനംതിട്ട. പക്ഷേ ചങ്ങനാശ്ശേരിയുടെ ഉള്ളിലെ ഗ്രാമത്തിൽ താമസിച്ചതുകൊണ്ട് ഉണ്ടായ ഒരു ബെനിഫിറ്റ് അത്. എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് എങ്ങും എൻ്റെ ഫ്രണ്ട്സ് അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള സമയങ്ങളിൽ വളരെ റെയറായിട്ട് ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്തിട്ടുള്ള നാട്ടിൽ. അത് 8ാം ക്ലാസ്സിന് ശേഷം സംഭവിച്ച കുറച്ച് ഫ്രണ്ട്സാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചൊക്കെ പുറത്തിറങ്ങാൻ ലൈസൻസ് കിട്ടിയുണ്ട്. പക്ഷേ 4ാം ക്ലാസ് വരെയുള്ള സമയം അല്ലെങ്കിൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ സമയത്ത് സ്കൂൾ വിട്ട വീട് വിട്ട സ്കൂള്, ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ഗ്രൗണ്ട് പരിപാടിയും കളിയും ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ വീട്ടിനകത്ത് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ബ്രദേഴ്സിന് ഇടയ്ക്കുള്ളൊരു റാപ്പോ കുറച്ചുകൂടെ സ്ട്രോങ് ആയതിന്, അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വൈബ് മെയിൻറ്റെയിൻ ചെയ്തതിന് കാര്യം ഞങ്ങൾക്ക് ഫ്രണ്ട്സ് വേറെ അങ്ങനെ സർക്കിളില്ല, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങളെപ്പോഴും പറയില്ല, നമ്മൾ തമ്മിൽ തല്ലിയിട്ടുള്ള ഞങ്ങളിങ്ങനെ പലപ്പോഴും റിവൈൻഡ് ചെയ്ത് ആലോചിക്കുമ്പോൾ അതിന് കാരണം അതാ, ഞങ്ങൾ ശരിക്കും ബ്രദേഴ്സിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സാണ്. അപ്പം നമുക്ക് ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നവർ, ഞങ്ങൾ ഒരുമിച്ച് ഉത്സവങ്ങൾ പ്ലാൻ ചെയ്യുന്നവർ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആലോചിക്കരുത് ഈ സാധനം പറയുമ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പ്രേമം സിനിമയിലെ തുടക്കത്തിൽ ഇവരൊരു ഗ്യാങ് ആണ്. പക്ഷെ ഇവർ തമ്മിൽ അറിയാം ഇവർ ഗ്യാങ് ആണ്. ഇവരെല്ലാരും കൂടെ ഒരു പെങ്കൊച്ചിനെ ട്രൈ ചെയ്യുന്നു. അല്ല, ഇവരുടെ മേഖല പലതാ. അതായത് സ്കൂളിൽ ഇവരുണ്ട്, ഇരുന്നിച്ച് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പല ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കും. ഒരു നാട്, ഒരു അമ്പലം, ഒരു ഗ്രൗണ്ട്, എല്ലാം കണക്റ്റഡ് ആണ്.
അല്ല ഞാൻ പറഞ്ഞ ഒരു ഗ്രൗണ്ട് അല്ല, ഈ പറഞ്ഞ പല ഏരിയയിലുള്ളവരുടെ അവന്മാര് വന്ന് പറയില്ല നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ നല്ല സ്ഥലമുണ്ട്, അത്യാവശ്യം നമ്മൾ ചിലപ്പോൾ കളിക്കുന്നത് സ്ട്രൈറ്റ് മാത്രം അടിക്കാൻ പറ്റത്തുള്ളായിരിക്കും, പറയടാ ഇവിടെ ഓഫും ഉണ്ട്, അവർക്ക് അങ്ങനെ സ്പെഷ്യലാ. അപ്പൊ നമ്മൾ ഒരു ദിവസം പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടെ അവിടെ പോകും. അങ്ങനെ എന്നിട്ട് ഇവരായിട്ടുള്ള മാച്ച് വെക്കുമോ മറ്റേ കണ്ടത്തിലുള്ള ആൾക്കാർ? അവിടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചിലപ്പം. അതിനകത്ത് കിട്ടിയിട്ടുള്ളത് അമ്മയുടെ വീട്ടിൽ പോകും. നമ്മൾ പഴയ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഫുട്ബോളും ക്രിക്കറ്റും കളിക്കാൻ പോയ കഥകൾ. അത് കിട്ടി, എനിക്കത് കിട്ടിയിട്ടുള്ളത് വെക്കേഷൻ ടൈമിൽ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴാണ്. അപ്പൊ അതാണ് വെക്കേഷൻ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ ഇപ്പൊ നമ്മുടെ സർക്കിൾ ഇതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അവന്മാരെ നമ്മുടെ ഇവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള ഫ്രണ്ട്സുമായിട്ട് അവന്മാർക്ക് അറിയത്തില്ലല്ലോ അവിടെ കളിക്കുന്ന പിള്ളേരൊക്കെ ഇട്ട. പക്ഷെ ഇവന്മാര് നമ്മൾ വിളിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഇവരെല്ലാം പരിചയപ്പെടുത്തി നമ്മുടെ കൂടെ കളിക്കും. അപ്പൊ അവന്മാർക്ക് ആ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മുടെ വേറൊരു സർക്കിളിലോട്ട്. നമുക്കിഷ്ടമാണ്, കാരണം നമുക്ക് ഇവരെ അറിയാം, ഇവന്മാരെ അറിയാം, നമുക്ക് ഭയങ്കര രസമാണല്ലോ. അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും ഇതിനകത്ത് രസമുള്ള ഒരുത്തൻ സൈക്കിളിൽ നിന്ന് വീണിട്ട് കയ്യോ കാലോ എന്തോ ഒടിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇതുപോലെ ഒരു ദിവസം പ്ലാൻ ചെയ്ത് അവനെ എന്തായാലും കാണാം. അപ്പം വീട്ടിലൊക്കെ ഇത് പറഞ്ഞാൽ സമ്മതിക്കുമല്ലോ, അവൻ വയ്യാതെ കിടക്കുക, അവൻ ഇത്ര ഒരാഴ്ചയായിട്ട് ക്ലാസ്സിൽ വന്നിട്ടില്ല, അപ്പം നമ്മളെല്ലാവരും കൂടെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊരു 10-12 പേര് അത്രയും സൈക്കിളിൽ ഇവൻ്റെ വീട്ടിൽ, അത് വെളിനാടെന്ന് പറഞ്ഞ സ്ഥലത്ത്, വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്, അത് നമ്മൾ ലോങ്ങാ ട്രിപ്പ് പോകണം കൂടാ സൈക്കിളിൽ ഒരു 10-12 കിലോമീറ്റർ നമ്മൾ 12 സൈക്കിളൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ അവൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് ഇവനെ പോയി കണ്ട് അവിടെ നിന്നുള്ള ഫുഡൊക്കെ അടിച്ച് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ റേസ് സൈക്കിൾ വെച്ച് റേസ് വെച്ചിട്ട് അന്ന് സൈക്കിൾ എന്ന് പറഞ്ഞു വേറൊരുത്തിൻ്റെ കൈയൊടിഞ്ഞ് കാണാൻ പോയതാണ്. അങ്ങനെയൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകാത്തതിന് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഞങ്ങളുടെ കാലഘട്ടത്തിൽ മൊബൈലില്ല, ലാൻഡ് ഫോൺ ആണ് പോപ്പുലർ. എൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ ഇല്ല, ഞങ്ങൾക്ക് ലാൻഡ് ഫോൺ കണക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സിന് എന്നെ കണക്ട് ചെയ്യാനൊരു ഭയങ്കര പാടുള്ള സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ഇപ്പോഴും ഇല്ല, അന്നും ഇല്ല, എടുത്തിട്ടില്ല. പിന്നെ മൊബൈൽ ഫോൺ വരുന്നത് എനിക്ക് തോന്നുന്നു 2005 അല്ലേ, ആ സമയത്തൊക്കെ വീട്ടിൽ വരുന്നത് അതിനുശേഷം, അതായത് വീട്ടിൽ എല്ലായിടത്തും വന്നതിന് ശേഷം ഏറ്റവും ലോക്കൽ മൊബൈൽ ഫോണാണ് വീട്ടിൽ വരുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തോളം എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് ദാരിദ്ര്യം പറയാതെ ഇത് നമ്മൾ മറ്റേ സൂപ്പർ താങ്ക്സ് തരാം, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നത്. നമ്മൾ ദാരിദ്ര്യമല്ല, ഇതിനെ വേറെ രീതിയിൽ പ്ലേസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫാദർ ഒരു കൃഷിക്കാരനായതുകൊണ്ട് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നത്, മൊബൈൽ ഫോണും ടവറും ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ മാറി നിന്നതാണ്. അപ്പോൾ വീട്ടിലൊരു കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ എത്തുക എന്നുള്ളത് ലെറ്റർ അയക്കണം. അതുകൊണ്ട് എനിക്ക് എഴുത്തയക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞങ്ങളുടെ അമ്മയും അച്ഛനും കൂട്ടുകാരെ കേൾക്കല്ലേ, അനീസ് നമുക്ക് ഈ ശനിയാഴ്ച മറ്റേ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്നു, പക്ഷെ കത്ത് വരുന്ന അടുത്ത ചൊവ്വാഴ്ച. അമ്മയാണെങ്കിലും അമ്മയുടെ വീട്ടിലേക്ക് എഴുത്തയക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അവിടുന്ന് എഴുത്ത് വരും. അങ്ങനെ എഴുത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ കൾച്ചർ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എഴുത്തെഴുതി, അത് വേറെ കഥയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എഴുത്തെഴുതുമായിരുന്നു. അപ്പൊ ഈ പറയുന്ന 1-4 പേര് വീണ്ടും തൊട്ടടുത്തുള്ള സ്കൂളാണ്, ലോക്കൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഗ്യാങ്ങാണ്, ചെറിയ 15 പേര് 20 പേരൊക്കെ ഒരു ക്ലാസ്സിലുണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിലൊരു പെൺകുച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ് ഞാൻ. അപ്പോൾ 4ാം ക്ലാസ്സിൽ ഞങ്ങൾ അടുപ്പിച്ച് ഒറ്റ ബെഞ്ചിലിരിക്കുന്നു. അന്ന് ഈ മിക്സ് ചെയ്യും കുഴപ്പമില്ല 4 പേരൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു, ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്, ആ ആൺപിള്ളേരും പിള്ളേരും ഗ്യാങ്. അതിലൊരു പെൺകുച്ചിയുടെ ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ ഈ 4ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് വെക്കേഷൻ കഴിഞ്ഞാൽ അടുത്തത് വേറെ സ്കൂളിൽ പോകണം, 5ാം ക്ലാസ് തൊട്ട് വേറെ സ്കൂളിൽ പോകണം. അപ്പോൾ ഈ സ്കൂളിൻ്റെ അടുത്ത് തന്നെ വലിയൊരു സ്കൂളുണ്ട്, അതും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞാനിവിടെ ആയിരിക്കും പോകുന്നത്, കാരണം എൻ്റെ ചേട്ടൻ അവിടെ 2 വർഷം മൂത്ത ചേട്ടൻ അവിടെ പഠിക്കുന്നത്, പുള്ളി അവിടെ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് ഞാൻ അവിടെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരി ഇവിടെ വീടിൻ്റെ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള വേറെ സ്ഥലത്ത്, അവൾക്ക് അവിടുന്ന് അങ്ങോട്ട്, എൻ്റെ വീട് ഇവിടെ ഇരിക്കുന്നു, ടൗണിന് തൊട്ടടുത്ത് എനിക്ക് സ്കൂളുണ്ട്, എനിക്ക് സൗകര്യം ചെയ്താൽ അവളെ ഈ സ്കൂളിലാണ് ചേർത്തത് ഇപ്പുറത്തുനിന്ന്. ഇവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് വേറെ സ്കൂളിൽ വേണേൽ ചേർക്കാം. അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ ഇവൾ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കി, അനീസ് ഈ സ്കൂളിലാണ് പഠിക്കുന്നത്, എനിക്കിവിടെ പഠിക്കണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ മർത്തോമ സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞ് ഇവൾ വഴക്കുണ്ടാക്കി. എനിക്ക് വഴക്കൊന്നുമില്ല, എന്നെ ഇവിടെ ചേർക്കത്തുള്ളൂ, കാരണം വീട്ടിൽ നടന്നു പോകുന്ന ദൂരത്തിലായി സ്കൂൾ കിടക്കുന്നത്. ഈ സ്കൂളിൽ നിന്ന് TC കിട്ടി മറ്റേതിലേക്ക് ചേർക്കാൻ പോയി വെക്കേഷൻ കഴിഞ്ഞു. ഇല്ല, അതിനകത്തൊരു സാഡ് പ്രശ്നമുണ്ട്. അപ്പോൾ അന്നൊക്കെ ഒരു ബാച്ചേ ഉള്ളൂ, ഏതാ ചെറിയ സ്കൂളാണ്, 1 മുതൽ 4 വരെ വെച്ചാൽ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ. എല്ലാ സ്റ്റാൻഡേർഡിലും ഒറ്റ ക്ലാസ്, ആകെ 100 പിള്ളേരെ സ്കൂളിലുള്ളൂ. ഡിവിഷൻ 1 ഉള്ളൂ. 1ാം ക്ലാസ് 1ാം ക്ലാസ്, 2ാം ക്ലാസ് 2ാം ക്ലാസ്, 3ാം ക്ലാസ് 3ാം ക്ലാസ്, 4ാം ക്ലാസ് 4ാം ക്ലാസ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഒരിടത്തും ഇരിക്കുന്നത്, ചെറിയ സ്കൂളായതുകൊണ്ട് ചെറിയ ബെഞ്ച്, 4 ബെഞ്ചിട്ട എല്ലാ പിള്ളേരും തീരും. ഇതിൽ എന്തായാലും നമ്മുടെ അടുത്ത് ഫ്രണ്ട്സ് ഇരിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ ഈ മറ്റേ സ്കൂൾ അങ്ങനെയല്ല, 1000 പേര് പഠിക്കുന്ന വലിയ സ്കൂളാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കും, ആ സ്കൂൾ കാണാനും പറ്റും. ഭയങ്കര ബഹളമൊക്കെ ഉള്ള നമ്മുടെ സ്വപ്നം അങ്ങോട്ട് പോകുക എന്നുള്ളത്. ഇൻ്റർവെല്ലൊക്കെ ഉണ്ടാവും, നമ്മുടെ സ്കൂളിൽ നിന്ന് ഇൻ്റർവെല്ലില്ല. അപ്പം ഒരു ബെല്ലടിക്കുന്ന ഇൻ്റർവെല്ലിന് ആൾക്കാർ പുറത്തേക്ക് കളിക്കുന്നതൊക്കെ നമ്മൾ ഇവിടുന്ന് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം അവിടെ പോയി പഠിക്കുക എന്നുള്ള, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവിടെ പഠിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഇവളോട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ പഠിക്കുന്നത്. വെക്കേഷൻ സമയത്ത് ഇവൾ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കി. ഞാൻ വെക്കേഷൻ ആയപ്പോൾ കട്ടായി. എനിക്ക് 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് തീർന്നു, ഇവരെൻ്റെ ലൈഫിൽ നിന്ന് പോയി.
ഇവർ വേറെ സ്ഥലത്ത് പോയില്ലോ. അന്ന് 10 കിലോമീറ്റർ വലിയ ദൂരമാണ്. ഇവള് വീട്ടിൽ പോയി വഴക്കുണ്ടാക്കി, അനീസ് പഠിക്കുന്ന സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞു. വീട്ടിൽ കുറേ വഴക്കുണ്ടാക്കി. ആ വഴക്കിൽ സമരത്തിൻ്റെ ഒടുവിൽ അവൾ സമ്മതിപ്പിച്ച് വീട്ടുകാരെ കൊണ്ട്. ഇവർ അപ്പുറത്തെ ഡിറക്ഷനിലുള്ള വേറെ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇവർ സമ്മതിപ്പിച്ച് ഇവിടെ പഠിക്കാൻ വേണ്ടി. എന്നിട്ട് ഇവിടെ അഡ്മിഷൻ എടുത്തു. ആ സ്കൂളുകാർക്ക് എന്തോന്ന് അനീസും കൂട്ടുകാരിയും അവർ അഡ്മിഷൻ എടുത്ത് ഷഫിൾ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ 5A അവൾ 5B. ഇവൾ ഇവിടെ വന്ന കാര്യം ഞാൻ കാണണമെങ്കിൽ ഒരു ഇൻ്റർവെൽ സമയത്ത് ഞാൻ പുറത്തിറങ്ങി പെണ്ണുങ്ങളെ നോക്കിയാലേ ഞാൻ അവളെ കാണത്തുള്ളൂ. എനിക്കപ്പോഴത്തേക്ക് ഈ ക്ലാസ്സിൽ വരാൻ കിട്ടില്ല. ഞാൻ ഭയങ്കര അന്നത്തെ പോലെ അന്നും ഞാൻ പുതിയ ആൾക്കാരെ ഒന്ന് ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ, നമ്മൾ മൂവ് ഓൺ ചെയ്യണമല്ലോ. ആ കുട്ടി അപ്പുറത്തെ ക്ലാസ്സിലായിപ്പോൾ എൻ്റെ സുഹൃത്താണ്. എനിക്ക് ഞങ്ങളെ കാണണമെങ്കിൽ ഇൻ്റർവെൽ വരണം. ഇതാണെങ്കിൽ ക്ലാസ്സിൽ കൂട്ടുകാരന്മാരുണ്ട്. ഞാനിവിടെ ചില്ലാണ്. ഇവളാണ് ഇത്തിരി ക്ലാസ്സിന് എന്തെങ്കിലും പുറത്തിറങ്ങത്തില്ല. 5ാം ക്ലാസ്സിൽ അവൾ Bയിൽ, ഞാൻ Aയിൽ. 6ാം ക്ലാസ്സിൽ ഞാൻ Aയിൽ, അവൾ Bയിൽ. 7ാം ക്ലാസ്സിൽ ഞാൻ Bയിൽ, അവൾ Aയിൽ. 8ാം ക്ലാസ്സിൽ ഞാൻ Aയിൽ, അവൾ Bയിൽ. 9ാം ക്ലാസ്സിൽ ഞാൻ Bയിൽ, അവൾ Aയിൽ. 10ാം ക്ലാസ്സിൽ Aയിൽ ഞങ്ങൾ ഒന്നിച്ചു വന്നു. 5 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരു തവണ പോലും അവളോട് മിണ്ടിയിട്ടില്ല. ഞങ്ങൾ റാൻഡംലി ഞാൻ പെൺപിള്ളേരുടെ കൂടെ നടന്നു പോകുമ്പോൾ അവളിങ്ങനെ അതുവഴി നടന്നു പോകും. അവൾ മിണ്ടാതെ പോകും, ഞാനും മിണ്ടാതെ പോകും. ഒരു 5 വർഷം അവൾ എനിക്ക് വേണ്ടി സ്കൂളിൽ വന്നിട്ട് ഞാൻ മിണ്ടാതെ അവോയ്ഡ് ചെയ്തതിൻ്റെ വിഷമവും ഫ്രസ്ട്രേഷനും ഒക്കെ മനസ്സിൽ വെച്ച് ആരോടും പറയാതെ അവൾ ഇന്ന് വീട്ടിൽ പോകണം. അനീസിന് വേണ്ടി വന്നത് അവൾ. അനീസിൻ്റെ ഫ്രണ്ടായിട്ട് പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ മിണ്ടത്തില്ല. ഇത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല? ഇവളിത് വന്നത് വഴക്കുണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. ഇവൾ വന്ന കാര്യം എനിക്കറിയാം. പക്ഷെ ഞാനപ്പോഴത്തേക്ക് മൂവ് ഓൺ ആയി. ഞാൻ അടുത്ത ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലായിപ്പോയി. ഇപ്പോൾ വേറെ ക്ലാസ്സിലെ കുട്ടിയെ ഞാൻ എങ്ങനെ പോയി എനിക്ക് അങ്ങനെ എന്തോ ഇൻഹിബിഷൻ കൊണ്ട് ഞാൻ എന്തോ കാരണം കൊണ്ട് എനിക്കിപ്പോഴും അറിയില്ല എന്താണ് ശരിക്കും ഞാൻ അവളോട് മിണ്ടാത്തെന്നുള്ളത്. എനിക്ക് പിന്നെ ഭയങ്കര വിഷമമായിരുന്നത്. 10ൽ ക്ലാസ്സിൽ വന്നപ്പം ഞാൻ ക്ലാസ്സിൽ വന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവൾ എന്നോട് വലിയ കാര്യമായിട്ടില്ല. ആ പെൺകുട്ടികളായി സാധനം ഇട്ടു, വലിയ മൈൻഡൊന്നും ഇല്ലാതിരുന്നു. പിന്നെ ഞാൻ വേറെ 1-2 ആഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ വന്ന് പറഞ്ഞു, നിനക്ക് എന്നോടിപ്പോൾ ഇപ്പോൾ ഒക്കെ മിണ്ടാൻ സമയമുണ്ടല്ലോ, കഴിഞ്ഞ വർഷങ്ങളിലൊന്നും മിണ്ടാൻ സമയമില്ലെന്ന്. എന്നിട്ടൊരു 5 വർഷത്തെ വിഷമത്തിൻ്റെ കെട്ട് എന്നോട് അഴിച്ചു. അയ്യോ, ഞാൻ തകർന്നു പോയി. അപ്പോൾ എനിക്കത് ഇത്രയും വലിയൊരു പ്രശ്നം ആ സൈഡിൽ കൂടെ വിഷമം മനസ്സിൽ കൊണ്ടായി നടക്കുന്നത്. ഞാൻ വിചാരിച്ചു അവൾ ഞാൻ ഹാപ്പിയാണല്ലോ, അപ്പോൾ അവൾ ഹാപ്പി ആയിരിക്കുമല്ലോ. ഞാൻ അങ്ങനെ വിചാരിച്ചത്. അത് ഭയങ്കര ഇതായത്. എനിക്കിപ്പോഴും ഞാൻ ചെയ്തതിൽ റിഗ്രറ്റുള്ള വലിയ സംഭവങ്ങളിലൊന്നാണ്. ഞാൻ കുട്ടിയോട് മാപ്പ് പറഞ്ഞോളൂ. പിന്നെ ഞങ്ങൾ സോൾവ് ആക്കി. ഇപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ആ പോയ 5 വർഷം ഉണ്ടല്ലോ നമുക്ക് നികത്താൻ പറ്റും. നമ്മൾ ഈ ടൈം ട്രാവൽ ചെയ്തത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് 5ാം ക്ലാസ്സിൽ പോയിട്ട് അവളുടെ ഫസ്റ്റ് ഡേ കാണുമ്പോൾ തന്നെ പോയി മിണ്ടുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം എനിക്ക് 5 വർഷം ഭയങ്കര ലോസാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ എൻ്റെ എന്തോ കാരണങ്ങൾ കൂടി ഞാൻ മിസ്സാക്കിയത്. എന്നിട്ട് 10ൽ നിങ്ങൾ പിന്നെ 10 തൊട്ട് ഞങ്ങൾ വീണ്ടും പഴയ ഫ്രണ്ട്സ്. പിന്നെ അത് കഴിഞ്ഞ് +2 അല്ല, എന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ +1. അപ്പം അനീസ് ഞാൻ മറ്റേ സ്കൂളിൽ പോകും, നീ എവിടെയെങ്കിലും പോകും. അല്ല, പിന്നെ അവൾ എൻ്റെ പുറകെ വന്നില്ല. +2 അവൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പോയി. അവൾ പഠിക്കാൻ നേഴ്സിങ്ങിന് പോയി, ഔട്ട്സൈഡ് സ്റ്റേറ്റ് പോയി. അപ്പോഴും കണക്ഷൻ പിന്നെ വെച്ച് കണക്ഷൻ കമ്മ്യൂണിക്കേഷനുള്ള എക്യുപ്മെൻറ്റ്സ് എനിക്കുമായി. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കീപ്പ് ചെയ്യാൻ പറ്റി. ആൻഡ് അവൾ കല്യാണം കഴിച്ചു, കുട്ടികളായി, അവൾ വിദേശത്ത് സെറ്റിലായിരുന്നു. അങ്ങനെ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കോൺടാക്ട് ഉണ്ട്, നല്ല ഫ്രണ്ട്സാണ്. പക്ഷേ എന്നാലും മിസ് ചെയ്ത 5 വർഷങ്ങൾ ഭയങ്കര റിഗ്രറ്റാണ്. അപ്പോൾ ഇങ്ങനെ ശരിക്കും ടൈം ട്രാവൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അനീസിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ലല്ലേ? പുള്ളിയുടെ ഒരു കൊച്ചിനെ ഹൈസ്കൂൾ സ്കൂൾ സ്വീറ്റാറിന്റെ കല്യാണം കഴിച്ച് ലൈഫിലോ പറയാൻ പറ്റില്ല. അതൊന്നുമില്ല, സിക്കയ്ക്ക് അന്ന് അതിലൊക്കെ ക്ലാരിറ്റി ഉണ്ട്. സിക്ക 2ാം ക്ലാസ്സിൽ സാധാ ക്ലാരിറ്റി ഉണ്ടല്ലേ? അതുകൊണ്ട് ഞാൻ സമ്മർ വെക്കേഷൻ എപ്പോഴും പറയുമ്പോൾ ഞാൻ അത് ചോദിക്കാൻ കാരണം എൻ്റെ സമ്മർ വെക്കേഷൻ എനിക്ക് ഭയങ്കര ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് സമ്മർ വെക്കേഷൻ. അതർ ദാൻ ദാറ്റ് സമ്മർ വെക്കേഷൻ വൻ ചില്ല് പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ അടയ്ക്കുമ്പം എല്ലാവർക്കും ആ ഒരു വിഷമം ഉണ്ടല്ലോ. ലാസ്റ്റ് ദിവസം ഭയങ്കര എല്ലാവർക്കും നല്ല വിഷമമായി. പക്ഷെ നമ്മൾ അടുത്ത 3 ദിവസം റിക്കവർ ആവും. നമ്മൾ മറന്നു. സ്കൂൾ കഴിഞ്ഞിറങ്ങുന്ന സമയമാണ്. ഇപ്പൊ 1 മുതൽ 4 വരെയുള്ള ഒരു സ്കൂളിൽ 4ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇനിവന്മാരെ കാണുന്നുണ്ടാവില്ല എന്നുള്ളൊരു സാധനം. അതുപോലെ ഇപ്പോൾ 7 വരെയുള്ള സ്കൂളാണെങ്കിൽ 8ാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ നമ്മൾ പലയിടത്തായിരിക്കും. അപ്പൊ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള വിഷമം എന്തായാലും ഉണ്ടാവും. പക്ഷെ സ്കൂളിൽ പഠിച്ചവരെ ഇപ്പൊ കാണുമ്പോഴും ആ ബോണ്ട് ഭയങ്കര കാരണം അത്രയും നമ്മളാ മനസ്സിന്റെ ഏറ്റവും ഭദ്രമായ കോർണറിൽ നമ്മൾ അടിച്ചടിച്ച് വെച്ച വേരുകളാണ്. അതുകൊണ്ട് ഇപ്പൊ കാണുമ്പോഴും അതേ ഫീലും. പിന്നെ നമ്മുടെ എല്ലാ വാളിത്തരും ഇവർക്ക് അറിയാലോ. ലൈഫിൽ നീ എന്തൊക്കെ ചെയ്ത് നീ എത്രയ്ക്ക് വലിയ മറ്റവനായാലും നീ ഉള്ള പ്രായത്തിൽ കാരണം നമ്മൾ ഇത്രയും വർഷം ഒരുമിച്ച് വളർന്നവരാണല്ലോ. ദീപുവിന്റെ ഭാഷ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് അപ്പിയിട്ടപ്പോ കൂടെ പിള്ളേരാണ്. അവന്റെ ഫ്രണ്ടിൽ എത്തുമ്പോ അവൻ പഴയ അപ്പിയിട്ട വൈകുന്നു. അനീസിക്ക് നേരത്തെ കത്തയക്കുന്ന കാര്യം പറഞ്ഞല്ലോ കൂട്ടുകാർക്ക്. ഇതുപോലെ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് നമുക്ക് പാരൻസിനെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ വഴിയില്ല. ഇതുപോലെ കത്തയക്കണം. നമ്മൾ ഇൻലൻഡ് അല്ല, മറ്റേ പോസ്റ്റ് കാർഡിൽ എഴുതാന്നുണ്ടെങ്കിൽ ഭയങ്കര എല്ലാവർക്കും കാണാമല്ലോ. ഇപ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്ക് ഈ സാധനം വന്ന്
ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു കടയിൽ സാധാരണ എല്ലാവരും പലചരക്ക് എടുക്കുന്ന പോസ്റ്റ്മാൻ അവിടെ കൊണ്ടുപോയി വെക്കും. നമ്മൾ സാധാരണ പലചരക്ക് എടുക്കാൻ വരുമ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കത്ത് മേടിക്കുന്നത്. അപ്പം അതങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പുള്ളിക്ക് വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാമല്ലോ. അപ്പം അങ്ങനെ ഇൻലൻഡിൽ ചെയ്തു. ഇൻലൻഡ് കുറച്ചുകൂടെ പ്രൈവസി ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇവിടുന്ന് എങ്ങനെയൊക്കെ എഴുതി അയച്ചാലും നമ്മുടെ സാറന്മാർ ഇത് വായിച്ചിട്ട് അങ്ങോട്ട് വിടുകയുള്ളൂ. അതുപോലെ അവിടെ നിന്ന് വരുന്ന കത്തുകൾ ഇവര് വായിച്ചിട്ട് ഇങ്ങോട്ട് തരും. ദിശ അറിയാവുന്ന പോസ്റ്റ് പശ അറിയാതെ വായിക്കും. അതുപോലെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇങ്ങനെ കത്തൊക്കെ എഴുതുമ്പോൾ എപ്പോഴും കൊച്ചിലാണല്ലോ എന്താ എഴുതണമെന്ന് അറിയില്ല. അതെ, നീ ഇല്ലന്റ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്. അല്ല, നീ ഇല്ലന്റ് മടക്കി കഴിഞ്ഞ് കണ്ടിട്ടുണ്ടോ? നമ്മൾ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പ്ലക്കണം, ഇങ്ങനെ പ്ലക്കുമ്പോ അതിനകത്തൂടെ നമുക്ക് വായിക്കാം. അതിന്റെ സൈഡിലുള്ള ഫ്ലാപ്പ് ഒട്ടിച്ചാൽ കുഴപ്പമില്ല. ഇത് ഫ്ലാപ്പ് അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഒട്ടിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ പിള്ളേർക്ക് നമ്മുടെ കയ്യിൽ അപ്പോഴും ഇങ്ങനെ കാശൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു മിഠായി കഴിക്കാനൊക്കെ ഭയങ്കര കൊതിയായിരിക്കും. നേരത്തെ നമ്മള് പൊതുശല്യത്തിലാണ് പറഞ്ഞത് ഞാൻ ഈ താഴെ നിന്ന് സാധനം എടുക്കുന്ന പരിപാടിന്ന്. ഞാൻ നടക്കുമ്പോഴേക്കും ചവിട്ടി നടക്കുന്ന എന്തെങ്കിലും റാപ്പർ കണ്ട ഞാൻ ചവിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഠായി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ലക്ഷറിയാ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒരു പാരന്റ്സ് ഡേ ഒക്കെ കഴിഞ്ഞ മാസത്തിൽ ഒരാണ് വീട്ടുകാർക്ക് നമ്മൾ വന്ന് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച സമയത്തൊക്കെ പിള്ളേരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് കൊടുത്ത മിഠായി എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പോക്കറ്റിന്റെ നിക്കറിലിട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓടുമ്പോഴോ ചിലപ്പോൾ മെസ്സിലോട്ടൊക്കെ ഓടുന്ന ഓട്ടമായിരിക്കും. അതിലിപ്പോൾ പോക്കറ്റിൽ നിന്നൊക്കെ സാധനം താഴെ വീടും ഒരു മിഠായിയൊക്കെ. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ എന്തെങ്കിലും റാപ്പർ കണ്ടാൽ ഇങ്ങനെ ചവിട്ടിയിട്ടൊക്കെ പോകുള്ളൂ. ചിലപ്പോൾ ഉണ്ട് മിഠായി. അന്ന് എന്ത് സന്തോഷമാണെന്ന് അറിയും. അപ്പോൾ ഇതുപോലെ വീട്ടിലോട്ട് കത്തയക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്ന എന്റെ ഓർമ്മ ഇത് കണ്ട് കുട്ടികൾ അനുകരിക്കരുത്, നിങ്ങളെ സമൂഹം തെണ്ടിപ്പിള്ളേരെന്ന് വിളിച്ചു ബഹുമാനപ്പെട്ട ഉപ്പയും ഉമ്മയും അറിയാം. ഇങ്ങനെയാണ് ഇൻട്രോ ഇങ്ങനെ എഴുതി. എനിക്ക് ഓർമ്മ പഴയ കത്തൽപ്പ് ഉമ്മയിലുണ്ടോ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. അവസാനമായി ഒരു മുട്ടായി വെച്ചിട്ട് പൈസ ഓടിപ്പോകുമ്പോ നിക്കറിന്ന് വീണിട്ടാണ് ദൈവത്തെ ഓർത്ത് എനിക്ക് പൈസ അയക്കണം. ഇവിടെ സുഖം തന്നെ, അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പാരന്റ്സിലേക്ക് വരുമ്പോൾ ഇത് കൊണ്ടുവരണം, അത് കൊണ്ടുവരണം, ഈ മുറുക്ക് കൊണ്ടുവരണം, ഇത് എന്നാ ഓക്കെ. ഈ കഴിഞ്ഞ യൂണിറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് എത്രയാണ് 120 കിട്ടിയുള്ളൂ 150. അടുത്ത തവണ പിടിക്കാം. ഇങ്ങനെ കുറേ കത്തെഴുതി ഒപ്പ് കത്ത് പറഞ്ഞപ്പോ എനിക്ക് ഈ ഒരു സാധനം ഓർമ്മ. അത് ഭയങ്കര ഫീല്. ഞാൻ കത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് ജനിച്ചപ്പോ കത്ത് എഴുതാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ വളരെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഈ ടെലഗ്രാം പരിപാടി ഉണ്ടല്ലോ, കമ്പി അടിക്കുക എന്ന് പറയുന്നത്. അത് കുറെ നാൾ ഓപ്പറേഷനിലായിരുന്നു. ഞങ്ങളിതൊക്കെ 8ാം ക്ലാസ്സിലാണ് തുടങ്ങി. അപ്പൊ ഈ സാധനം നിർത്തലാക്കി, ഈ സർവീസ് നിർത്തലാക്കി. ഇപ്പൊ ലാസ്റ്റ് ഡേ ഇങ്ങനെ ചിലര് പോയിട്ട് ഏറ്റവും ലാസ്റ്റ് ഡേ സർവീസിന് അന്ന് വെറുതെ ഒരു കമ്പി അടിച്ചിട്ട് വെറുതെ കമ്പി അടിക്കും. വെറുതെ ഒരു കമ്പി അടിക്കാൻ പോയതൊക്കെ ഒരു മെമ്മറി. ഒരു സർവീസ് നിർത്തല് ഓൾ ഓവർ ഇന്ത്യ ഉണ്ടായിരുന്ന ഒരു സർവീസ് അല്ലേ, പോസ്റ്റലിന്റെ ഭാഗമായിരുന്നു. പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാം അല്ലേ, മണി ഓർഡർ ടെലിഗ്രാം വഴി. ടെലിഗ്രാമിൽ ഇങ്ങനെ എന്തോ ഇത്തിരി ഒരു സെന്റൻസ് ആണ്. പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാം മറ്റേ പോലെ പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് ഒറ്റ കമ്പനിയാണ്. ഈ ഗവൺമെന്റ് ഒരു സർവീസ് ആണ് പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ്. ടെലിഗ്രാഫ് എന്നാണ് അതിന്റെ പേര്. അയക്കുന്ന പേര് ടെലഗ്രാം. അപ്പൊ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ആയിരുന്നു ഈ സാധനം. ടെലിഗ്രാഫ് മെഷീന്റെ പേര്. ഈ സർവീസ് പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് എന്നായിരുന്നു ഇതിന്റെ പേര്. ഇതിന് ടെലിഗ്രാഫ് കുറെ നാൾ കഴിഞ്ഞ് അതിന്റെ കാലം കഴിഞ്ഞപ്പോൾ നിർത്തി കട്ട് ചെയ്ത് മാറ്റി. അതിൽ ഇത് നമുക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില എപ്പിക് സാധനങ്ങളുണ്ട്. അതായത് പ്രീ സെറ്റഡ് നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പറിന്റെ സാധനം ഇതാണ്, ഈ നമ്പർ സാധനം ഇതാണ്. അപ്പൊ അത് ആ നമ്പർ അടിക്കത്തേ ഉള്ളൂ. ഇപ്പൊ ചില സാധനങ്ങൾ അല്ലെങ്കിൽ ചില വേർഡ്സ് ഉണ്ട്, അതിന് കോഡ് അടിച്ചു കഴിഞ്ഞാൽ ടി ഫാദർ ഡൈഡ് കം സൂൺ അത്രയൊക്കെ അടിക്കുന്നത്. ഇതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ലിമിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ പൈസയും ഉണ്ടായിരുന്നു. അപ്പോൾ വേർഡ് അനുസരിച്ചാ പൈസ, ഒരു അക്കത്തിന് ഇത്. അപ്പോൾ അതനുസരിച്ച് ഏറ്റവും ചുരുക്കത്തിൽ, അന്നൊക്കെ പൈസക്ക് ഭയങ്കര വിലയാണ്, ഏറ്റവും ചുരുക്കത്തിൽ. അങ്ങനെ കുറെ അതിനെ പറ്റി തമാശകൾ കുറെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഈ ഐഡിയ ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന തമാശകൾ പെട്ടെന്ന് ഇത് വരുമ്പോഴത്തേക്ക് എന്തായാലും കുറെ ഉണ്ടാവും. ഇയാള് പറഞ്ഞില്ല, അഖിൽമാരുടെ ഈടെ പഴയ സാധനം എടുത്ത് ഇന്ദിര വരുന്നു ഷെട്ടി ഇല്ലാതെ കരുണാകരന്റെ കമ്പി. അതായത് അവിടെ നിന്ന് ഇന്ദിരാഗാന്ധി വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി ഒരു ഷെട്ടിയായും കൊണ്ടാണ് വരുന്നത്. പക്ഷെ പുള്ളി കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞ് ഇവിടുന്ന് സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് മിനിസ്ട്രിക്ക് ഈ ടെലിഗ്രാഫ് അടിച്ചതാണ്. ഇന്ദിര വരുന്നു ഷെട്ടി ഇല്ലാതെ കരുണാകരൻ കമ്പി. ഇത് പത്രക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കളിയാക്കി പറഞ്ഞു. എനിക്കൊന്നും ഈ ഐഡിയ ട്വിറ്ററൊക്കെ 150 ക്യാരക്ടർ അവര് ചെറിയ സാധനങ്ങൾ അടിച്ച് അല്ലേ, ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിട്ട്. അതുപോലെ യുഎസിലുള്ള UK പേപ്പറുണ്ട് ടെലിഗ്രാഫ് എന്ന് പറഞ്ഞ പേപ്പർ.
ഡെയിലി ടെലിഗ്രാഫ് അങ്ങനെ ഒരു പത്രമുണ്ട്, പേരുണ്ടെന്ന് തോന്നുന്നു. അതിൽ നിന്നായിരുന്നു ചിലപ്പോൾ ഇത് എടുത്തത് മിക്കവാറും, കാരണം പേരിട്ടത്. പക്ഷേ ഇപ്പം നിർത്തി പറഞ്ഞ ലാസ്റ്റ് ഒരു ഡേ ഉണ്ടായിരുന്നു, ഇന്നാണ് നിർത്തുന്ന അനൗൺസ് ചെയ്തു. ലാസ്റ്റ് ആൾക്കാരെ മെമ്മറിക്ക് വേണ്ടി ന്യൂസ് പേപ്പറോ ടെലിഗ്രാഫ് പേരിൽ ന്യൂസ് പേപ്പർ ഉണ്ട്, ടെലിഗ്രാഫ്. അതിൽ ഭയങ്കര ഷോർട്ട് വാർത്തകളായിരിക്കും അല്ലേ. കുഞ്ഞാലി മരിച്ചു, അടക്കി, തീർന്നു. ശരിക്കും നിങ്ങൾ ഈ പറഞ്ഞ ഫ്രണ്ട്സ് വൈബ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സാധനം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വെക്കേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. അന്നൊക്കെ സ്കൂൾ ഭയങ്കര, കാരണം വീട്ടിൽ സ്കൂളാണ് ഇമ്പോർട്ടൻറ്റ്, കുട്ടികൾ പഠിച്ച്. ഇപ്പോഴങ്ങനെ ആയിരിക്കുമല്ലോ, എനിക്കറിയത്തില്ല. ഇപ്പം സ്കൂള് സംതിങ് മോർ ദാൻ റിലീജിയസ് പ്ലേസസ് പോലെയാണ്. നമ്മളത് മുടക്കാൻ പാടില്ല, പോകണം, ആ ലെവലാണ്. അപ്പോൾ സ്കൂൾ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്ട്രിക്ഷനാണ്. രാവിലെ പോകണം, കറക്റ്റ് സമയത്തിന് പോകണം, വൈകിട്ട് തിരിച്ചു വരണം, പിന്നെ പഠിക്കണം, കിടന്നുറങ്ങണം, രാവിലെ വീണ്ടും പോകണം. നമ്മൾ ജീവിക്കുന്നതിനാണ് ഈ സർക്കിളിനാണ്. അപ്പോൾ വെക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മളൊന്ന് ചെറുതായിട്ട് അയക്കുന്നത്. സോ സമ്മർ വെക്കേഷൻ സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്, നീ ചെയ്ത സാധനം ഞാൻ ഫ്രണ്ട്സ് ബ്രദറിൻ്റെയും കസിൻസിൻ്റെയും കൂടെ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു വലിയ മാവുണ്ട്. അപ്പോൾ മാങ്ങ മറ്റേ ചൂമ്പി കഴിക്കുന്ന മാങ്ങയ്ക്ക് നിങ്ങൾ ചെറിയ മാങ്ങ എന്താ പറയുന്നത്, ഒട്ടുമാങ്ങ, ചെറിയ മാങ്ങ. നമ്മൾ അത് മുറിക്കേണ്ട പരിപാടിയില്ല, ഒരു തൊളയിട്ടിട്ട് കടിച്ച് ചൂമ്പിയാണ് നമ്മളിത് കഴിക്കുന്നത്. ഒട്ടുമാവെന്ന് പറഞ്ഞാൽ അല്ല, അത് മറ്റേ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് ചെറിയ മാവിന് എന്താ പറയുക, ആ മാങ്ങയുടെ പേരെന്താ അറിയോ, ജയിക്കറിയോ? ഒരുപാട് വലുതല്ലാത്ത ചെറിയ മാങ്ങ, നമ്മളത് മുറിച്ചൊന്നല്ല കഴിക്കുന്നത്, നമ്മളത് ആ മാങ്ങ എന്തായാലും കടിച്ചു. പഞ്ചാര മാങ്ങ എന്ന് പറയുന്നത് ഈ ചന്ദ്രക്കാരൻ മാമ്പഴം എന്ന് വലിയ ഇങ്ങനെ അതിൻ്റെ ഒരു വേർഷൻ ഇവിടെ ഇപ്പം കടകളിലൊക്കെ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ പേര് അന്ന് അതല്ല അതിന് പറഞ്ഞുകൊണ്ടിരുന്ന പേര്. അപ്പോൾ അത് വലിയ കൊട്ടൂർ മാങ്ങ ഇട്ട അങ്ങനെയാണ് പുളിശ്ശേരി. ഇത് വെച്ചാൽ കറി ഉണ്ടാക്കുന്നത് നല്ലത്, കാരണം അത്രയും അത് മറ്റേ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റായത് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റിയ പാകത്തിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വലിയ മാവ്, ആ മാവ് പക്ഷേ ഭയങ്കര പടർന്നു വന്നിട്ട് വലിയ വൃക്ഷ, കയറി പറിക്കാണെങ്കിൽ അത്രയും സ്കിൽഡായിട്ടൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ്, പത്തനംതിട്ട ടൗണിൻ്റെ നടുക്ക വീട്, റോഡ് സൈഡിലാണ് വീട്. അപ്പോൾ റോഡിൻ്റെ മതിലുമില്ല, മതിൽ കിട്ടിയിട്ട് ചുറ്റുമതിലില്ല, അപ്പോൾ ഓപ്പൺ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ പുറത്തേക്ക് വിടുന്നതിനെ ഭയങ്കര സൂക്ഷിച്ചാൽ. അപ്പോൾ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ രാവിലെ ഈ മാങ്ങ നമുക്ക് പറക്കാം, അല്ലെങ്കിൽ ഇത് അമ്മ പറക്കി എടുത്തിട്ട് നമുക്ക് വൃത്തിയുള്ളത് നോക്കി തരത്തേ ഉള്ളൂ. വെക്കേഷൻ ടൈമിൽ നമുക്കിത് ഹണ്ടിങ്ങിന് വിടുന്ന പോലെ ഈ മാങ്ങ പറക്കാൻ നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ ഒരു വെളുപ്പിന് എഴുന്നേക്കും, 8 മണി 9 എഴുന്നേക്കാത്ത നമ്മൾ 6 മണിക്ക് എഴുന്നേക്കും. കാരണം രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാനും ചേട്ടനൊക്കെ എണ്ണും, രാത്രി നിശബ്ദം കറക്റ്റായിട്ട് കേൾക്കാം. അപ്പോൾ ഈ മാവിൻ്റെ ചുറ്റും പോച്ചയാണ്, മറ്റേ ഒരു നീളത്തിലുള്ള ഒരു പോച്ച, ഭയങ്കര രസമുള്ള പോച്ചകൾ. അപ്പോൾ ആ ഒരു ഏരിയ മൊത്തം ഈ പോച്ച പടർന്ന് കിടക്കുക. അപ്പോൾ നമുക്കൊരു ഊഹമുണ്ട്, 10-12 എണ്ണമെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്, ഇന്ന് എന്തായാലും നല്ല കളക്ഷനാണ്. അപ്പോൾ രാവിലെ കവറും പാത്രവും എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഹണ്ടിങ്ങിന് ഇറങ്ങും. എന്നിട്ട് ഇതിങ്ങനെ പോച്ച ഇങ്ങനെ നമ്മളിങ്ങനെ തട്ടി മാറ്റി നടക്കും, ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ തട്ടി ഇങ്ങനെ. ഇപ്പോൾ പോച്ചക്കകത്ത് ഇങ്ങനെ വെള്ളത്തുള്ളി, ഈ തണുപ്പിൻ്റെ വെള്ളത്തുള്ളിയൊക്കെ പറ്റി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ നമ്മൾ സമ്മറിൽ എന്ത് തണുപ്പ്, പക്ഷേ രാവിലെ എന്തായാലും വെള്ളത്തുള്ളി കാണും പോച്ചക്കകത്ത്. നമ്മളിങ്ങനെ തട്ടി മാറ്റി നടക്കുമ്പോഴത്തേക്ക് ആർക്കാ കൂടുതൽ മാങ്ങ കിട്ടുന്നുള്ള കോമ്പറ്റീഷൻ സൈഡിലുണ്ട്. മാങ്ങ കിട്ടും, അത് ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ പോച്ച തട്ടി മാറ്റുമ്പോൾ പോച്ചയുടെ പച്ചക്കളറിനകത്ത് മാങ്ങയുടെ പച്ചക്കളർ, അതിങ്ങനെ പറക്കി പാത്രത്തിൽ ഇടുന്നു. അവസാനം ആർക്കാ കൂടുതൽ കിട്ടിയെന്ന് എണ്ണും, അത് കൊണ്ടുപോയിട്ട് പൂളിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കും. അല്ലെങ്കിൽ മറ്റേ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് പഴുത്ത മാങ്ങ ഇതിൻ്റെ തൊലിയെല്ലാം ഊരിക്കളഞ്ഞിട്ട് അതിനെ പൂർണ്ണ നഗ്നനാക്കി ഇതിനകത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കി വിരകി, അത് കിടിലൻ സംഭവമാണ്. അപ്പോൾ വെക്കേഷനിൽ ഇങ്ങനെയുള്ള ഹണ്ടിങ് പരിപാടികളാണ് നമ്മുടെ നമ്മുടെ വീട്ടിൽ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മാങ്ങ കൊണ്ടുവന്നില്ലേ, വീട്ടിൽ ഇതുപോലെ 2 മാവുണ്ട്, ഒരേ വെറൈറ്റി മാങ്ങ തന്നെ ഭയങ്കര വലിയ 2 മാവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മാങ്ങയായിരിക്കും, ഒരുപാട് മാങ്ങ, അത് ഭയങ്കര വലിയ 2 മാവാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമ്മർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മറ്റേ ജൂൺ പരിപാടി ആകുമ്പോഴത്തേക്കും 2 തവണ മാവ് പൂക്കും. 1-ാം പൂപ്പും 2-ാമത്തെ പൂപ്പും ഉണ്ട്. അപ്പോൾ 2-ാമത്തെ പൂക്കുമ്പോഴത്തേക്കും ഭയങ്കര മാങ്ങയായിരിക്കും. അപ്പം ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മഴയും കൂടെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ പിന്നെ പറമ്പ് ഫുൾ മാങ്ങയായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വലിയ ചരുവത്തിനകത്തും നമുക്ക് വെക്കാൻ സ്ഥലമില്ല, അണ്ടാവിനകത്തും അതിനൊക്കെ. എന്നിട്ട് നമ്മൾ മറ്റേ മഴയും കാറ്റും കളക്ഷൻ അന്ന് കളക്ഷൻ കൊട്ടു എമ്പുരാൻ കളക്ഷൻ പോലെ. പിറ്റേ ദിവസം എവിടെ നോക്കിയാലും നമുക്ക് വാരി നമ്മൾ അത്രയും, ചിലപ്പോൾ പച്ച വരെ വീഴും, അതുപോലെ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത്രയും മാങ്ങയായിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ വാരി വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ നമ്മളിങ്ങനെ അച്ഛൻ പോകുമ്പോഴൊക്കെ പറയും മാങ്ങ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരും, നമ്മൾ കവറിലാക്കി എല്ലാവർക്കും കൊടുത്തില്ല, അല്ലെ നമുക്ക് കഴിച്ചു തീർക്കാനും പറ്റത്തില്ല, അത്രയും മാങ്ങ. നമ്മളെന്നിട്ട് നമ്മൾ കുട്ടനാട് വീട്ടിൽ വെള്ളം കയറുമല്ലോ. അപ്പോൾ എൻ്റെ ഏറ്റവും നല്ല മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ വെക്കേഷൻ സമയത്ത്, അത് വെക്കേഷൻ കഴിയുമ്പം ഈ വെള്ളം കയറിയിട്ട് അവധി കിട്ടും.
അപ്പൊ പിന്നെയും തുടങ്ങി ആ ഒരു 2 സമ്മർ കാണിക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ് സേഫ് ആയിട്ട് 2 ആഴ്ച ക്ലാസ് അത് കഴിഞ്ഞാൽ പിന്നെ അവധി കിട്ടും, സെറ്റാ. അപ്പൊ പിന്നെ നമ്മളൊന്ന് എല്ലാരെയും പോയി കണ്ടു ഒന്നതായി പിന്നെ തിരിച്ചു വരുവാണല്ലോ. പിന്നെ ഇതൊരു 5-6 ദിവസത്തേക്ക് അവധി കിട്ടും വെള്ളം കയറി കിടക്കുമ്പോൾ. അപ്പൊ നമ്മുടെ വീടും പറമ്പും ഫുൾ വെള്ളത്തിലായിരിക്കും. അപ്പൊ നമ്മുടെ ചെമ്പുണ്ട്, നമുക്ക് കൃഷി ഉള്ളതുകൊണ്ട് നെല്ല് പുഴുങ്ങുന്ന വലിയ ചെമ്പുണ്ട്. അപ്പോൾ മറ്റേ വീശമാധവൻ്റെ അകത്ത് ഒരു പാട്ട് ദിലീപും അതുപോലെ അച്ഛനും ഈ മാങ്ങ വീർക്കാൻ പോകുമ്പോൾ ചെമ്പെടുത്ത് നമ്മൾ മുറ്റത്തിട്ടിട്ട് വെള്ളമുള്ള ചുറ്റും. അപ്പൊ ചെമ്പയിലാണ് പിന്നെ കണക്കുന്നത്. ഇതിന് ചെമ്പയെ തൊഴിഞ്ഞു പോയിട്ട് മാങ്ങ വീർക്കും. അടിപൊളി. അങ്ങനെ പാട്ട് പാടുമ്പോഴാണ് ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതരായി മാറുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞ അല്ലേ, അത് പക്ഷെ നല്ലൊരു മെമ്മറി ആയിരുന്നു. അച്ഛൻ വെള്ളത്തിൽ കൂടെ നടക്കും, എന്നിട്ട് നമ്മളെ ചെമ്പിനകത്ത് കാണത്തോ എന്തായാലും. അച്ഛന്റെ ഈ പക്ഷെ ചെമ്പ് പൊങ്ങി കിടക്കും. പൊങ്ങി കിടക്കും, പൊങ്ങി കിടക്കും. വെള്ളം കുറച്ചുണ്ടെങ്കിൽ മതി. നമ്മുടെ വീട്ടില സത്യം പറഞ്ഞാൽ അച്ഛന്റെ തുടവരെയൊക്കെ വെള്ളം കയറാറുണ്ട്. അത്ര ഹൈറ്റിലൊക്കെ വെള്ളം വരും. ഞാൻ നീന്തുകയൊക്കെ ചെയ്യായിരുന്നു മുറ്റത്ത്. അത്രയും വെള്ളമൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ. പ്രൈവറ്റ് പൂൾ. നമുക്കിത് മാന്നാർ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഈ സാധനം കിട്ടും, ബീയവരം കസിന്റെ വീട്ടിൽ പോകുമ്പോൾ ഈ സംഭവം കിട്ടും. എന്റെ വെള്ളം കയറുണ്ട്, ഞാൻ ചെമ്പ്. പിന്നെ അത് നമുക്ക് ഷോർട്സ് ആക്കി ഇടണം. നീ മറ്റേ വാഴത്തണ്ടോട്ട് നിൽക്കുന്ന ഒരു സാധനം കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് ഷോർട്സിൽ ഇടണം. അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, ഞാനും ചേച്ചി പോട്ടെ. സത്യം പറഞ്ഞ കൊലച്ച വാഴ വെട്ടിക്കഴിയുമ്പോൾ കുറെ ഒരു വാഴ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോൾ 3-4 കൊലയൊക്കെ ഒരുമിച്ച് വെട്ടുമ്പോൾ പിന്നെ പിണ്ടി അങ്ങനെ നിർത്തൂല്ലോ. നമ്മൾ ചിലപ്പോൾ പിണ്ടി തോരനൊക്കെ വെക്കണമെങ്കിൽ പിണ്ടി എടുക്കാതെ വെക്കും, അപ്പോൾ ഫ്രഷ് ആയിട്ട് അകത്ത് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള വാഴകൾ 4-5 വാഴയൊക്കെ വെട്ടിയിട്ടാണ് പിണ്ടി ചെങ്ങാടം ഉണ്ടാക്കുന്നത്. ഞാനും ചേച്ചിയും കൊണ്ട് ഒരു സച്ചം പുറത്ത് പോയപ്പോഴത്തേക്കും വിചാരിച്ച് നമുക്ക് ചെങ്ങാടം ഉണ്ടാക്കാം. കാരണം പണ്ട് കുടുംബത്ത് പോകുമ്പോൾ ചേട്ടൻ ഉണ്ടാക്കിയിട്ട് കയറ്റിയ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ അവർക്കാണല്ലോ എൻ്റെ ഓണർഷിപ്പ്. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ കയറ്റത്തുള്ളൂ. അത് നമുക്കിത് സ്വന്തമായിട്ട് വേണം, വെള്ളം എല്ലായിടത്തും കിടക്കുകയാണല്ലോ. ചെങ്ങാടം ഉണ്ടാക്കി. അങ്ങനെ ഞാനും ചേച്ചി കൊണ്ട് ഒരു ദിവസം ഇതുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കൊലയ്ക്കാറായ നല്ല കിടിലും വാഴകൾ ഒരു 5-6 വാഴയൊക്കെ വെട്ടി, എന്നിട്ട് അച്ഛൻ വരുമ്പോൾ നമ്മൾ കുറ്റിയൊക്കെ അടിച്ച് ചെങ്ങാടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കൃഷി നഷ്ടം എന്നൊക്കെ പറയുന്നല്ലേ. എന്നിട്ട് 2-3 മണിക്കൂർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിയുമ്പോഴാണ് സാധനം സെറ്റ് ചെയ്യുമ്പോൾ ഇത് പൊങ്ങി കിടക്കും. നമ്മൾ കയറി കഴിഞ്ഞ് പണ്ടാരം പൊങ്ങും. പിന്നെ സത്യം 2 ലെയർ ഒക്കെ ഉണ്ടാക്കണം, എന്നാലും മേളിൽ നമുക്ക്. പക്ഷെ ചെങ്ങാടം ഭയങ്കര അലമ്പ, കാരണം ഇതിനിടയിൽ കൂടെ വെള്ളം കയറി നമ്മളാകെ നനഞ്ഞ് വൃത്തിയിടാം. ബാക്കിയും വെട്ടിയപ്പോ 2 ലെയർ. പിന്നെ അച്ഛൻ വന്നപ്പോൾ അച്ഛന് ഇതിനൊക്കെ ഭയങ്കര കമ്പനിയാണ്. അച്ഛൻ പിന്നെ കൊള്ളാത്ത വാഴ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെലക്ട് ചെയ്ത് കുറച്ച് ഇല്ലില്ല, അച്ഛൻ വേറെ 3-4 വാഴയും കൂടെ വെട്ടിയിട്ട് നമ്മള് നമുക്ക് അടി കിട്ടുമായിരുന്നു. അടുത്ത ലെയർ സെറ്റ് ചെയ്ത് ചെങ്ങാടം ഉണ്ടാക്കി കളിക്കുക. ഇങ്ങനെ അച്ഛന് വാഴയോടാണ്. എന്റെ അച്ഛൻ കൃഷിക്കാരനാണ് ആദ്യം, അത് കഴിഞ്ഞേ ഫാദർ ഉള്ളൂ. പുള്ളി കൃഷിക്കാരൻ ഇവിടെ നിൽക്കും, ഫാദർ ഇവിടെ നിൽക്കും. അതുകൊണ്ട് കൃഷി എന്തെങ്കിലും പറ്റിയ പുള്ളി അടിക്കുമായിരുന്നു, നല്ല അടി കിട്ടുമായിരുന്നു. നമ്മുടെ ഈ മാവിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ കാറ്റും മഴയും നമുക്ക് വലിയ കളക്ഷൻ കിട്ടുന്നത് പോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. ഈ ഇങ്ങനത്തെ മാവിൻ്റെയൊക്കെ അറ്റത്താണ് മൊത്തം കിളിക്കുന്നത്. മാങ്ങ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അറ്റത്താണ്. അപ്പോൾ ഈ ഹെവി ട്രങ്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നു, മാവ് ഇങ്ങനെ കൂടാരം പോലെ നിൽക്കുന്നു. നമുക്കപ്പോൾ മാങ്ങ ഇങ്ങനെ വെളിയിൽ നിന്ന് കാണാം, ഈ കൂടാരത്തിൽ മാങ്ങ കാണാം. കുറച്ച് നാൾ കഴിയുമ്പോൾ വൺസിനെ വലിയ ഇത് കുലുക്കുന്ന പരിപാടിയുണ്ട്. താഴെ നിന്നല്ല, ഇതിൻ്റെ മുകളിൽ കയറി ബ്രാഞ്ചസ് കുലുക്കുക എന്നൊക്കെ പറയും. അപ്പം ഫാദർ കയറും, പുള്ളിക്കാരൻ വലിഞ്ഞു കയറും ഇതിനകത്തൊക്കെ. എന്നിട്ട് അപ്പം നമ്മളിങ്ങനെ എല്ലാവരും പാത്രങ്ങളായിട്ട് പല സൈഡിൽ വന്ന് നിൽക്കും. പുള്ളി ഇങ്ങനെ ഒരു സൈഡിൽ എല്ലാവരും അവിടെ മാറാൻ പറ്റും, അവിടെ ഇങ്ങനെ ചവിട്ടി കുലുക്കും. അപ്പോൾ പിന്നെ ആടിക്കുനി സാധനം വീഴും. അപ്പോൾ ഓടിപ്പോയി പറക്കുക കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്ത കുലുക്കും. അത് വൺസിനെ വയറുള്ള പരിപാടി. അതും കിട്ടുന്ന എക്സ്പീരിയൻസ്. എനിക്ക് ജന്മം ചെയ്താൽ മരം കയറാൻ പറ്റില്ല, എന്താണെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അകത്തി ഇടിക്കും. മരം എൻ്റെ കസിനൊക്കെ ഈ പേരയുടെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്, ആ ഉമ്മാടെ വീട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പുറകിലായിട്ട് ഒരു ചെറിയ പിച്ചുണ്ട്. നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത പിച്ചാണ്. വഴിയിൽ അവിടെയുള്ള എല്ലാ പിള്ളേരും കൂടെ വന്ന് ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം. ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു 6 അടിക്കുന്നു, ഓടയിൽ വീഴുന്നു, എല്ലാവരും ചെതറി ഓടുന്നു. അതിൻ്റെ ഈ സൈഡിലായിട്ട് പേരയുണ്ട്. പേര ഇങ്ങനെ വളഞ്ഞിരിക്കുക. ഇവനൊക്കെ നൈസായിട്ട് ഇങ്ങനെ ഇതിൽ അള്ളി പിടിച്ച് ഈ കുട്ടിക്കാർക്ക് കയറുന്ന പോലെ കയറും. എനിക്ക് ഇത്തിരി ആകുമ്പോഴത്തേനും അമ്മേ ഇടിക്കും. അന്ത ഏറ്റവും വലിയ അഡ്വഞ്ചറിലൊന്നും മരം കയറുന്നു. ആ മരം എത്ര ടഫാണോ അതനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന
എന്താ പറയുന്നത്, ആണത്തോ, അത് കയറുന്നവനാണ് സിംഗം ഇല്ലാടി. കാരണം ഭയങ്കര പാടാണ്, മരം കയറുന്ന ഭയങ്കര പാടാണ്. ഈ മാവില് ഞങ്ങളാരും കയറിയിട്ടില്ല, കാരണം അത്രയും ടഫായിട്ടുള്ള മരം അച്ഛന് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. നമുക്ക് കയറാൻ പറ്റുന്ന ചെറിയ പേര് അതിലൊക്കെ ഞാനും കേട്ടു. അപ്പൊ നമുക്കൊരു പറ്റുന്നു, പക്ഷെ അച്ഛൻ സമ്മതിക്കൂല. എന്നിട്ട് അച്ഛൻ ഇതുപോലെ മരത്തിന്, അപ്പൊ നമ്മുടെ വീടിനകത്തൂടെ തോട് പോലും, നമ്മുടെ പറമ്പിനകത്തൂടെ. അപ്പൊ അതിന്റെ സൈഡിലുള്ളൊരു ഇതുപോലെ മാവേലി കയറിയിട്ട് അച്ഛൻ ഏറ്റവും മേളത്തെ കൊമ്പേന്നൊക്കെ തോട്ടി പോയിട്ടുണ്ട്. ഞാനും ചേച്ചി അമ്മയും കൂടെ ഒക്കെ സൈഡിൽ നിന്ന് മുട്ടൻ ചിരിയാ. അപ്പൊ കുറച്ച് കഴിയുമ്പോ അച്ഛൻ ചെളിയായിട്ട് തോടിപ്പോഴും ഉണ്ട്. പിന്നെ വെള്ളമൊന്നും ഇല്ല, ഇപ്പൊ ഫുൾ ബ്ലോക്ക് ആയി വെള്ളമൊക്കെ. പക്ഷെ മാധവൻ അത് പറഞ്ഞപ്പോഴേ നീ പേരുടെ മണ്ട കയറിന്നിട്ട് ഭീഷണി മറക്കുമായിരുന്നു. അതായത് ഇവിടുന്ന് ഈ എന്റെ ഇപ്പോഴത്തെ ഹൈറ്റ് ഒക്കെ ഉള്ള കമ്പനി അതിന്റെ മണ്ട കയറിയിട്ട് ബിസ്ക്കറ്റ് മേടിക്കാൻ പോകണം, തന്നെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് UKG പഠിക്കുമ്പോ ഭീഷണിപ്പെടുത്തല്ലേ നമുക്ക്. പിന്നെ ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങി അമ്മ അപ്പ അടിക്കും, അതിലും ഭേദം മരിക്കുന്നതാ. അല്ല, നമുക്ക് തന്നെ പോകുന്ന വലിയ കാര്യം. നമ്മുടെ വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഈ ബൗണ്ടറി, വീടിന്റെ ബൗണ്ടറിയുടെ പുറത്തേക്ക് തന്നെ വിടുന്നത്, കൈ പിടിക്കാതെ നടക്കുന്നത്. അതൊക്കെ എന്തെങ്കിലും തന്നെ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്നതൊക്കെ ഭയങ്കര. കാരണം നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കേൾക്കും, ഞാൻ ചുമ്മാ കൂട്ടുകാരൊക്കെ വന്നിട്ടേ, എൻ്റെ ഒരു കൂട്ടുകാർ പണ്ട് പിള്ളേർ ഒരു കാര്യമില്ല തൊല്ലുമല്ലോ, എൻ്റെ വീട് ഞാൻ ഒറ്റ പോകുന്നത്, നമ്മളെ ചിലപ്പോൾ ഓട്ടോയ്ക്കൊക്കെ ആയിരിക്കും വിടുന്നത്. അപ്പോൾ അവൻ ചിലപ്പോൾ സൈക്കിളിനായിരിക്കും വരുന്നത്. അപ്പോൾ അവൻ ചിലപ്പോൾ, അല്ലെങ്കിൽ അവൻ ട്യൂഷന് സൈക്കിളിൽ പോണ കഥയൊക്കെ പറയും. അപ്പോൾ അവൻ തന്നെ പോകുന്നു, ഇവൻ ചിലപ്പോൾ വെറുതെ അടിച്ചു വിടുന്നതായിരിക്കും. അപ്പം നമ്മുടെ മനസ്സിൽ ഇവന് ഇത്രയും ഫ്രീഡം കിട്ടുന്നുണ്ടോ. അവൻ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ചങ്ങനാശ്ശേരി ബസ്സിൽ പോയി എന്നൊക്കെ പറയും. അപ്പം നമുക്ക് ചങ്ങനാശ്ശേരി ആ സമയത്ത് ആ ബസ് ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ ഇവൻ തന്നെ ഇത് ചെയ്യണു, അല്ലെ ഞാനാണ് എൻ്റെ വീട്ടിലോട്ട് സാധനം മേടിക്കാൻ പോകുന്നതെന്നൊക്കെ വെറുതെ തള്ളുന്നതായിരിക്കും. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ നമുക്കും ഇൻഡിപെൻഡൻ്റ് ആവണം, തന്നെ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ. എൻ്റെ അച്ഛൻ ഇതുവരെ എന്നെ അടിച്ചിട്ടില്ല ജീവിതത്തിൽ. അതിന്റെ കുറവുണ്ട്. അപ്പൊ എന്നെയും ചേച്ചി, അപ്പൊ ചേച്ചി ഒരു ദിവസം എന്തോ ഭയങ്കര വേളി കാണിച്ചിട്ട് അച്ഛൻ കൊലാഞ്ഞിലിന് അടിച്ചിട്ടുണ്ട്. മറ്റേ കൊലാഞ്ഞിൽ അറിയത്തില്ല, മറ്റേ തെങ്ങിന്റെ മോഡലല്ല, മറ്റേ സാധനം തേങ്ങ കായ്ക്കുന്ന ആ പഞ്ചോ സാധനം, അതിന്റെ തേങ്ങ മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഉണങ്ങിയത്, അത് ശരിക്കും കൊലയാ നമ്മൾ വെക്കുന്നത്, പൂക്കൊല വെക്കുന്നത്. പക്ഷെ ഇതിന്റെ ഉണങ്ങിയ സാധനം ക്ലാഞ്ഞിൽ അത് വെച്ച് വീശി അടിച്ചിട്ടുണ്ട്. അത് ഒറ്റ തവണ അടിച്ചിട്ടില്ല, അതെന്തോ അതുപോലെ പറപ്പ് കാണിച്ചിട്ടാ. ഈ കടയിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയ ദിവസമാണ് അച്ഛൻ ആദ്യമായിട്ട് എൻ്റെ അടുക്ക് അത്രയും വയലന്റ് ആണ്. ഞാൻ കുറേ നേരം കിടന്ന് ബിസ്ക്കറ്റ് മേടിക്കുക, അവിടുത്തെ കടയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ 3-4 വെറൈറ്റി ബിസ്ക്കറ്റ്, ഞാൻ വിറ്റോസിലാണ് ഇത് പറഞ്ഞത്, നമ്മൾ ആണല്ലേ. അവൻ 4 വെറൈറ്റി ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പോകണ്ടെന്നാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തോന്നില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ബിസ്ക്കറ്റല്ല, എനിക്ക് മറ്റേത് വെറും പിറപ്പ്. അത് തന്നെ അച്ഛൻ പറഞ്ഞു എന്നാ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച്. അപ്പം ഞാൻ അച്ഛനും എന്താ പറമ്പിൽ പണിയെടുത്തോണ്ടിരിക്കുക, അമ്മയെ സൈഡ് വെപ്പുണ്ട്, അമ്മ മൈൻഡേ ചെയ്യണല്ലോ. പക്ഷെ ഞാൻ കിടന്ന് നമ്മൾ ഈ വഴക്കുണ്ടാക്കുമ്പോൾ ഇവർ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നമുക്ക് വിഷമാവുന്നത്. കാരണം നമുക്കൊരു വിലയും തരുന്നില്ല എന്നുള്ളത്. ഞാൻ തന്നെ പോകുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ പൊക്കോ. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറയണം, അച്ഛൻ പോകണ്ടെന്ന് വഴക്കൊന്നും പറയത്തില്ല, പൊക്കോ പോയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ വന്നേക്കല്. ചിലപ്പോൾ പിള്ളേർ പറ്റുമ്പോഴത്തേക്കാർ പിടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ പോട്ടെ. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, പിന്നെ ഒറ്റയ്ക്ക് പോകണം ഈ പ്രായത്തിൽ. അപ്പോൾ അച്ഛൻ പറയും അവൻ പൊക്കോട്ടെ, കുഴപ്പമില്ല പൊക്കോട്ടെ, പോയിട്ട് ഏതെങ്കിലും വണ്ടി ഇടിക്കുമല്ലോ, ആരെങ്കിലും പിടിച്ചു. അവിടെയൊക്കെ മറ്റേ മാവേലി എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്, അവിടെ മാവേലി ഭാഗത്തൊക്കെ 3-4 മറ്റേ വലിയ പട്ടികളെ കഴിഞ്ഞ ദിവസമൊക്കെ ആരാണ്ടിട്ട് ഓടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വെറുതെ ഓരോ കഥയൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പോകണോ അങ്ങനെ പറഞ്ഞ് അച്ഛൻ പേടിപ്പിക്കാറുള്ളൂ, അല്ലാതെ ഡയറക്റ്റ് പോകണ്ടെന്ന് പറഞ്ഞ് വഴക്ക് പറയാറില്ല. പോയാൽ ഇങ്ങനെയുള്ള ടാസ്കുകൾ കിട്ടും, അത് എടുക്കാൻ റെഡിയാണോ എന്ന് ചോദിക്കും, അപ്പം തന്നെ വേണമെന്ന് പറയും. അപ്പം അന്ന് ഞാൻ പക്ഷേ അതിന് ലിമിറ്റിനപ്പുറത്തും വാശിയാണ്, എന്തോ എന്നാലും ഞാൻ പോകുന്നുള്ളത്. അപ്പം അച്ഛന് വിടാൻ പൈസ എടുത്തരാന്നൊക്കെ പറഞ്ഞ് വിളിച്ചകത്തോണ്ടിട്ട് താരി കസേര ഇരിക്കുക, ഇപ്പോൾ പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പോയിട്ടൊരു തോർത്തെടുത്തോണ്ട് വന്നിട്ട് എൻ്റെ രണ്ട് തോർത്തെടുത്തിട്ട് എൻ്റെ 2 കൈ കസേര കെട്ടിയിട്ടിട്ടാണ്. എന്ന് കെട്ടിയിട്ട് കുറേ പേര് അഴിച്ചു വിട്ടില്ല. അമ്മ വന്നാ വഴിക്ക് അമ്മയെ വിളിച്ചിട്ട് അമ്മ വന്നില്ല, കിടന്നോട്ടെ അച്ഛൻ കിട്ടിയിട്ട് ഞാൻ അഴിക്കത്തില്ല എന്ന് പറഞ്ഞ അമ്മ. അപ്പൊ നമ്മള് വിഷമം വന്ന് ഉണ്ടാരെടുക്കുക. ഇന്നാണ് ഇത് ഫേസ്ബുക്ക് ന്യൂസാ, അന്നത്തെ ലെവലിൽ മാറിയത്. ഏതെങ്കിലും പിള്ളേരെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും. പിന്നെ ഏതെങ്കിലും കണ്ടാലേ അഴിച്ചു വിടുന്ന വീഡിയോ എടുക്കും. കണ്ടോ ഗൈസ്, ഇത് കണ്ടോ ഗൈസ്, രാധാകൃഷ്ണൻ ഇതാണ് കണ്ണാടി കാലത്തിൽ രാധാകൃഷ്ണൻ ചെയ്യുന്നത്. കണ്ണാടി കവലയിലേക്ക് വരും. ഞാൻ ഇതുപോലെ വഴക്കുണ്ടാക്കിയിട്ടില്ല. സ്കൂളിൽ പോകുന്ന സമയത്ത് വെക്കേഷൻ അല്ല, അപ്പോൾ ചേട്ടൻ 2 വയസ്സ് മൂത്താണല്ലോ, അപ്പോൾ സെയിം സ്കൂളിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ UKG പഠിക്കുന്ന സമയത്ത് അമ്മ കൊണ്ടുവിടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ, LKG ആണോ UKG ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കൊണ്ടുവിടാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. ചേട്ടൻ കുറച്ച് മുന്നേ സ്പീഡിൽ നടന്നു പോകും, പുള്ളി വലുതാണല്ലോ. അപ്പോൾ പുള്ളി നടന്നു
അപ്പോൾ ഞാൻ എൻ്റെ കൈ പിടി ഞാൻ നടന്നോളാൻ തന്നെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റേഴ്സ് താഴെയുള്ളൂ ഈ പറയുന്ന സ്കൂളിലേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ കൈവിടുന്ന് ഞാൻ വിടാൻ നോക്കുന്നത്. പുള്ളിക്കാരിങ്ങനെ പിടിച്ചത്, കാരണം ഞങ്ങൾ ടൗണിന് നടുക്കാണ് താമസിക്കുന്നത്, സ്കൂൾ ടൗണിനകത്താണ്. അപ്പോൾ റോഡ് സൈഡിൽ തിരക്കുള്ള റോഡിൽ കൂടെ സൈഡിൽ ഓരം പിടിച്ച് പോവുക. അപ്പം ഞാൻ കൈവിടുന്ന് സമ്മതിക്കുന്നില്ല, പുള്ളിക്കാരെ പിടിച്ചേക്കുക. സ്കൂൾ വരെ ഞാൻ വാശി പിടിച്ച് നടന്നില്ല, സ്കൂളിൽ എത്താറായിട്ട് വിടുന്നില്ല. അവിടെ എത്താറായപ്പോൾ അർത്ഥം ഞാൻ സ്കൂളിൽ പോകത്തില്ല, എൻ്റെ കൈ വിടാൻ ഞാൻ സ്കൂളിൽ പോയി. ഞാൻ കരഞ്ഞിട്ട് എന്നെ വിടണം, എന്നെ കൈ നടക്കണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നടക്കാൻ സ്ഥലമില്ല, തിരിച്ചു പോകണം. എന്നിട്ട് അമ്മ എന്നെ കൊണ്ട് കരയത് എന്നെ കൊണ്ട് തിരിച്ച് കുറേ പുറകേക്ക് നടന്നിട്ട് കൈ വിട്ട് നടന്ന് കയറേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. അങ്ങനെയൊക്കെ ക്ലാസ് ഉണ്ട്. ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് സ്കൂളിൽ അമ്മ കുറച്ച് പുറകിലുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ല ഇതേട്ടോ. ഞാൻ LKG കുറേ നാൾ കരയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ UKG 1ാം ക്ലാസ്സൊക്കെ ക്ലാസ്സിന് പുറത്തിറങ്ങി വട്ടട ചോട്ടിലൊക്കെ പോയിരുന്ന കഥയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ക്ലാസ്സിനകത്തിരിക്കുന്നത് സ്കൂൾ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തായിരുന്നു വീട്, അതുകൊണ്ട് എനിക്ക് ലഞ്ച് തന്നു വിടത്തില്ല. ലഞ്ചും കൊണ്ട് അമ്മ വരും, അനാസിക്കായ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകും. എന്നിട്ട് അമ്മ എനിക്ക് ഭാര്യ തരും. ഞാൻ മാത്രം എല്ലാവരും കഴിക്കുമ്പോൾ ഞാൻ മാത്രം പുറത്തിറങ്ങി പോയിട്ട് അമ്മ എനിക്ക് ചോറും, അതിൻ്റെ പുറകെ വേറൊരു കാര്യമുണ്ട്, ദാരിദ്ര്യം പറയലെന്ന് പറഞ്ഞാൽ കറിയൊന്നും കാണത്തില്ല. അപ്പോൾ ക്ലാസ്സിനകത്ത് വെച്ചിട്ട് കൊണ്ടുവന്ന് കഴിക്കാനുള്ള സാധനം കാണത്തില്ല. അപ്പോൾ അമ്മ പുറത്ത് കൊണ്ടുവച്ചിട്ട് ഇത് വാരി, ചിലപ്പോൾ ചോറും ചമ്മന്തി മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ ഉരുട്ടി കഥയൊക്കെ പറഞ്ഞ് വാരി തരും. ഇപ്പോൾ ചെറിയ പാത്രത്തിൽ തീർന്നു കഴിഞ്ഞ് ഞാനിങ്ങനെ തക്കടിമിട്ടില്ല, എനിക്ക് ഭക്ഷണം വീക്കസാന്ന് പറയാം. തീർന്നു കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പാത്രം വടിച്ചിട്ട് ഇങ്ങനെ ലാസ്റ്റ് റൗണ്ട് ഇങ്ങനെ നമുക്ക് തന്നിട്ട് അമ്മയ്ക്ക് കുറച്ചുകൂടെ വേണോ? അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വേണം. ഏതാ വീട്ടിൽ ചെന്നില്ല, ഇച്ചിരി വെച്ചോ കുറച്ചുകൂടെ. അപ്പോൾ പിന്നെ വൈകിട്ട് അന്നും വയറ് അറിയാതെ നിന്ന് ഇപ്പോഴും അങ്ങനെ പഠിച്ചാൽ കഴിക്കാറില്ലേ? ഞാൻ കാണിച്ചോ പെട്ടെന്ന് പഠിച്ചത് മാധവ കുറച്ചുകൂടെ വേണോ? അല്ല, അന്ന് തൊട്ട് എൻ്റെ മനസ്സിനകത്ത് ചോറ് കിട്ടാതെ വിഷമിച്ച ഞാനിങ്ങനെ ഓവർ ഈറ്റിങ് തുടങ്ങിയത്. അങ്ങനെ ഷുഗർ, കൊളസ്ട്രോൾ, അത് സ്കൂളിൽ ഭയങ്കര ദൈവമേള ഇരുന്നുണ്ട്. നിനക്ക് പണ്ടേ തന്നിരുന്ന നീ 10 പഠിക്കുമ്പോഴേ മതി മരിച്ചേ. അറിയാവുന്നതാണ് നിനക്ക് കുറച്ച്. അയ്യോ, കമ്മിങ് ബാക്ക് ടു സമ്മർ വെക്കേഷൻ. നമ്മള് സമ്മർ വെക്കേഷൻ കഥ പറഞ്ഞിട്ടേ ഇല്ല. അല്ല, പറഞ്ഞു നമ്മളത് ബ്രാഞ്ചസിലേക്ക് കയറി. ഈ പറഞ്ഞ അഡ്വഞ്ചർ മരം കയറ്റമാണെന്ന് പറഞ്ഞല്ലോ. നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത മരങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. നമുക്ക് പറ്റുന്നത് ചാമ്പ, പേര, ജാതിക്ക, ഈ 3 മാത്രമേ ഞാൻ കോൺകർ ചെയ്തിട്ടുള്ളൂ. ഈ മാവുമരം നമുക്ക് ഒരു തൊടാൻ പറ്റാത്ത സാധനമാണ്. ഇപ്പം നമ്മുടെ ഈ പറയുന്ന റോഡ്, പത്തനംതിട്ടയിലെ മെയിൻ റോഡ് നിങ്ങൾ വന്നിട്ടുള്ളൂ. ആ മെയിൻ റോഡ്, താഴത്തെ മെയിൻ റോഡ്, അതിൻ്റെ താഴ്വശത്തായിരുന്നു പണ്ട് വീട്. നിങ്ങളിപ്പോൾ മുകളിലാണ് വരുന്നത്. കളക്ട്രേറ്റ് ഈ വശത്ത് മെയിൻ റോഡ്, ഇവിടെ പഴയ വീട്, ഇവിടെ ഓപ്പോസിറ്റ് കളക്ട്രേറ്റ് കറക്റ്റ്. അതാണ് ഇപ്പോൾ നമ്മുടെ ഈ സൈഡിലേക്ക് മാറി, കളക്ട്രേറ്റ് സൈഡിലേക്ക് മാറി. അപ്പോൾ ഈ കളക്ട്രേറ്റ് കോമ്പൗണ്ടിനകത്ത് ഞാവൽ മരമുണ്ട്. അതിങ്ങനെ കുത്തനെ അങ്ങ് കിടക്കുന്ന ഒരു മരമാണ്. ഇനിമിനി പോലത്തെ കായുക, അതാണ് ഏറ്റവും പറിക്കാൻ പാടുള്ളത്. മാങ്ങയൊക്കെ ആണെങ്കിൽ പിന്നെ വലുതായിട്ട് ഒഴി വെച്ചെറിയുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛന് ഈ പറിച്ച് തന്നില്ല നമ്മൾ ചെയ്യുന്ന ചെറിയ കഷ്ണം കമ്പും കല്ലും ഒക്കെ എടുത്ത് എറിയും. അപ്പോൾ അത് റോഡിലേക്ക് പോകുന്ന ടെൻഷൻ കൊണ്ട് വഴക്ക് പറയുമായിരുന്നു ഈ മാവ് എറിയുന്നതിനകത്ത്. അപ്പോൾ ഇത് കളക്ട്രേറ്റിനകത്ത് സൺഡേസിലും വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ കയറും ഞാവൽപ്പഴം പറിക്കാൻ. അത് വീണ ചത്ത് സാധനം, ആ ചെറിയ കായ കറുത്ത താഴെ അതിങ്ങനെ കിടക്കും, ഇങ്ങനെ അതായത് മെത്ത പോലെ കിടക്കും. നല്ല കളറാ, വയലറ്റ് കളറിൽ ഇങ്ങനെ പൊട്ടി കിടക്കും, എടുക്കാൻ പറ്റത്തില്ല. എന്നാലും ആരും കാണാൻ ചിലതൊക്കെ ഇങ്ങനെ 10 seconds അല്ല, അന്നൊക്കെ 2 days റൂളാ. 2 ദിവസം അത് കഴിച്ചാൽ വാ മൊത്തം പർപ്പിൾ കളറാകും. അപ്പോൾ നമുക്കിത് പറിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് ഈ പറഞ്ഞത് അത് കയറാൻ ആർക്കും പറ്റത്തില്ല. പിന്നെ വേറെ കോമ്പൗണ്ടിലാണ്ട് അച്ഛനും കയറാൻ പറ്റത്തില്ല. അവിടെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ പറിക്കുമ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയി മൂട്ടി പോയി വായി നോക്കി നിൽക്കുക, പെട്ടെന്ന് വീഴുന്നത്, നമ്മുടെ സ്പോട്ടിൽ കാണുന്നത് പറക്കുക എന്നുള്ള ഏറ്റവും വലിയ പരിപാടി. അതിന് തൊട്ടടുത്ത് തന്നെ സൈപ്രസ് മരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു കളക്ട്രേറ്റ് കോമ്പൗണ്ടിനകത്ത്. അതിൻ്റെ കായ് ഇതിൻ്റെ സിമിലർ ഒരു സാധനമാണ്, മഞ്ഞ കളർ. അതായത് അത് വീണ് പൊട്ടിയാൽ മഞ്ഞ കളർ, ഇത് പൊട്ടിയാൽ പർപ്പിൾ വയലറ്റ് കളർ വരും. അതിനകത്ത് കുറച്ചുകൂടെ വലിയൊരു കുരുവുണ്ട്. ആ കുരു ഉണങ്ങിക്കഴിഞ്ഞാൽ എന്ത് വലിയ ചെറിയ രസമുള്ള ഉരുട്ടി, നമുക്ക് ഉരുട്ടി കളിക്കാൻ പറ്റുന്ന രുദ്രാക്ഷമില്ലേ, 2 രുദ്രാക്ഷം ചേർത്ത് വെക്കുന്നത്. രുദ്രാക്ഷം മുറിച്ച കഷ്ണമായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റേ അത് ചെറിയ വണ്ടിയായിട്ട് ഉരുട്ടി കളിക്കും നിങ്ങള്? ഇല്ല, ചെറിയ ബോളല്ലേ, ചെറിയ ബോൾസ് പോലെ. അത് ഭയങ്കര രസമുള്ള, അത് കിടന്നുണങ്ങുന്ന പറക്കും നമ്മൾ എന്തെങ്കിലും ഉരുട്ടി കളിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വീട് മാറിയപ്പോൾ ഉള്ള സ്ഥലത്ത് ഒരു പേരമരം, ഒരു ചാമ്പയ്ക്ക മരം, ജാതിക്ക മരം നമുക്ക് കോൺകർ ചെയ്യാൻ പറ്റുന്ന ലെവലുള്ള, അതിൽ കയറി പറിച്ച് ഈ സാധനങ്ങൾ ബൾക്കായിട്ട് കൂട്ടുക, ഇത് പല ഫോമിലേക്ക് മാറ്റുക, ഉപ്പിലിടുക. നമുക്കങ്ങനെ നമുക്ക് ജാതിമരം കോൺകർ ചെയ്യുന്ന
ഏറ്റവും വലിയ ടാസ്ക്, ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ടാസ്ക് ജാതിമരം കോൺകർ ചെയ്ത്. അങ്ങനെ ജാതിമരം കുറച്ചുകൂടെ വലിയ മരമാണ്, അതിനകത്ത് കയറി പാടായിരുന്നു. അത് കയറുമ്പോഴും ഈ പറഞ്ഞ നെഞ്ചിടിപ്പുണ്ടായിരുന്നു, റിസ്ക് എടുക്കുന്ന അറിയാം. എന്നാലും നമ്മുടെ അഭിമാനം, ഗ്രൂപ്പിനകത്ത് അഭിമാനം പിടിക്കാൻ മനസ്സിലെ ജാതി ചിന്തകൾ ഇതൊക്കെയാണ്. ഞാൻ അന്ന് ജാതി ചിന്തകളെ മറികടന്നവനാണ്. ഈ ജാതിക്ക പറിച്ചിട്ട് കൊണ്ടുവന്ന് അച്ചാറിടുമായിരുന്നു, വീട്ടിൽ കൊണ്ടുവന്ന് ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് അച്ചാറിട്ട്. പിന്നെ ഒരു പൊട്ട് മുളക്, ഉണ്ടമുളക് ഭയങ്കര എരിവാ, കരണം പൊട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിച്ചാൽ നമ്മുടെ ഇത് പൊട്ടിപ്പോകും, അത്ര എരിവുള്ള മരം. അപ്പോൾ അത് അരിഞ്ഞ് കഷ്ണങ്ങളാക്കും, ഈ ജാതി കഷ്ണങ്ങളാക്കും, ഉപ്പ് ഇട്ട് ഇതിട്ട് ഇളക്കും. ഈ ജാതിക്കൊരു ഗ്യാസിൻ്റെ പുളിയാണ് എന്ന് വെച്ചാൽ അതിനൊരു ഇത്തിരി മറ്റേ സ്പൈസി ടേസ്റ്റ് ഉണ്ടല്ലോ. ശരിക്കും ജാതിപത്രിയൊക്കെ പ്രോപ്പർ സ്പൈസ്, ജാതിക്കായ തൊണ്ടിന് ഒരു ചെറിയ സ്പൈസി ടേസ്റ്റ് ഉണ്ട്. അതായത് പുളി, മാങ്ങയുടെ പുളി പോലെ അല്ല, അതിന് ഒരു ഇത്തിരി ഗ്യാസ് പോലെയാണ്. അപ്പോൾ അതും മുളകും ഇതുകൂടെ ചേരുമ്പോഴത്തേക്ക് ഇങ്ങനെ എരിഞ്ഞ് കയറി മേളിൽ നിന്ന് താഴെ ജാതിക്ക പറിച്ച് കൂട്ടിയത്, ചാമ്പയ്ക്ക പറിച്ച് കൂട്ടിയതും, പേരയ്ക്ക പറിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കശുമാങ്ങ. ഓക്കെ, അപ്പോൾ ഉമ്മാന്റെ വീട്ടിൽ പോകുമ്പോൾ അന്ന് എൻ്റെ ചേട്ടൻ ഉമ്മുമ്മാക്ക് ഒരു കമ്പനിക്ക് അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവനാണ് അവിടുത്തെ ഈ പറമ്പിൽ ആദായം എടുക്കുന്ന ആള്. അവന് സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ ഈ രാവിലെ എണീറ്റ് ഇവൻ ആദ്യം തന്നെ ഒരു ബക്കറ്റ് കൊണ്ട് പറങ്ങി വാങ്ങ എടുക്കാൻ പോകും. അതാണ് ഇവൻ. അപ്പോൾ എൻ്റെ കസിൻ ബ്രദർ അവിടെ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ മെയിൻ അസിസ്റ്റന്റ് അവനാ. ഇവർ രണ്ടുപേരും നടന്നാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഞാനും കൂടെ ചെല്ലുമ്പോൾ പിന്നെ നമ്മൾ ടീമായി. ഇതുപോലെ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ കസിൻസ് വരും. അപ്പോൾ നമ്മളൊരു കുട്ടി പട്ടാള ടീമാണ്, ഇവൻ്റെ പണിക്കാരാണ് നമ്മൾ. എന്നിട്ട് രാവിലെ തന്നെ എണീറ്റ് ആദ്യം ഇപ്പോൾ സമ്മർ ആയിക്കോട്ടെ വിൻ്റർ വെക്കേഷൻ ആയിക്കോട്ടെ അവർ വരുമ്പോൾ നമ്മളുടെ ഒരു ചടങ്ങാണ്, നമ്മൾ തീ കായ എന്ന് പറഞ്ഞിട്ട് പറമ്പിലൊരു തേക്കുണ്ട്, അതിന് എപ്പോഴും ഇങ്ങനെ ഇല പൊഴിഞ്ഞ് അതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ രാവിലെ 5 മണിക്കൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും എണീറ്റ് പോയിട്ട് ഇതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കത്തിച്ച് തീ കായ. ഇതൊരു ചടങ്ങാണ്. വീട്ടുകാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭ്രാന്ത് കഴിക്കാൻ തോന്നുന്നില്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ടാ ഈ പറമ്പിൽ പോയിട്ട് ഈ കശുമാങ്ങ ഇവൻ പറയും ഓക്കെ എല്ലാവരും കൂടെ ഇവിടെ കശുമാങ്ങ കൂട്ടും. എന്നിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നടന്നിട്ട് കശുമാങ്ങയെല്ലാം കൂട്ടി വെക്കും. എന്നിട്ട് പിന്നെ അടുത്ത പ്രോസസ്സർ എല്ലാം ഇരിഞ്ഞിരിഞ്ഞ് ഇതിനകത്തിടും. എന്നിട്ട് അപ്പുറത്തെ ചെറിയൊരു ടൗൺ ഉണ്ട്, അങ്ങോട്ടേക്ക് എല്ലാവരും ഒരു ജാഥ പോലെ നടന്നു പോയിട്ട് ഇത് വിൽക്കുന്നു, അണ്ടി വിൽക്കുന്നു. മറ്റേ തോടോടെ വിൽക്കും. അപ്പൊ ഇങ്ങനെ ആ സ്കെയിലിൽ, ആ ചുമന്ന ഒരു സ്കെയിൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉള്ള അതിന്റെ മേളിൽ വെക്കുമ്പോ നമ്മളിങ്ങനെ ഈ വെയിറ്റിന്റെ കട്ടയൊക്കെ വെക്കില്ലേ, അതൊക്കെ ഒരു പ്രതീക്ഷയാണ്. ഓ ഇതൊരു 10-12 കിലോ ഈ ഒരു സാധനം നീക്കുമ്പോഴേ അപ്പൊ അല്ലെ ഇത് പോരാ, വേറെ കട്ടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിലൊരു കട്ടയൊക്കെ വെക്കുമ്പോ ഇങ്ങനെ അടിപൊളി, അങ്ങനെ പ്രതീക്ഷ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ വെയ് മെഷീൻ നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റുന്ന ലെവലുള്ള വലിയ പ്ലാറ്റ്ഫോം വെയ്, അതെന്ന് പറയുമ്പോ അവര് 10 കിലോയുള്ള അതിനകത്ത്. പക്ഷേ സ്കെയിൽ ഇങ്ങനെ 110 അതിനകത്ത് നമ്മൾ 100 ഗ്രാമിന്റെ സാധനം അതിന്റെ തൂക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് 10+ ആവും. പിന്നെ 200 ഗ്രാംസിന്റെ ഒരു കട്ട വെച്ച് ഇത് 20+ ആവും. അങ്ങനെ അപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞാല് കാര്യപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്കെയിലാണ്. അതിന്റെ ഇടയിലാണ് നമ്മുടെ കൊച്ചണ്ടികൾ ഇത് വെച്ച് അതൊന്നും എന്തെങ്കിലും ഒരു കാശ് കിട്ടും. എന്നിട്ട് പിന്നെ ഇവൻ നമ്മളെല്ലാരും കൂടെ കൊണ്ടുപോയിട്ട് ചെറിയ ടൗണിലെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പൊറോട്ടയും ബീഫും നല്ല രസമായിരുന്നു. മാന്നാർ അമ്മയുടെ വീട് പഴയ വീട്, L-ഷേപ്പ് വീടാണ് നമ്മുടേത്. അപ്പോൾ അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്. കുട്ടനാടിന്റെ സെയിം സെറ്റപ്പാണ്, പക്ഷെ കുട്ടനാടല്ല, മാന്നാറാണ്, പരിമല അടുത്താണ്. ഒരു L-ഷേപ്പ് വീടിന് നല്ല വസ്തു ഉണ്ടായിരുന്നു അവിടെ. ചുറ്റുപാട്ടും നമുക്ക് ഓടിക്കളിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആകെ കളിച്ചിട്ടുള്ളത് കസിൻസുമായിട്ട് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ വെക്കേഷൻ സമയത്ത്. അപ്പം ഈ ബാക്ക് സൈഡിൽ 2-3 പറങ്ങിമാവുണ്ട്. ഒരു പറങ്ങിമാവ് മഞ്ഞ കളർ. അമ്മയുടെ വീട്ടിൽ പറങ്ങിമാണ്, എന്റെ വീട്ടിൽ അമ്മയുടെ വീട്ടിലുണ്ട്. നിന്റെ അമ്മയുടെ വീട് എവിടാ? വീടിനടുത്ത്. അതൊന്നും അറിയില്ല. നിന്റെ അമ്മയുടെ വീട് എവിടാ? അത് പിൽക്കാരുടെ അമ്മയുടെ വീടിനടുത്ത് 10 കിലോമീറ്റർ ചേർത്തേരി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പറങ്ങിമാവ് മഞ്ഞ കളറിലാണ് കഴിക്കുന്നത്, മറ്റേത് റോസ് ഓറഞ്ച് കളറിലാണ്. ഈ മഞ്ഞ ഇങ്ങനെ കൊടുവനായിട്ടായി ഇങ്ങനെയാ വരുന്നത്, മറ്റേത് സ്ലിം ആയിട്ട് അതിലാണ് വരുന്നത്. ഇപ്പം രണ്ടിനകത്ത് അണ്ടി ആണില്ലാതെ തെണ്ടികൾ. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടി ഇവിടെ നാട്ടിലാണെങ്കിൽ വെക്കേഷൻ ഈ മാങ്ങ പറക്കുന്നതാണെങ്കിൽ, മറ്റിടത്ത് ഈ പറയുന്ന കശുമാങ്ങ പറക്കുന്ന. കശുമാവ് വലിയ മാവാണ്, കയറാൻ ആർക്കും താല്പര്യമുള്ള സാധനം. കാരണം ഇതിൻ്റെ തടിക്ക് എത്ര പവർ പോരാ, നമ്മളെ പേടിപ്പിക്കുക, കയറാൻ ഇത് ഒടിഞ്ഞു വീഴുമെന്ന് പറയാം. കുറച്ച് വലിയ മാവാണ്. അവിടെയും ഇപ്പം തോട്ടിയിട്ട് ഉലുത്തലും താഴെ വീഴുന്ന എടുക്കലുള്ളൂ. ഇത് പിന്നെ വീണ വലിയ പരിക്ക് പറ്റത്തില്ല, കാരണം അവിടുത്തെ മണൽ പൂഴി മണലാണ്. അപ്പം വലിയ പരിക്ക് പറ്റാതെ കുറേ സാധനം കിട്ടും. അപ്പം നല്ല സാധനം കിട്ടിയ ലാഭമോ പോയി രാവിലെ പറക്കണം. അപ്പോൾ അവിടുത്തെ രാവിലത്തെ പരിപാടി നമ്മൾ പറക്കും.
കശുമാങ്ങ എടുത്തിട്ട് അണ്ടി നമ്മൾ പിരിച്ചെടുത്തിട്ട് പാത്രത്തിലാക്കി ഉമ്മാടെ കൊടുക്കും. ഉമ്മാടെ ഉമ്മയ്ക്ക് ഈ അലൂമിനിയം ബക്കറ്റ് ഉണ്ട്, നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യും. ഓരോ ദിവസം കിട്ടുന്നത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. ഈ കശുമാങ്ങ നമ്മൾ പച്ചക്ക് കഴിക്കും, മുറിച്ച് ഉപ്പും മറ്റേ ചെറിയ പുളിയും മധുരവും എരിവൊക്കെ ഇട്ടിട്ട് പറഞ്ഞിട്ട് നമ്മുടെ അങ്ങോട്ട് പറയും. അത് ഈ സാധനത്തിൽ ഉണ്ടാക്കുന്നതാണോ പറങ്ങി മാങ്ങയുടെ? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡൈജഷന് വേണ്ടിയാണ്. കടിച്ച ഒരു ക്യാൻഡി അത് തന്നില്ല, ഞാൻ അത് കേട്ടിട്ടില്ല. നമ്മളിത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പച്ചക്ക് കഴിക്കും, പഴുത്ത ചവർപ്പില്ലേ, ആ ഒരു ചവർപ്പുണ്ട്. പക്ഷെ രസം ടേസ്റ്റ് ഉണ്ട്. നമുക്കന്ന് പിന്നെ എന്ത് കിട്ടിയാലും തിന്നാവളം, എന്ത് കിട്ടിയാലും ആരെങ്കിലും തിന്നാവളം എന്ത് വയലിട്ടാലും തിന്നൊരു പ്രായമായിരുന്നു അത്. അപ്പൊ ഇതാണ് വിശപ്പാടാ, അന്ന് എനിക്ക് വിശപ്പാ, ആ പ്രായത്തിൽ ഭയങ്കര വിശപ്പാ. അപ്പൊ ഏതിലാണ് തൊണ്ടി മുതൽ ഈ പ്രായത്തിൽ പിള്ളേർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അത് ഭയങ്കര സീനാ, അടിപൊളി സീനാ ഉള്ളത്. നമുക്ക് ഇങ്ങനെ ഭയങ്കര വിശപ്പാ. അപ്പൊ ഈ പറങ്ങി കശുമാ തിന്നും, ചുമ്മാ തിന്നാൻ തീരാത്തുണ്ട്. അപ്പൊ ഇത് മുറിക്കും, ഉപ്പും മുളകും ഇട്ട് അത് കഴിക്കും. എന്നിട്ട് ഇത് മാറ്റി കൊണ്ടുവച്ചിട്ട് ഇത് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ഒരു ചാറ് വെച്ചിട്ട് ഒരു ചെറിയ വൈൻ പോലെ സാധനം ഡൈജഷന് വേണ്ടിയാണ് പറയപ്പെടുന്നത്. ഇതുണ്ടാക്കും, ഇതും കുടിക്കും. ഇങ്ങനെ 3 രീതി ഇതിനെ മാറ്റും നമ്മൾ. അത് തന്നെ, പക്ഷെ ഇച്ചിരി ഒഴിച്ചു ചേർത്തുള്ളൂ. കശുമാങ്ങ വെച്ചാൽ അതിന്റെ പേര് ഞാൻ പറഞ്ഞത് ഉണ്ടാക്കി വെക്കും. അവിടെ ഉമ്മ ഉണ്ടാക്കി തരും. സാധനമൊക്കെ ഉണ്ടാക്കി കുപ്പിയിലാക്കി വെച്ചേക്കുന്നത്, വാറ്റ് പോലുള്ളൊരു കുപ്പിയിലാക്കി വെച്ചേക്കും. എന്നിട്ട് അത് കുടിക്കാൻ ഭയങ്കര കട്ടിയാണ്, നമുക്ക് ഇറങ്ങത്തില്ല. അപ്പൊ എല്ലാവർക്കും ഇച്ചിരി ദഹനത്തിന്, പക്ഷെ ദഹനത്തിന് നല്ലതായത്. അപ്പോൾ പിള്ളേരെല്ലാം വെക്കേഷന് പിള്ളേർക്ക് ദഹനത്തിന് കഴിഞ്ഞ സമയത്ത് ഉണ്ടാക്കി വെച്ച സാധനം വാറ്റി തിളപ്പി സെറ്റാക്കി വെച്ചത് തരും. നമ്മളിത് ഓരോന്ന് അടിച്ചിട്ട് സെറ്റായിട്ട് ഇരിക്കും. പിന്നെ ഇടയ്ക്ക് മൂക്കുമ്പോൾ നമ്മൾ വൈകിട്ട് ഇച്ചിരി കഴിച്ച് എനിക്ക് ചെറിയ വയറുവേദനയുണ്ട് എന്ന് പറഞ്ഞ് ഒഴിച്ച് വാങ്ങിച്ച് കുടിക്കും, സെറ്റാണ്. എല്ലാവരും കുടിക്കും. എല്ലാവരും ഞാൻ പണ്ട് വീട്ടിൽ നിന്ന് അരിഷ്ടം മേടിച്ച് കുടിച്ച് കിളിയായിട്ട് മൂലരിഷ്ടമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നമ്മുടെ മനസ്സിങ്ങനെ ഒരു തരിപ്പുണ്ട് ഇച്ചിരി കൂടെ. അപ്പൊ ഈ എൽ ഷേപ്പിന്റെ താഴത്തെ ബോർഡറിലാണ് അടുക്കള ഭാഗം. അപ്പൊ അവിടെയാണ് ഈ അലൂമിനിയം ബക്കറ്റിനകത്ത് പാതകം എന്ന് പറയും. അടുപ്പിന്റെ താഴ്ഭാഗത്താണ് പുള്ളിക്കാരി ഇത് എടുത്ത് വെക്കുന്നത്, ഈ ബക്കറ്റിനകത്ത്. അപ്പോൾ ഒരു ബക്കറ്റൊക്കെ നിറയാറാകുമ്പോൾ, ചെറിയ ബക്കറ്റ് നിറയാറാകുമ്പോഴത്തേക്ക് വൈകുന്നേരം നമ്മളിത് പല ദിവസങ്ങൾ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഈ പറഞ്ഞ കരിയിലേക്ക് അടിച്ചു കൂട്ടാൻ പറയും. ഇപ്പം നമ്മൾ കളിച്ചു കഴിഞ്ഞ് കരിയിലേക്ക് അടിച്ചു കൂട്ടി പറമ്പിൻ്റെ ബാക്ക് സൈഡിൽ കരിയിലേക്ക് അടിച്ചു കൂട്ടിയിട്ട് കത്തിക്കുന്നതിനകത്തോട്ട് ഈ ബക്കറ്റിനകത്ത് ഇത് മൊത്തം കുടഞ്ഞിടും അതിനകത്ത്. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഓലയൊക്കെ ഇട്ട് കൊടുത്ത് ഇത് ഇളക്കി കൊടുത്ത് ഒരു വിധം ആക്കുമ്പോൾ തീ കെടുത്തും. എന്നിട്ട് ഉമ്മ തല്ലിപ്പൊട്ടിച്ചിട്ട് ഈ നട്ട്സ് നമുക്ക് എല്ലാവർക്കും എണ്ണി പറക്കി തരും. ചെറുപ്പ പിള്ളേർ നിൽക്കും ഭയങ്കര ചുറ്റും, കസിൻസ് എല്ലാം കൂടെ എല്ലാവർക്കും 10, 12 വെച്ച് ഇങ്ങനെ എണ്ണി കൈ കൊടുക്കും. എന്നിട്ട് ഈ ബാക്കി വരുന്നത് മാമന്മാർക്ക് അങ്ങനെ കൊണ്ടുപോകാൻ അവിടെ കൊടുക്കാൻ വേണ്ടി എടുത്ത് വെക്കും. അത്രയൊക്കെ കിട്ടും. അത് ഇഷ്ടം പോലെ ഈലുള്ള സാധനമായിരുന്നു. പിന്നെ ചില സമയത്ത് ഇത് പച്ചക്ക് എടുക്കും. അതായത് ഈ പറങ്ങേണ്ടി നമ്മൾ ഈ വെളുത്ത് വീഴുന്ന സാധനം ഉണങ്ങിയ അണ്ടി പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഇതിനൊരു പച്ച വേർഷനുണ്ട്. ഈ പച്ച വേർഷനിൽ ഇതെടുത്ത് കഴിഞ്ഞാൽ കറി വെക്കാൻ പറ്റും. അതായത് ഈ ഭയങ്കര ഇതിൻ്റെ ഈ തൊണ്ട് തിക്നെസ് പോലും കാണാത്ത സമയത്ത് അത് മുറിച്ച് കഴിഞ്ഞാൽ അതിനകത്തെ നട്ട്സ് എടുത്തിട്ട് കറി വയ്ക്കും. പറങ്ങേണ്ടി കറി വയ്ക്കും, തേങ്ങ ഒഴിച്ച് കറിക്കും. ഭയങ്കര ടേസ്റ്റ്, കിടിലൻ ടേസ്റ്റാണ്. അതൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ മാവ് ഉണ്ടെങ്കിലേ പറ്റും, കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പുള്ളിക്കാരി വേറെ ഇത് ചൂടാതെ വേറൊരു പരിപാടി. നമ്മൾ ഈ പറക്കി വെച്ചിരിക്കുന്ന ബക്കറ്റിൽ ഒരുപാട് നിറയുമ്പോൾ കുറച്ച് ചുട്ട് കഴിഞ്ഞാൽ ചൂടാത്തൊരു സാധനമുണ്ട്, അത് എടുത്തിട്ട് മുറിക്കും. അത് മുറിക്കുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. കാരണം ഇതിനകത്തുനിന്ന് എണ്ണ ഒരു കറ ഇറങ്ങും, അത് കൈ പൊട്ടും. പുള്ളിക്കാരുടെ കൈയൊക്കെ നമ്മളെ തീറ്റിച്ച് ഒരു 2 മാസം വെക്കേഷൻ കഴിഞ്ഞ് പുള്ളിക്കാരുടെ കൈയൊക്കെ പൊട്ടും. പുള്ളിക്കാരി അത് മുറിച്ചിട്ട് അതിനകത്ത് സാധനം എടുത്ത് എണ്ണയെ വറക്കും. ഈ സാധനം എണ്ണ വറക്കും. അപ്പോൾ അത് വേറെ ടേസ്റ്റ്. അങ്ങനെ പല ഫോർമാറ്റിൽ ഇതിനെ എൻജോയ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ വെക്കേഷൻ. നമ്മളിതിൽ ആഞ്ഞിലിച്ചക്കയുടെ കുരു എടുത്തിട്ട് വറുത്ത് കഴിക്കായിരുന്നു. ആഞ്ഞിലിച്ചക്കയുടെ കുരു വറുത്ത് കഴിക്കാൻ ഒരു മഞ്ഞ കളർ ചെറിയ ചക്കയില്ലേ, വലിയ മരത്തിൽ ചെറിയ ചക്കയുടെ ചെറിയ ഫോർമാറ്റ്. അതിന് വേറെന്താ പേരുണ്ട്. ആഞ്ഞിലിച്ചക്ക ഞങ്ങളുടെ ഇരിക്കുന്ന ചക്കയാണോ അകത്ത്? ചെറിയ അല്ലിയ, നമ്മുടെ വലിയ ചക്കയുടെ സെയിം ഫോർമാറ്റിൽ അകത്ത് കൂഞ്ഞിയുണ്ട്, ചെറിയ ചെറിയ ചുളകളുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ മരമാണ്, കയറി പറിക്കണം, ഇത് നിലത്ത് ഇവിടെ ചെതറിപ്പോവും. നല്ല ടേസ്റ്റ്. അഞ്ഞിൽച്ചക്ക ലുലുവിൽ കഴിഞ്ഞ ദിവസം ഇരിക്കുന്നുണ്ടായിരുന്നു, 350 രൂപ കിലോ. ഇത് നമ്മളിതുപോലെ ദാരിദ്ര്യത്തിൽ ഒരു ദിവസം വേറെ അങ്ങനെ സ്നാക്സ് ഒന്നും ഇല്ല. അപ്പൊ ചേച്ചി പറഞ്ഞു ഈ സാധനത്തിന്റെ കുരു പറക്കാൻ പല മനുഷ്യന്മാരൊക്കെ അല്ല അങ്ങനെയുള്ളതാ. എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പൊ ചേച്ചി ചുമ്മാ നമ്മളെ കുറെ ട്രിക്ക് ചെയ്യണ സാധനങ്ങളും ഉണ്ട്. അതുപോലെ ഇവിടെ വല്ലതും പറയണാണെങ്കിൽ ഇത് വല്ലതും കഴിച്ചാൽ പിന്നെ പറഞ്ഞത് വിശപ്പാണല്ലോ, പിന്നെ എന്നാ ഉണ്ടാക്കി കഴിച്ചു. പക്ഷെ എനിക്ക് സീരിയസ്ലി പറഞ്ഞു വന്നപ്പോൾ ഈ നമ്മൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ നമ്മളങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കൽ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ചേച്ചി
വീട്ടിലന്ന് മറ്റേ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ചാക്കരി ഉണ്ട്. ചാക്കരി അറിയത്തില്ല, ചാക്കരി ചെറിയൊരു ബിരിയാണി ചെറിയ വേസന. അപ്പൊ ചാക്കരി എളുപ്പം വേവും. അപ്പൊ വീട്ടിൽ ഇതുപോലെ പയറും കൃഷിയുള്ളതുകൊണ്ട് പറമ്പിൽ മറ്റേ പച്ചക്കറി കൃഷിയുണ്ട്. അപ്പൊ വീട്ടില് പയറ്, ചിലപ്പോൾ കിഴങ്ങൊക്കെ ഇടും. കിഴങ്ങൊന്നും ബിരിയാണി ഇടുമല്ലോ, ഉള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ചേച്ചി ഒരു ബിരിയാണി വെക്കും. പക്ഷെ ഭയങ്കര കിടിലും ടേസ്റ്റ് ആണ് അതിന്. ഇടയ്ക്ക് ഒരു വീഡിയോ വൈറലായിരുന്നു. വെക്കേഷൻ ലോക്ക്ഡൗൺ സമയത്ത് ഈ ചാക്കരി ഇതൊക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനം എല്ലാവർക്കും കൊടുക്കുന്ന കിറ്റ് പോലെ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കും ആൾക്കാർ, വെജ് ബിരിയാണി ഉണ്ടാക്കും. അന്ന് പിന്നെ പുറത്തങ്ങനെ സാധനം, പക്ഷെ ആ റൈസ് നല്ല രസമാണ്. ഫിക്സ് എന്നുവെച്ചാൽ മസാലയൊക്കെ ഫിക്സ് ചെയ്ത് ക്വാളിറ്റി വരുന്ന സാധനം, ഭയങ്കര മൊത്തം ചെള്ളും ഒരു പുഴുക്കമാണോ ഒക്കെ വൃത്തിയാക്കി എടുത്തത് നല്ല ടേസ്റ്റാണ്. പക്ഷെ അല്ല, വെക്കേഷൻ ശരിക്കും 2 മാസം എന്ത് ചെയ്തതെന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. 2 മാസം ശരിക്കും വെറുതെ വേസ്റ്റേജ് ഓഫ് ടൈം ആയിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വെക്കേഷൻ്റെ കോൺസെപ്റ്റ് 10 മാസത്തോളം വർക്ക് ചെയ്ത ബ്രെയിനിനെ റിഫ്രഷ് ആവാനും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണ് ശരിക്കും വെക്കേഷൻ. വെക്കേഷൻ സമയത്ത് അതോ ചൂട് കൊണ്ട് ട്യൂഷൻ കൊടുക്കുക, അല്ല ഇവിടുത്തെ റീസൺ അത് കൊടുക്കാനുള്ള സ്പേസിലുള്ള കാരണം അത് എവിടെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതാണ്. ഇപ്പം ചിലത് സമ്മർ വെക്കേഷൻ ആയിരിക്കത്തില്ലല്ലോ, തണുപ്പുള്ള സമയത്തായിരിക്കും. ശരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സ്ഥലത്ത് അവിടുന്ന് ബ്രേക്ക് വേണം. ഒന്നഴിച്ച് ബ്രെയിനിനെ കുടഞ്ഞ് സെറ്റാക്കി റിഫ്രഷ് ചെയ്ത് എടുക്കാനുള്ള സാധനം എടുത്ത് കളയാനുള്ള സാധനങ്ങളാണ്. അതിന് വേണ്ടിയാണ് വെക്കേഷൻ സമയത്ത് ട്യൂഷൻ വെക്കുന്ന പോലുള്ളൊരു പരിപാടി. അത് പ്രത്യേകിച്ച് 10ാം ക്ലാസ് വരെയുള്ള സമയത്ത്, 10ാം ക്ലാസ് +2 വരെ എന്തിനാ ട്യൂഷനൊക്കെ, ഞാൻ ട്യൂഷന് ശക്തമായിട്ട് എതിർക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഏത് ക്ലാസ്സിലായിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ഒരു ഹൈസ്കൂൾ തൊട്ടൊക്കെ തന്നെ പിള്ളേരെ എൻട്രൻസ് കോച്ചിങ് ഞാൻ ഒരു കസിന്റെ വീട്ടിൽ പോയപ്പം ഇവര് ഒരേ സമയത്ത് വീട്ടുകാർ പറയണ വിഷമം ഇവർക്ക് വെക്കേഷനായിട്ടും പിള്ളേരെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർ തന്നെ കൊണ്ട് ചേർത്തേക്കണ സ്ഥലമാണ് +1 +2 കൂടെ തന്നെ വേറെ മറ്റേ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് പരിപാടി ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇവർ പറയുകയാണ് ഇവരങ്ങോട്ട് കൊണ്ടുചെന്ന് കാണിക്കുന്നില്ല, അല്ലെ അവിടെ ചെന്നാൽ കാണാൻ പറ്റില്ല. അവർ ഈ പറയുന്ന സമയത്ത് ഇത്ര സമയത്തെ ഫോൺ കൊടുക്കും, അപ്പോഴേ വിളിക്കൂ. അപ്പം മൊത്തത്തിൽ ആ ഒരു പ്രശ്നം. എന്നിട്ട് കഴിഞ്ഞ ദിവസം പറയായിരുന്നു 10 ദിവസമാണ് വെക്കേഷൻ. ഈ 2 മാസം പിള്ളേർക്ക് കിട്ടേണ്ട വെക്കേഷനിൽ ആ കൊച്ചിന് കിട്ടുന്ന 10 ദിവസം. ഞാൻ ഓർത്ത് എന്നിട്ട് ഇവർ പറഞ്ഞിട്ട് ഇതിൻ്റെ അനിയനുണ്ട്, അപ്പോൾ ഇപ്പുറത്ത് ഇപ്പോൾ ഉണ്ടവൻ. അപ്പോൾ അവന് അടുത്ത സൈനിക് സ്കൂളിലോട്ട് വിടാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ഇവർ നന്നാവൂല. പിന്നെ ഞാൻ പക്ഷെ എന്നിട്ട് കുറേ പേര് ഇത് ഉപദേശിച്ചു. ഞാൻ ഇന്ന് വരെ അങ്ങനെ വേറൊരാളുടെ കാര്യത്തിൽ അവരത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു ഷോ ആയിട്ട് പറയുന്നതായിരിക്കും. നമ്മുടെ പിള്ളേർ അങ്ങനെ പഠിക്കുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ ചുമ്മാ ഒന്ന് കാണാനൊന്നും പറ്റില്ലെന്നേ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിന്റെ ഒരു ഭയങ്കര വിഷമമുള്ള സാധനം ഞാൻ കേട്ടത്, എൻ്റെ 2 കസിൻ പിള്ളേർ സൈനിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ ഈ പറഞ്ഞ ഒരു ഇന്ന ഡേറ്റിലൊക്കെ കാണിക്കാൻ പറ്റും. പിന്നെ അവർക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കാനും ഒരു ഡേറ്റ് അനുവദിച്ചിട്ടുണ്ട്. അല്ലാതെ കാണുന്നൊരു ഡേറ്റിൽ കഴിഞ്ഞ ദിവസം ഇവർ പോയിട്ട്, അപ്പോൾ ഇവരെന്തോ വീട്ടിൽ ഭയങ്കര കസിൻസ് എല്ലാവരും കൂടെ ഒത്തുചേർന്നൊരു പരിപാടി വെക്കുന്നത്. അപ്പോൾ കുറേ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് 2 പേർക്കും ആ ഒരു അമ്മയുടെ ആഗ്രഹം കാണുമല്ലോ പിള്ളേർക്ക് കൊണ്ട് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഇവർ ഈ കാണാൻ പറ്റുന്ന ഡേറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇത്ര നേരത്തേക്ക് കാണാം. അപ്പോൾ ആ സമയത്ത് കണ്ടപ്പോൾ ചപ്പാത്തിയും ചിക്കൻ അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്ത്. എന്നിട്ട് ഇവർ കൊടുത്തിട്ട് പോയപ്പോൾ ഇത് ഇവന്മാർക്ക് കൊടുത്തില്ല. അവരാ ഫുഡ് കളഞ്ഞു. അതെന്ത് തെണ്ടിത്തരമാണ്. അത് പറയുമ്പോൾ അവര് മാത്രമല്ല അവിടെ ഉള്ളത്, അവിടെ വേറെയും കുട്ടികളുണ്ട്. ഇവർ 2 പേര് മാത്രം ഇത് ഇരുന്ന് കഴിക്കാന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഈ കൊണ്ടുവരുമ്പോ ചിലപ്പോ അവിടെ ഇരുത്തി കഴിക്കാൻ ഒരു സെറ്റപ്പ് കൊടുക്കാമല്ലോ. ഇവര് സംസാരിക്കാൻ അവർക്കൊരു സ്പേസ് എന്തായാലും കൊടുക്കുക. പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ചിലപ്പോ സമ്മതിക്കണ്ടല്ലോ. ഒരു സൈനിക് സ്കൂൾ സൈനിക് സ്കൂളിൽ നവോദയക്ക് അല്ലേ നമ്മൾ ഈ പറഞ്ഞ സാധനം 10ാം ക്ലാസ് വരെ അവരുടെ തൊട്ടടുത്ത വീടിനടുത്ത് പഠിച്ചാൽ മതി. ആദ്യം പറഞ്ഞ ഈ അമ്മയുടെ വിഷമം, അതായത് ഞാൻ വെക്കേഷനൊക്കെ വരുമ്പോ ചിലപ്പോ വീട്ടിലെ ഫ്രിഡ്ജിനകത്ത് ആ സമയം മൊത്തം ചിലപ്പോ ഞങ്ങൾക്ക് റിലേറ്റഡ് അല്ല, ഞങ്ങൾക്ക് ഫ്രിഡ്ജില്ലായിരുന്നു. ഞാൻ പറയണ്ട അടുത്ത കഥ. സ്കൂളില് കുട്ടികൾ കൊണ്ട് മിഠായി കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ചിലപ്പോ ഗൾഫിൽ നിന്ന് ഉപ്പ വന്നോ അച്ഛൻ വന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മിഠായി കിട്ടും. അപ്പൊ ഇതൊക്കെ പുള്ളിക്കാരി കൊണ്ടുപോയിട്ട് ഇങ്ങനെ എടുത്തു വെക്കും. എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ വെക്കേഷൻ എന്നിട്ട് വരുമ്പോ ഉപ്പയോട് പറയും നിങ്ങളിത് പോക്കറ്റിൽ ഇട്ടിട്ടൊന്ന് ഓടുക, അവന് നിലത്ത് കിടന്ന് കിട്ടണ ഇഷ്ടം. അല്ലേ, അവന് നിലത്ത് കിടന്ന് കിട്ടുന്ന ഇഷ്ടം. ഈ സാധനം നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡിൽ ആപ്ലിക്കബിൾ അല്ല, കാരണം അന്ന് ഫ്രിഡ്ജില്ലായിരുന്നു നമ്മുടെ വീട്ടില്. ഇതിപ്പോ ശരിക്കും ഇപ്പൊ അമ്മ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, വലിയ ഒരു ഫ്രിഡ്ജും ചെറിയ ഫ്രിഡ്ജ്, 2 ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിന് കുറവില്ല ഇപ്പോൾ, അത് 2 നിലയിൽ ഫ്രിഡ്ജുണ്ട്. അപ്പൊ ഈ
ഞാനും അനാസിക്കയും ഔട്ട് ഓഫ് വീടാണല്ലോ കുറേ സമയങ്ങളിൽ. എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വരുമല്ലോ വീട്ടിൽ, ചിലപ്പം ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അടുത്ത ദിവസം വരാൻ സാധ്യതയാണെങ്കിൽ ഈ ഫുഡ് തന്നെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. 2-3 days കഴിഞ്ഞ് വരുന്നതാണെങ്കിൽ പോലും ഒരു പോർഷൻ നമുക്കുള്ളത് അമ്മ എടുത്ത് സ്പെഷ്യൽ പലഹാരങ്ങൾ, ചോക്ലേറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നത് ഒരു പോർഷൻ ബാക്കിയുള്ളവർക്കെല്ലാം കൂടുതൽ ഷെയർ ചെയ്തൊരു പോർഷൻ മാറ്റി മറ്റേ ആളുടെ കണക്കിൽ. അത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മരുമക്കൾക്ക് വേണ്ടിയും വെക്കും. അതായത് അബുവിൻ്റെ ഇളയ വീട്ടിൽ പോകും, അവരുടെ പിള്ളേർ വീട്ടിലായിരിക്കും. അപ്പോൾ ഇവർ വരാൻ വേണ്ടിയുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ ടൈമിന് വേണ്ടി അമ്മ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വയ്ക്കും. ഫ്രിഡ്ജിലെ രഹസ്യ അറകളുണ്ട്, അമ്മയ്ക്ക് മാത്രം അറിയാവുന്നത്, നമുക്ക് തപ്പിയാൽ കിട്ടുന്നത് രഹസ്യ അറകൾക്കത്. എൻ്റെ അമ്മ ഇവിടുന്ന് വീട്ടിലോട്ടല്ല എന്നെ പറയുന്നത്, ഇന്ന് മീൻ മേടിച്ചിട്ടുണ്ട്, ഇന്ന് അത് മേടിച്ചിട്ടുണ്ട്, നീ വരുമെന്ന് ഓർത്താ വെച്ച്, അല്ലെങ്കിൽ മേടിച്ച് വെച്ചേക്കുക, നീ വന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ടാ, നമ്മൾ ചെമ്മീനും വാങ്ങി കൂടെ വെക്കാൻ പ്ലാനിട്ട് നീ ഇല്ലാത്തോണ്ടാ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഇതുപോലെ ഞാൻ പറയില്ല, ഞാൻ ചിലപ്പോൾ നാളെ വരും എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ അപ്പോൾ അവർ ഓർക്കുന്ന ഇന്ന് രാവിലെ ആ മീനങ്ങ് വെച്ചേക്കാം, അപ്പോൾ ഞാൻ വരുമല്ലോ. വൈകിട്ട് ഞാൻ വിളിക്കുമ്പോൾ പറയുന്നത് വരത്തില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇത് ഫ്രിഡ്ജ് സേവ് ചെയ്തേക്കാം. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ പക്ഷേ ചില ദിവസം കിട്ടണം ബീട്രൂട്ട് തോരനൊക്കെയാണ് എനിക്ക് ഇഷ്ടമായിട്ട്. അമ്മ 3 ദിവസം മുന്നത്തെ 4 സെറ്റ് തോരനൊക്കെ, കാരണം ആ 4 ദിവസം ഞാൻ വരും എന്ന് വിചാരിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി വെക്കണതാണ്. പിന്നെ എല്ലാം ഫ്രിഡ്ജ് ഇരിക്കും. അപ്പോൾ വരുന്ന ദിവസം സദ്യ ഇട്ടൊക്കെ കഴിക്കും. അമ്മമാര് സംഭവം ഞാൻ നേരത്തെ നമ്മളോട് പേഴ്സണലി നമ്മുടെ കഥ പറഞ്ഞിട്ട് ബഷീർ ഒരു കഥയ്ക്കകത്ത്, അമ്മയെന്നൊരു കഥയ്ക്കകത്ത് ബഷീർ പറയും, ബഷീർ സ്വാതന്ത്ര്യ സമയ കാലത്ത് കുറച്ച് ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്ന് പുറത്തിറങ്ങുമെന്ന് അറിയാതെ, അന്നത്തെ സമയത്ത് റൂൾസ് അങ്ങനെയാണല്ലോ, ഇവരെ തീവ്രവാദികളായിട്ടുള്ള കാണും. അപ്പോൾ പുള്ളി എന്ന് പുറത്തിറങ്ങുമെന്ന് അറിയാതെ പുള്ളി ജയിലിൽ ഇങ്ങനെ കണ്ടിന്യൂസ് കിടന്നുകൊണ്ടിരിക്കുക. പുള്ളി ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്, റിജക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ പുള്ളി ഇരിക്കുന്ന ഒരു ദിവസം പുള്ളിക്ക് പുറത്ത് പോകാൻ അനുവാദം കിട്ടി. പുള്ളി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അവിടുന്ന് പുള്ളി വണ്ടി പിടിച്ച് പുള്ളിയുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് രാത്രി വല്ലാതെ ഇരുട്ടി പാതിരാത്രിയായി. പുള്ളിക്ക് ഭയങ്കര വിശപ്പുണ്ട്. അപ്പം ഇന്നത്തെ പോലെ ഈ ഹോട്ടൽ സംസ്കാരവും സ്വിഗ്ഗി സൊമാറ്റോ ഇല്ലാത്ത കാലഘട്ടമാണ്. പുള്ളി വിശന്ന് പണ്ടരടങ്ങിയത്. പുള്ളി പോകുന്ന കിടന്നങ്ങ് ഉറങ്ങാം എന്ന് വിളിക്കും, ആരെയും ബുദ്ധിമുട്ടിക്കാതെ കിടന്നുറങ്ങാന്ന് വീട്ടിൽ തട്ടി വിളിച്ചു. ഉമ്മ എഴുന്നേറ്റ് വന്നു. ഉമ്മ എഴുന്നേറ്റ് വന്നാൽ ചോദിച്ചു, മോനെ നീ വല്ലതും കഴിച്ചോ? ഇല്ലുമ്മ, വാ ഇരിക്കുന്നു പറഞ്ഞ് ഉമ്മ ചോറും കറികളും പലതരത്തിലുള്ള കറികളും കൊടുത്ത് ബഷീർ വാസ് ഹാപ്പി. ഈ മറ്റേ കരൺ ജോഹറിന്റെ പടം ഉണ്ടല്ലോ, അമ്മ ഇങ്ങനെ സെൻസ് ചെയ്യുന്നു മോൻ കബി ഖുഷി കബി ഗം, അതുപോലെ അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇവിടെ കാറ്റടിച്ചു അല്ലേ. അപ്പൊ അമ്മ അമ്മ ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേട്ടോ, എന്നിട്ട് അമ്മ ഡയലോഗ് അടിച്ചാ എനിക്ക് നീ വരുന്ന മനസ്സിലാവുന്നു. പുള്ളി ഹെലികോപ്റ്ററിൽ അത് ഭയങ്കര കോമഡി അല്ലേ. ബഷീർ അതെങ്ങനെ മനസ്സിലായി? 4 ഓടാ പറന്നു. ശരിയല്ലേ, തകരാണ്. അപ്പം ബഷീറിന് അമ്മ എടുത്ത് വെച്ച്, ഞാൻ ഇന്ന് വരുന്ന അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സിലായി, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആരെയും എഴുത്തും അറിയിച്ചിട്ടില്ല, എനിക്ക് തന്നെ അറിയത്തില്ല എന്നാ വരുന്നതെന്ന്. പിന്നെ അമ്മ എങ്ങനെ മനസ്സിലായി ഞാൻ ഇന്ന് വരുന്നു? അത് ഞാൻ എന്നും നിനക്ക് വേണ്ടി ചോറും കറി വെച്ച് കാത്തിരിക്കുമായിരുന്നു. ഓ, അപ്പോൾ അമ്മയുടെ ജോലി വെച്ചാൽ എന്നും ചോറും കറി വെച്ച് ഇന്ന് രാത്രി മോൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുന്നത്. സോ അമ്മമാർ ആ കരുതൽ, സ്നേഹം, വാത്സല്യത്തിൽ വേറെ ലെവലാണ്. പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ടാവും. അത് കഴിക്കും. പക്ഷെ അവരുടെ രാത്രി ചിലപ്പോൾ കഥയ്ക്ക് വേണ്ടി എക്സാജറേറ്റ് ആയിരിക്കാം. പക്ഷെ പുള്ളിയുടെ അമ്മ അങ്ങനെയാണെന്ന് പുള്ളിക്ക് ബോധ്യത്തിലാണല്ലോ പുള്ളി കഥ എഴുതുന്നത്. പക്ഷെ കഥയായിട്ട് കേൾക്കുമ്പോൾ അടിപൊളി, സൂപ്പർ. നിങ്ങളാരെങ്കിലും സമ്മർ വെക്കേഷന് വേറെ ടൂറായിട്ടൊക്കെ എങ്ങനെ പോയിട്ടുണ്ടോ? ഇവനീ പറഞ്ഞാൽ നമുക്ക് 10 കിലോമീറ്റർ പോയാൽ അത് ഇന്റർനാഷണൽ ടൂറാണെന്ന് ഫീൽ ചെയ്യുന്നൊരു കാലഘട്ടത്തിലായിരുന്നു അന്ന്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത് ഇതുപോലൊരു സമ്മർ വെക്കേഷന് ഒരു ടൂർ പോയപ്പോഴാണ്. അല്ലല്ല, എന്നെ മാത്രം, എൻ്റെ ആപ്പ, അതായത് ഉമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ ചെന്നൈയിൽ പോലീസിൽ വർക്ക് ചെയ്യാം. അന്ന് SI ആണ് പുള്ളി. അപ്പോൾ കസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നു വരുന്നു. കസിന് തന്നെ അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ കുറേ കേൾക്കാം. ചെന്നൈ, വിനീത് ശ്രീനിവാസൻ ഗ്ലോറിഫൈ ചെന്നൈയൊക്കെ. അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഉമ്മമ്മ പറഞ്ഞു, ഇവൻ ഇത്തവണ നമുക്ക് ചെന്നൈയിലോട്ട് വിടാം എന്നൊക്കെ പറയാം. എൻ്റെ കയ്യിൽ കുറച്ച് കാശൊക്കെ തന്നു. എന്നിട്ട് എൻ്റെ അമ്മാവിൻ്റെ കൂടെ, പുള്ളി അന്ന് ചെന്നൈയിൽ TCS അങ്ങോട്ട് വർക്ക് ചെയ്യുക, അമ്മാവിൻ്റെ കൂടെ ട്രെയിൻ കയറ്റി വിടാം. എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത് ബൊക്കാറോ ട്രെയിൻ എന്നൊക്കെയാണ് പറയുന്നത്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. പക്ഷെ ഇത് ജനറലി ഇച്ചിരി ലേറ്റ് ആയിട്ട് സ്ലോ ആയിട്ട് പോകുന്ന ഒരു ട്രെയിനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലാണ് പോകുന്നത്. ആദ്യമായിട്ട് ട്രെയിൻ കയറുന്നത്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ചെന്നൈയിലെത്തുന്നു. ചെന്നൈയിൽ ഇതുപോലെ MGRൻ്റെ സമാധി ഉണ്ട്. അത് കുറേ പേര് വന്നിട്ട് നോക്കുമ്പോൾ അവർ വന്നിട്ട് ഈ ഇതിൻ്റെ മേളിൽ ചെവിയൊക്കെ വെച്ച് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും എന്താ സംഭവം? ഇങ്ങനെ ഒരു ആൾക്കാർ പറയും, ഇത്രേ MGR സംസാരിക്കുന്നില്ല. എന്നോട് പറഞ്ഞത് MGRൻ്റെ വാച്ച് ഇപ്പോഴും അതിൻ്റെ സൗണ്ട് കേൾക്കാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അതുപോലെ മറീന ബീച്ച്, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്.
SIയുടെ ക്വാർട്ടേഴ്സിൽ. അങ്ങനെ ക്വാർട്ടേഴ്സ് ഇങ്ങനെ മേളിൽ ഫ്ലാറ്റ് പോലത്തെ പരിപാടി. അപ്പോൾ പോലീസ് ക്വാർട്ടേഴ്സ്. നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഈ ഫ്ലാറ്റ് പരിപാടിയുടെ ഇതൊക്കെ ആയിട്ട്. ഇച്ചിരി ദാരിദ്ര്യം പിടിച്ച് സെറ്റപ്പ് ഒക്കെയാണ് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് അങ്ങനെ. അപ്പോൾ എന്നോട് ഒരു ദിവസം അവിടെ നിന്ന സമയത്ത് എന്തോ വേസ്റ്റ് എന്തോ എടുത്തിട്ട് ഒന്ന് അവിടെ കൊണ്ടുപോയി കളയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തിട്ട് മേലെ നിന്ന് കമിഴ്ത്തി നേരെ താഴത്തെ വീട്ടിൽ അതവര് കോലം വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മേളിൽ ആദ്യത്തെ വർഗീയവാദി. അതിന്റെ പ്രശ്നം അവരെന്തോ ചോദിച്ചു വന്നു. അത് സാധാരണ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടിട്ട് പുറകിലത്തെ ബക്കറ്റിൽ കൊട്ടുന്ന പരിപാടിയും കണ്ട. അപ്പൊ അങ്ങനെ അതുപോലെ ഇവരുടെ ഒരു മൂത്ത ഇതുപോലെ അവിടുത്തെ ഒരു ചേട്ടൻ, ഒരു ഗോപി അണ്ണനുണ്ട്. അപ്പൊ പുള്ളിയെ കാണാൻ ചെന്നപ്പോ പുള്ളിനോട് ചോദിച്ചു മൂര് വെട്ടിയാന്നു. പുള്ളി മുടി വെട്ടിയത്. ഞാൻ മൂട് വെട്ടിയെന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ? ഇല്ല, ഫ്രണ്ട് വെട്ടിയിട്ടുണ്ട്, ബൈക്ക് വെട്ടിയിട്ടില്ല. ഞാൻ സമ്മതിക്കത്തില്ല, അതിന്റെ തന്നെ വിഷമം എനിക്ക് മാറിയിട്ടില്ല. അങ്ങനെ വണ്ടറടിച്ചു പോയി. അത് ഞാൻ തമിഴ് കൾച്ചർ അല്ലെങ്കിൽ തമിഴ് ആൾക്കാരെ കാണുന്ന നാട്ടിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പാവപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ പണിക്ക് വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ആ ഒരു കൾച്ചറായിട്ട് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന അപ്പോഴാണ് നല്ല രസമായിരുന്നു അത്. പിന്നെ അതുപോലെ അവിടെ നമ്മൾ പുറത്ത് കളിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു മണി അടിച്ചിട്ട് ഒരു ഉന്തുവണ്ടിയിൽ മറ്റേ പൊടി കൊണ്ടുവരുന്നത്. അതിന് ഇവ കസിൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് സോമപ്പൊടി. സോമപ്പടിയാണ്. അതിനെന്തിനാ ബോംബെ പൂട എന്ന് പറയുന്നത്? ബോംബെയിലാണ് സോമപ്പൊടി എന്ന് പറഞ്ഞത്. എനിക്കൊരു ഞാൻ നിസിക്കാടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, പക്ഷെ ഏറ്റവും വൃത്തികേടായിട്ട് ഉണ്ടാക്കുന്ന സാധനം അതാ. അത് കാണാൻ നല്ല നല്ല വേർഷനാണ് നമ്മൾ കിട്ടുന്ന സോൻ പപ്പടി. സോൻ പപ്പടിയാണ് സോമപ്പൊടി പുള്ളിയെ പറഞ്ഞ് പറ്റിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ വൃത്തിയായിട്ട് കട്ട് പീസ് പോലെ ഇങ്ങനെ അതിന്റെ സ്റ്റാക്ഡ് പീസ് പോലെ നമുക്ക് പാക്കറ്റ് ആയിട്ട് ഹൽദിറാംസിന്റെ പ്രോഡക്റ്റ് ഉണ്ട്. ആ സമയത്ത് നമുക്കത് കിട്ടുന്ന ഒരു വലിയ കുപ്പി ഭരണി. ഞാൻ അവിടെ കാണാം ഒരു ഉന്തുവണ്ടിക്കകത്ത് വലിയ കുപ്പി ഭരണി, അതിനകത്ത് ചെറിയ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇല്ലില്ല, വലിയ കുപ്പി ഭരണിക്കകത്ത് ഇങ്ങനെ പൂട പോലെ അത് അയാളിൽ വെള്ള പേപ്പറിനകത്ത് ഈ മറ്റേ കുമ്പിള് കുത്തിയിട്ട് 10 രൂപയ്ക്ക് 5 രൂപയ്ക്ക് അങ്ങനെയാണ് ഇത് ആദ്യം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വീട്ടുകാർ ചീത്തയാന്നുള്ള. പക്ഷെ അപ്പോഴും നമ്മൾ വാങ്ങിച്ചത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഭയങ്കര നഷ്ടമാണ് കുത്തുമ്പോഴേ ഇങ്ങനെ ഈ ത്രികോണ അടിക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഒരു നീ പറഞ്ഞത് അത് പിന്നെ അടുത്ത സ്റ്റേജ് ആണ്. ഇതിനകത്ത് പാക്കറ്റില് വെള്ളയും ഓറഞ്ച് റോസ് കളറിലും വെള്ളക്കകത്ത് അല്ല വൈറ്റ് തന്നെ പിന്നെ റോസ് വരാൻ തുടങ്ങി. സിഗരറ്റിന്റെ പാക്കറ്റിന്റെ താഴത്തെ മറ്റേ കവർ ഒരു കഴിഞ്ഞാൽ ആ ഒരു സാധനം ഇല്ലേ, അതിനകത്ത് ഫില്ല് ചെയ്ത പോലെ മറ്റേ ഡ്രഗ്സ് ഒക്കെ പറഞ്ഞ പോലെ അടുക്കി ഭയങ്കര വൈറ്റ് പൊടി. പിന്നെ അതിനകത്ത് മറ്റേ കളർ ചേർന്ന് ഫ്ലേവർ ചേർത്ത് വരാൻ റോസ് കളറിൽ ഈ കൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. റോസ് ഉണ്ട്, റോസ് പിങ്ക് കളറിൽ നമുക്ക് പിന്നെ അതിനുശേഷം വന്നു തുടങ്ങിയത്. അത് പക്ഷേ മറ്റേ ഈ അത് മറ്റേ വേറൊരു സാധനമല്ലേ, ഇതിന്റെ വേറൊരു സാധനമായിട്ട് വരാൻ തുടങ്ങി ആ സാധനം. പക്ഷെ ആദ്യം വന്നോണ്ടിരുന്ന ഈ സാധനം ഈ മണി അടിക്കുന്ന കേൾക്കുമ്പോഴാണ് ഇത് ഇതിന്റെ റീകോൾ കിട്ടും നമുക്ക്. ഓടി വരും. ആ മണിയുടെ ഐസിനും ഉണ്ടായിരുന്നു, അതായത് ലോക്കൽ ഐസ്. ഒരു സൈക്കിളിനകത്ത് പുറകിൽ ഐസ് പെട്ടിക്കകത്ത് പ്ലാസ്റ്റിക് കവറിനകത്തും കോലിനകത്ത് 2 രീതിയിലാണ് വരുന്നത്. പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ സ്ക്വയർ ഇതിനകത്ത് പല ഫ്ലേവറിൽ പച്ച കളറിൽ സേമിയ ഐസ് ആണ് ഏറ്റവും സൂപ്പർ ടേസ്റ്റ്. അതിനകത്ത് ചിലപ്പോ മുന്തിരിയൊക്കെ കാണും, ബ്ലാക്ക് ഇത് കാണും. സേമിയ ടേസ്റ്റ് ഉള്ള സാധനമായിരുന്നു. പിന്നെ പ്രീമിയം ആയിരുന്നു. ഐസ്ക്രീം അല്ല, ഫുൾ ഐസ്. ഈ ഓറഞ്ച് കളറ് മുന്തിരിയുടെ കളറിൽ അങ്ങനെ നമ്മൾ ഓരോ തവണ മാറി ഫ്ലേവർ ടേസ്റ്റ് ചെയ്യുന്നു. ഇല്ലാണ്ടായിട്ടുണ്ടല്ലേ കാരണം ഭയങ്കര ഓടവെള്ള വാടാ മക്കളെ, ഓടവെള്ള അതുപോലെ ടേസ്റ്റ് അമ്മ അതാ ടേസ്റ്റ്. അതുപോലെ സമൂസ കൊണ്ടുവരുന്നു തലയില് സമൂസ ഉണ്ടായിരുന്നു, രസമായിരുന്നു. ചെറിയ ചെറിയ ത്രികോണ സമൂസകളല്ലേ ഉള്ളി നമ്മളിവിടെ കണ്ടിട്ടില്ല. മലപ്പുറത്തോട്ടാണെങ്കിൽ ജിലേബി ഉണ്ടാക്കി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടോ റോഡ് സൈഡിലുണ്ട്? എസ്പെഷ്യലി ഇപ്പൊ പൂര അങ്ങനെ എന്തെങ്കിലും ചെറിയ പരിപാടികൾ വരുമ്പോ ചക്രമിഠായി എന്ന് പറയും, മറ്റേ ഒരു ബ്രൗൺ കളറിലുള്ള ജിലേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ, ചക്രമിഠായി എന്ന് പറഞ്ഞാല് ശർക്കരയുടെ കളറിൽ തന്നെ വരുന്നത്. അത് നല്ല ടേസ്റ്റാണ്, അടിപൊളിയാ. അത് ഒരു 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ്, അതിന്റെ ടെക്സ്ചർ മാറി വേറെ രസമാണ്. അങ്ങനെ ഉമ്മയൊക്കെ ഇത് കൊണ്ടുവരുമ്പോ ഉമ്മക്ക് ചെറിയ ഷുഗർ ഒക്കെ ഉണ്ട്, പക്ഷെ പുള്ളിക്കാരി കൊണ്ടുവരണ്ടെന്ന് ആദ്യം പറയും. കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പുള്ളിക്കാരി ആയിരിക്കും. ഓരോന്ന് കഴിയുമ്പോ ഷുഗറാ കഴിക്കാൻ പാടില്ല, ഷുഗറാ രസമാണ്. വീട്ടിൽ വെച്ചിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അത് ശരിക്കും സമ്മർ വെക്കേഷൻ മെമ്മറിയാണ് ഈ ബോംബെ പൂടെ ഐസ് വെട്ടിയും വരുന്നത്. കാരണം അമ്മ ശരിയല്ല, അവര് വെക്കേഷൻ ടൈം ആകുമ്പോഴാണല്ലോ ഇറങ്ങാറ്. കസ്റ്റമേഴ്സ് വിഷയമായിട്ട് സിങ്കായി പെട്ടാന്. കാരണം അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് കൂടുതൽ
കൂടുതലുള്ള ഓർമ്മയുള്ളത്. മാന്നാർ എന്ന സ്ഥലത്ത് അത് ടൗണിനകത്തെ വീട്, പക്ഷേ ടൗണിനകത്ത് ഒരു ഹൗസിങ് ഏരിയ പോലെ സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിനെല്ലാം ഊടുവഴികളുണ്ട്. ഈ ഊടുവഴിക്കകത്തൊരു എവിടുന്നോ സൈക്കിൾ വരുന്ന സൗണ്ട് കേൾക്കാം. അപ്പൊ നമ്മൾ അലർട്ടാ, ടിൻറ്റിന്റെ സൗണ്ട് ഈ പറയുന്ന പിന്നെ വീട്ടിൽ പൈസ എടുക്കാനായിട്ട് ഈ ജിക്സോയ്ക്കകത്ത് അവരുണ്ട്. ഇത് വന്നു പോകുന്നേ പിന്നെ പൈസ പറക്കുന്നു, ചില പറക്കുന്നു, കെഞ്ചുന്നു. അതാണ് പൈസ കയ്യിലില്ല, ഇത് പോകുന്നതിന് മുന്നേ 10 രൂപ താ, 10 രൂപ താ, 5 രൂപ താ. അപ്പൊ ഇങ്ങനെ ചില്ലറൊക്കെ പറയും. അത് ഉമ്മായ ഞാൻ 2 തവണ ഫ്രീ ആയിട്ട് കടയിൽ പോകുന്നെങ്കില് അപ്പൊ ഉമ്മുമ്മയുടെ ശേഖരത്തിൽ നിന്ന് പൈസ കിട്ടാൻ സാധ്യതയുള്ളൂ, വേറെ ആരും നമുക്ക് പൈസ തരത്തില്ല. അപ്പൊ ഉമ്മുമ്മയുടെ അടുക്കളക്കകത്ത് പാത്രമുണ്ട്, പാത്രത്തിൽ ഇവിടെ പുള്ളിക്കാരി വെക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് മാത്രം കട്ടെടുത്തിട്ടില്ല, എന്താണെന്ന് അറിയത്തില്ല. അത് കിട്ടുന്ന ഒരു ഫണ്ടാണല്ലോ, കിട്ടും എന്നുള്ളത് തോന്നുന്നുണ്ട്. പണിയെടുക്കണ്ട, ചോദിച്ചാൽ കിട്ടും. അപ്പൊ പുള്ളിക്കാരി ഓരോ സമയത്ത് റേഷൻ പോലെ 10 രൂപയോ 15 രൂപ തരും. ഇത്രയും പിള്ളേർക്ക് വേണ്ടിയാ. അപ്പൊ നമ്മൾ ഓടിപ്പോകും. അന്ന് ഒരെണ്ണത്തിന് 1 രൂപയൊക്കെ കാണത്തുള്ളൂ. നമ്മൾ ഓടിപ്പോയി ഈ ജിക്സോ പസിലിനകത്ത് എവിടെ പുള്ളി കിടക്കുന്നെന്ന് ഈ സൗണ്ടൊക്കെ വെച്ചിട്ട് ഈ ഊടുവഴിക്കകത്ത് ഓടിപ്പോയി. നമ്മുടെ വീട് വരെ ചിലപ്പോൾ വന്നില്ലെങ്കിലും എന്നുള്ള പേടിയാ. അപ്പൊ ഇവിടെ ചിലപ്പോൾ കാണും. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു പുകയൊക്കെ വരും, അകത്ത് ഐസ തുറക്കുമ്പോഴേ പുക വരും. പിന്നെ നമ്മൾ എത്തി നോക്കും ഏതോ കളറുണ്ട്, ഇന്ന് സ്പെഷ്യൽ ഉണ്ടോ. അപ്പൊ മുന്തിരി സാധനവും സേമിയായിരുന്നു എൻ്റെ ഫേവറേറ്റ്. മുന്തിരി ശരിക്കും നമ്മൾ അന്നത്തെ ലെവലിൽ ചിലപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ആ ലെവൽ സാധനത്തിൽ ചിലപ്പോൾ മോശം ടേസ്റ്റ് തന്നെ ആയിരിക്കും. കാരണം ഇപ്പം നമ്മൾ മെറിബോയ് പോലുള്ള ഐസ്ക്രീംസ് കഴിക്കുന്നുണ്ട്. മെറിബോയിനെ കാശ് വാങ്ങിക്കണേ. മെറിബോയ് ഇപ്പം ഇല്ലെന്ന് തോന്നുന്നല്ലേ കമ്പനി. ഇപ്പൊ അവര് സ്പ്ലിറ്റ് ആയ ഒരു കഥയൊക്കെ ഉണ്ടല്ലോ. മെറിബോയ് തന്നെ അല്ല, അങ്ങനെ മെറിബോയ് സ്പ്ലിറ്റ് ആയിരുന്നല്ല, ഇങ്ങനെ പുതിയ ഈ 2-3 ബ്രാൻഡുകൾ വന്നതിന് ഒരു കഥയുണ്ട്. അത് റീലായിട്ട് എവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ബ്രാൻഡ് തന്നെയല്ലേ മെറിബോയ്? ഒരു 5 കസിൻസ് കൂടിയിട്ടൊരു കമ്പനിയായിരുന്നു. 5 കസിൻസ് സമ്മറിൻ സിനിമ 5 കസിൻസ് സമ്മർ അല്ലേ? സമ്മർബത്തിലേയും ഡിസ്കസ് ചെയ്യേണ്ട സാധനം അല്ലേ? കാരണം പ്രോപ്പർ വെക്കേഷൻ പരിപാടി ഇതൊക്കെയാണ് വെക്കേഷൻ. അല്ലാതെ കണ്ട് കൊതിച്ചിട്ടുണ്ട്. എന്ത് ഫാം ഹൗസ് ഡെന്നീസിന്റെ അല്ലേ? പ്രൊഫൈലുകാരുടെ വെക്കേഷൻ. നമ്മുടെ വെക്കേഷൻ എന്ന് വെച്ചാൽ മാന്നാർ പോകും, വെള്ളത്തിൽ കിടക്കുക. അതും ഡെന്നീസിനെ ജയറാം സെറ്റ് ചെയ്തേക്കുന്ന എങ്ങനെയാണ്? എപ്പോഴാരും ഡയലോഗ് ഉണ്ടല്ലോ, എടാ നീ ആ റോഡിൽ മരിക്കാൻ കിടന്നപ്പോ ഞാൻ മേറ്റുകുടിയിൽ ബൈസൺ വള്ളിയേക്ക് 2 റോഡുണ്ട്. ഒന്ന് മോശം റോഡാ, മറ്റേത് നല്ല റോഡാ. എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളൂ, എന്നിട്ട് ഞാൻ അന്ന് വെറുതെ ഇടത്തേക്ക് തിരിഞ്ഞു. അപ്പൊ കുണ്ടും കുഴിയുടെ സുരേഷ് ഗോപി സെന്റിമെന്റൽ ആവുമ്പോ സുരേഷ് ഗോപി ഇങ്ങനെ എടാ സുരേഷ് ഗോപി ടോൺ പിടിക്കുന്നതാണ്. സുരേഷ് ഗോപി വേദനിക്കുന്ന ഒരു കോടീശ്വരനല്ലേ? സമരത്തിലെ ഭയങ്കര ടോട്ടൽ പാക്കേജ്, അടിപൊളി രസം. അതും കലാഭവമണി, മറ്റേ കലാഭവമണി അല്ലല്ലോ, ജയറാമാണ് ചാടുന്നത്, ചാണകുഴി ചാടുന്നത്. ശരിക്കും സമ്മർ വെക്കേഷൻ പടമായിരുന്നോ? അതറിയില്ല, പക്ഷെ പേര് മാത്രമേ നല്ല രസമായിരുന്നു. ഒരു 5 കസിൻസ് വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, അതിന്റെ ഇടയിൽ ഒരു കഥ. സൂപ്പർ. എനിക്ക് തോന്നുന്നു വെക്കേഷൻ എൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിങ്ങനെ ഞാൻ ആദ്യം നമ്മൾ ഒറ്റ കൂട്ടുകാരെ മിസ് ചെയ്യും. ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോൾ വീട്ടിലായിട്ട് സെറ്റായി, പിന്നെ ഓക്കെയാണ്, പിന്നെ നമ്മൾ ആ ഒരു റൊട്ടീനിലോട്ടൊക്കെ വന്ന് ഒരു വൈബായി. എനിക്ക് ഈ പറഞ്ഞ അങ്ങനെ വേറെ പോകൽ പരിപാടിയൊന്നുമില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. ഞാനും ചേച്ചിയും കൂടെ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കാൻ തുടങ്ങും, അങ്ങനെയുള്ള പരിപാടി. പക്ഷേ ഈ നമ്മളിത് ഇങ്ങനെ എൻജോയ് ചെയ്ത് പട ചെയ്യുന്ന സമയം വന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം TV-യിൽ സ്കൂബിയുടെ പരസ്യം കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ഡാർക്ക് അടിക്കും, പണ്ടാര സ്കൂള് തുറക്കാറായി, സ്കൂബിയുടെ പരസ്യം വരും, കൊടയുടെ സ്കൂബിയുടെ ബാഗിന്റെയും പരസ്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്കൂള് തുറക്കാറായിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ്. പിന്നെ തിരിച്ചു പോകണ്ടോ, ഇനി ഏത് ടീച്ചറായിരിക്കും, ഇനി സിലബസ് പാടായിരിക്കും, മറ്റേതുപോലെ എല്ലാം മൊത്തം ടെൻഷനാണ്. അങ്ങോട്ട് ലൈഫിന്റെ ഡിക്കോട്ടമിയെ നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്നതിന്റെ വിഷമം, പിന്നെ അത് കഴിഞ്ഞ് ഇത് എൻജോയ് ചെയ്തിരുമ്പോൾ തിരിച്ചു പോകാനുള്ള പിന്നെ ഒരു ഒരാഴ്ച എടുക്കും അതിനായിട്ടൊന്ന് സെറ്റായി വരുന്നത്. നമുക്ക് ആ ഒരു പിന്നൊരു ഒന്നുകൂടെ സെറ്റായി, പിന്നെ അടുത്ത വെള്ളപ്പൊക്കത്തിന്റെ അവധി കിട്ടുമ്പോൾ കുഴപ്പമില്ല. വെള്ളപ്പൊക്കം വരുമല്ലോ ആശ്വാസമുണ്ട്, മഴ പെയ്താൽ മതിയായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് വെള്ളപ്പൊക്കത്തിന്റെ അവസ്ഥ? ഇപ്പൊ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. ഇപ്പൊ നമ്മുടെ വീട് കുറച്ച് പൊക്കിയുണ്ട്, നമുക്ക് അങ്ങനെ പ്രശ്നമില്ല. ഓക്കെ, എനിക്കൊന്ന് നമ്മൾ സമ്മർ വെക്കേഷൻ 2 പാർട്ടായിട്ട് ചെയ്യാനുള്ളൂ. കാരണം കഥകൾ ഇനി കുറെ പറയാനുണ്ട്, ഓർത്തെടുത്ത കഥകൾ പറയാനുണ്ട്. ദീപം കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ അടിപൊളി കഥകൾ വരും. അതെ, നമുക്ക് സമ്മർ വെക്കേഷൻ വേറൊരു വലിയ എപ്പിസോഡായിട്ട് സെക്കൻഡ് പാർട്ട് എന്തായാലും ചെയ്യാം. നമ്മൾ ആൾക്കാർക്ക് കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് പണി 2 ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ ആൾക്കാർ നമ്മുടെ പല പാർട്ടിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സമ്മർ വെക്കേഷന്റെ പാർട്ട്
ചെയ്യാൻ തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഏപ്രിലായി നിൽക്കുന്നുള്ളൂ, നമ്മൾ പല കഥകളും ഏപ്രിലിൽ നിൽക്കുന്നുള്ളൂ, മെയ്യിലേക്ക് എത്തുന്ന സെറ്റ് നമുക്ക് വരാനുണ്ട് ഇനിയും. പിന്നെ ശരിക്കും വേറൊരു ചോദ്യം ചോദിച്ചു, സത്യത്തിൽ നമ്മൾ ഈ 2 മാസം എങ്ങനെയായിരുന്നു ഉപയോഗിച്ചതെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ടൈമും ജസ്റ്റ് റാൻഡംലി ഇങ്ങനെ കടന്നു പോയതല്ല. കുറെ സമയം നമ്മൾ വെറുതെ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നുണ്ടല്ലേ. പക്ഷെ വീട്ടുകാർക്ക് ഭയങ്കര, എനിക്ക് തോന്നുന്നു വെക്കേഷൻ വരുമ്പോ ഇച്ചിരി കൂടെ വേറെ ചെലവുകൾ ഭയങ്കര കുറവല്ലേ. നമ്മളെ ഡെയിലി ടൈമിനകത്ത് ഒരു റിലാക്സേഷൻ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് 4 സെറ്റ് ബൈക്കിറ്റ് ഉണ്ടാക്കി പറഞ്ഞു വരണ്ടെന്നുള്ളൊരു. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഒരുത്തന്നെ ഇവിടെ എക്സ്ട്രാ കെയർ കൊടുക്കണം. തലവേദനയായിരുന്നു അവർക്ക്. പക്ഷെ മറ്റേ ജോലി കുറവുണ്ട്. അപ്പോഴായിരിക്കും ഇവന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വരുന്നത്. ഇവന്മാര് അതായത് ഏറ്റവും കൊച്ചായിട്ടിരിക്കുമ്പോ ഇത് ചാവാതെ നോക്കുക, ആ ഒരു സാധനം ഉണ്ടല്ലോ. ഒന്ന് കണ്ണറ്റ് ചെയ്ത പോലെ റോട്ടിലൊക്കെ പോയി അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ പോയി എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ ആ ടെൻഷൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ പോവായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഞങ്ങൾ റോഡിൽ പോകുന്നുള്ള വീഡിയോ, അവര് വെള്ളത്തിൽ പോകുന്നുള്ള. ഞാൻ നേരത്തെ അച്ഛൻ ഏതെങ്കിലും മിഠായി പറക്കി എറിഞ്ഞ് ആരെങ്കിലും വിളിച്ചോണ്ട് പോകുന്നത് സത്യല്ലേ. റിൻസുവിനെ പോലുള്ള പിള്ളേരായിരിക്കും. ഞാൻ റോട്ടി നമ്മളമ്മിൽ ആസിങ് എനിക്ക് ഇതുപോലെ തന്നെ വെറുതെ റോട്ടി കിടന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു വെറുതെ ഒരു പ്രതീക്ഷയല്ലോ. ലോട്ടറി അടിക്കുന്ന പറയുന്ന സെയിം സാധനമല്ലേ അത്. ചുമ്മാ വഴി കിടന്ന് എന്തെങ്കിലും കിട്ടുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ. ചുമ്മാ ഞാൻ പണ്ട് ബീച്ചിൽ പോകുമ്പോൾ എന്നോട് വലിയൊരു ആൻറ്റി, പണ്ട് നമ്മളൊരു ബീച്ചിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ കാല് തട്ടി നടന്നാൽ മതി, സംഭവം എന്ന് പറഞ്ഞാൽ പട്ടിക്കാട്ടോ അല്ലെ ശരിക്കും ഹ്യൂമൻ എക്സ്ക്രീറ്റ് വരെ അവിടെ കാണാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് നോക്കി നടക്കാൻ പറയണത്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കത്തില്ലാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് ഇങ്ങനെ തട്ടി നമുക്ക് ചിലപ്പോൾ പട്ടമൊക്കെ കിട്ടും, ആരെങ്കിലും കയ്യിൽ നിന്ന് പോയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദിച്ചടക്കാൻ വേണ്ടി പറയണതാ. പക്ഷെ നമ്മളത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കിട്ടും. അപ്പൊ എനിക്ക് ആ ബീച്ചിൽ പോയ ആ ഒരു സാധനമുണ്ട്. പക്ഷെ ഭയങ്കരമായി വീട്ടുകാർ ഇതുപോലെ ആരെങ്കിലും തന്നൊന്നും മേടിക്കില്ല, വഴി കിടന്നൊരു സാധനം എടുത്ത് കഴിക്കരുത് എന്നുള്ള സാധനം പറയുമ്പോൾ നമ്മുടെ വിചാരം എന്തേലും വഴി കിടന്ന് ഇത് നമ്മളെടുത്തു കഴിച്ചു ബോധം കെട്ട് വീണു, അപ്പുറത്തായാലും വളവി കാണും, അമ്മരെടുത്തോണ്ട് പോകും. ആ പരിപാടിയാ. ഇതുപോലെ പിന്നെ അത്ര ബോധം ഇല്ലാത്തതുകൊണ്ട് ഞാനും ഉമ്മയുണ്ട്. ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് എൻ്റെ ചേട്ടനുണ്ട്, ഞാൻ ചേട്ടനൊക്കെ അവന് വിളിക്കാറില്ല, പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ പറയാം. ചേട്ടനുണ്ട്, അവനുണ്ട്, ചെറുതാണ്. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ഒരു കയറ്റത്തിൽ ബസ് നിർത്തും, പിന്നെ നമ്മൾ ഇത്തിരി താഴോട്ട് ഇറങ്ങി നടന്നാലാണ് വീടെത്തുന്നത്. അപ്പം അങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴാണ് സൈഡിൽ മറ്റേ ഹാൻഡ്സിന്റെ പാക്കറ്റ്, നല്ല ഗോൾഡൻ കളർ നമ്മളിങ്ങനെ റോട്ടി കിടക്കുന്നു. അത് പരസ്യം ഉണ്ടായിരുന്നു പണ്ട് അതിന്റെ. ഞാൻ ഇത് കണ്ടപ്പോ തന്നെ എടുത്തു നോക്കുമ്പോ ഈ പുളിയച്ചാർ പൊടിയില്ലേ, അതുപോലത്തെ ഒരു പൊടി എടുത്ത് വായിലിട്ടു. അപ്പൊ തന്നെ ചേട്ടന്റെ ഒരു അടി. ഉമ്മ അങ്ങനെ കൊട്ട് ആ അടിയില് കൊറേ വായുധന തെറിച്ചു. ഇവനാ പാക്കറ്റ് എടുക്കുന്ന അപ്പൊ തന്നെ പൊടി വളരെ ക്വിക്കാണല്ലോ. പിള്ളേരായിരിക്കും ഭയങ്കര സ്പീഡാണല്ലോ. എന്താ എടുത്തപ്പോഴും ഇടും വായിലിട്ട് ഇങ്ങനെ ഇരിക്കും. ചില പിള്ളേരൊക്കെ നോക്കുമ്പോ അമ്മമാർക്ക് അത് കത്തും സാധനം എടുക്കും, മനസ്സിലായേ? അത് പിള്ളേർക്ക് ചിലർക്ക് അത് പെട്ടെന്ന് കിട്ടും. നമ്മൾ ഏത് നിമിഷവും ഈ എപ്പിസോഡ് തീരാൻ പറ്റുന്ന സിറ്റുവേഷനാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ ബാറ്ററി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ദാരിദ്ര്യം പറച്ചിലല്ല, ഈ ബാറ്ററി താഴെ പോയെടുക്കണം. നമ്മുടെ വയ്യാത്ത മനുഷ്യന് താഴെ പോയി എടുക്കണം. ഇപ്പം തന്നെ 1.5 മണിക്കൂർ ആവാറായി. നമുക്കാണെങ്കിൽ അടുത്ത എപ്പിസോഡ് പ്ലാനിലുണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മളിത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ എന്തായാലും ചെയ്യണം. കുറേ കഥകൾ ഇനി പറയാനുണ്ട്. ഏത് കഥ? ഒരു കസിൻ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പം അവളെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കൊണ്ടു നിർത്തും, അമ്മയുടെ അനിയൻ്റെ മോളെ. അപ്പോൾ ഈ പിള്ളേരെ ഇടുന്ന കാര്യം പറഞ്ഞാൽ, അപ്പോൾ അവൾ ഒരു തവണ വീട്ടിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ അമ്മ ശ്രദ്ധിച്ചു, ഇവൾക്ക് എന്തോ ഒരു പതുങ്ങലുണ്ട്. പക്ഷെ ഇവളുടെ വായിക്കകത്തൊന്നുമില്ല. പക്ഷെ ഇവൾക്കൊരു പതുങ്ങലുണ്ട്. ഇവളാണെങ്കിൽ ചിലുങ്ങലും മൂക്കളൊക്കെ ഉണ്ട്, എന്തോ ബുദ്ധിമുട്ടുണ്ട്, പനിയോ പ്രശ്നം. കുറച്ച് കഴിയുമ്പോൾ അമ്മ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവൾക്ക് ചെറിയ മൂക്കൊലിപ്പും ജലദോഷം പോലെയായി. അപ്പോൾ ഇത് ഇവളെന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വിഴുങ്ങിയിട്ടൊന്നുമില്ല, ശ്വാസം മുട്ടൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവളോട് ചോദിച്ചപ്പോൾ ഞാൻ ചെറിയ പുളിങ്കുരു എടുത്ത് ഇവിടെ പുളിങ്കുരു എടുത്ത് മൂക്കിനകത്ത് ഇട്ടെന്ന്. നമ്മൾ നോക്കിയപ്പോൾ മൂക്കിനകത്തൊന്നും കാണാനില്ല. അപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ രോഗത്തേക്ക് കിട്ടുന്നത് അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തേക്ക് പോയി. പിന്നെ അമ്മ അവളെ മാനാറിൽ നമ്മുടെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ENT കൊണ്ട് കാണിച്ചിട്ട് കയ്യും കാലും പിടിച്ച് വെച്ചിട്ട് അയാൾ മൂക്കിനകത്ത് ആ ചെറിയ കൊടിലൊക്കെ ഇട്ടിട്ട് പിടിച്ചത്. അപ്പോൾ ഇത് ഇന്നിട്ടൊന്നുമല്ല, അകത്ത് പോയി പുളിത്തൂരിൻ്റെ കട്ടിയുള്ള തോട് ദ്രവിച്ചു കഴിഞ്ഞു ഈ സാധനം അകത്ത് പോയിട്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇത് ഇട്ടിട്ട് ഇത് പിടിച്ച് ഇവളെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക, പറഞ്ഞാൽ അടിക്കുമെന്ന് പേടിച്ചിട്ട്. ആ സാധനം അകത്ത് പോയി കിടന്ന് ചെറിയൊരു ഇൻഫെക്ഷനുമായി അവർക്ക് ജലദോഷമായി. ദിവസം നമ്മുടെ വീട്ടിൽ ഇതുപോലെ അളിയൻ്റെ കുറച്ച് അളിയൻ്റെ ഒരു
കസിനും വൈഫും കൊച്ചും കൂടെ വന്നിട്ട് ആ കൊച്ച് നമ്മളെപ്പോലെ അവൻ സാധാരണ അങ്ങനെ ഉണ്ടാക്കുക. അവൻ വന്നപ്പോൾ തൊട്ടോടെ സൈഡിൽ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവനെപ്പോൾ ചുമ്മാ മിണ്ടാനൊക്കെ നിന്നു. പക്ഷെ പുള്ളി അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇവൻ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവൻ അച്ഛനും അമ്മയും മിണ്ടറിടയ്ക്കൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നെരുപ്പൊക്കെ കാണിച്ചിട്ട് ഓടിപ്പോവും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇങ്ങനെ അവരാണെങ്കിൽ പറഞ്ഞിങ്ങനെ ഇവനാൾ ഡേഞ്ചറാ എന്ന് പറയും. അപ്പം ഇവനിത് ഭയങ്കര ഇങ്ങനെ ഇവൻ ഡേഞ്ചറാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് അപ്പം ഇങ്ങനെ ഇവരിങ്ങനെ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ബദാം കഴിക്കാൻ കൊടുത്ത ബദാം ഫുള്ളെടുത്ത് ഇടിച്ച് ചെവിക്കകത്ത് കയറ്റി. എന്നിട്ട് ഡേഞ്ചർ ടു ഹിംസെൽഫ്. അതെ, വേറെ ആർക്കും ഇതിലില്ല. 3 ആശുപത്രിയെല്ലാം കണ്ട് കാണിച്ചിട്ടാണ് കുറെ ഭയങ്കര പാട് എടുക്കാൻ പറ്റില്ല, ഇടിച്ചകത്ത് കയറ്റി. എന്നിട്ട് പിന്നെ ഭയങ്കര വലിയൊരു ഈന്തപ്പഴത്തിൻ്റെ ഇതിലൊക്കെയാണ് ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് എടുത്ത് വന്നപ്പോൾ അത്രയും ഭയങ്കര വലിയൊരു സാധനം കുത്തിക്കയറ്റി അകത്ത് വെച്ചേക്കണം. ഓരോ വെക്കേഷൻ സമയത്ത് വീട്ടുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മളിങ്ങനത്തെ പിറപ്പുകൾ ഒപ്പിക്കുന്നതാണ്. അത് ഭയങ്കര ഡേഞ്ചർ സാധനങ്ങൾ ചിലപ്പോൾ ഒപ്പിക്കുന്നു. അത് നീ പറഞ്ഞാൽ ഇവനെയൊക്കെ ജീവനോടെ 2 മാസം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വീട്ടുകാരുടെ തലയില്ല. മറ്റേത് 10 മണിക്കൂറോളം സ്കൂളിന്റെ തലയിലിട്ട് രക്ഷപ്പെടുന്നത്. സ്കൂൾ എന്തിനാണ് ഈ ആൾക്കാർക്ക് മനസ്സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇതിനെ എല്ലാത്തിനും കൂടെ ഒരാളെ ഏൽപ്പിച്ചേക്കുക. അതല്ലേ സ്കൂള്. സത്യം, അതാണ് മെയിൻ പരിപാടി. ഞാൻ വീട്ടിലേറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചാൽ നമ്മൾ ഈ ചങ്ങാടം ഉണ്ടാക്കലോ മറ്റേ കട ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മിക്കവാറും വീട്ടുകാർ കാണാതെ വെട്ടുകത്തി എടുത്തുകൊണ്ട് പോയിട്ട് പറമ്പിൽ നിന്ന് എന്തെങ്കിലും വെട്ടിയുള്ള കളികളാണ്. ആരെയും കയ്യും കാലും മുറിക്കും. ഒരു ദിവസം ചേച്ചി ഒരു കമ്പ് വെട്ടിയിട്ട് എൻ്റെ നേരെ കാലേ കൊണ്ടുപോയി നോക്കുമ്പോൾ ഒറ്റ പൊളക്കില്ല. എന്നിട്ട് ഞാൻ കാണുന്ന അകത്ത് ബ്ലഡ് ആണല്ലോ നമ്മൾ കാണണ്ടേ. ആദ്യം കാണുന്ന അകത്തൊരു വെള്ള സാധനം. അപ്പൊ ഞാൻ അവർക്ക് സ്കെൽറ്റനാ കാണുന്നത്. എന്നിട്ട് പേടിച്ചിട്ട് ചേർത്ത് നമ്മൾ പിന്നെ ഇത് സ്റ്റിച്ചറിണ്ടി വരും, വേറെ ലെവലിലോട്ട് പോകുന്നല്ലേ. ചേച്ചി അപ്പൊ തന്നെ വെട്ടിയെത്തിട്ടു ഒറ്റ ഓട്ടം. ഇവള് വെട്ടിയതാണ്, മടലിലിട്ട് വെട്ടിയിട്ട് എൻ്റെ കാല് വെട്ടി വരും. നമ്മൾ മിക്കവാറും ഒരു ദിവസം ഞാനിതുപോലെ രാവിലെ എഴുന്നേറ്റപ്പോൾ വെറുതെ ഒരു കല്ല് എഴുന്നേറ്റ് മുഖം പോലെ ഇങ്ങനെ മുഖം കഴുകാൻ പോകണ വഴിക്ക് നോക്കുക സൈഡിൽ കപ്പയിരിക്കണു, വലിയൊരു കത്തിയാണ്. നമ്മൾ ആനക്കത്തിന്ന് അതിന് വിളിച്ചോണ്ടിരുന്നത്. അപ്പം അമ്മ കപ്പ ഒരുക്കാൻ ഇത് എടുത്ത് വെച്ച വഴി അമ്മ അപ്പുറത്തുനിന്ന് പോയത്. അപ്പം ഞാൻ അമ്മയെ സഹായിച്ചേക്കാം. 6 പഠിക്കുക. അപ്പം എനിക്ക് ഈ ആനക്കത്തി വെച്ചൊന്ന് പെരുമാറണം എന്നുള്ളതുണ്ട്. നമ്മൾ ഈ വെട്ടലാണല്ലോ നമ്മുടെ മെയിൻ. ഞാൻ പറമ്പിൽ പോയി മറ്റേ ചേമ്പല ആ ഫൈറ്റാണ് നമ്മുടെ മെയിൻ പരിപാടി. അവിടെ പോയി തന്നെ ഡൈലോഗ് പറഞ്ഞ് വെട്ടുക. അതുകൊണ്ട് ഈ ആനക്കത്തി വെച്ചൊന്ന് പെരുമാറണം എന്നില്ലേതുണ്ട്. അപ്പൊ കപ്പയൊക്കെ വിട്ടാണ് സഹായിക്കാനെന്നുള്ള മുറില് ഫസ്റ്റ് ഒറ്റ വെട്ടി വിടുന്ന കയറില്ല നേരെ ഫുൾ ടൈം. ചേച്ചി ഒരു ദിവസം ബീഫ് എറിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ബീഫിന്റെ ചെറിയ പീസ് പോലെ ഇവിടുന്ന് പോയി. അന്ന് ഇറച്ചിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഏതാ കഷ്ടമെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇതുപോലത്തെ കുരുത്തക്കേടുകളും ഒരുപാട് പറയാനുണ്ട്. നമ്മൾ സമ്മർ വെക്കേഷനിലെ കൂടുതൽ കഥകളും ജോണും ദീപൊക്കെ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് തിരിച്ചു വരും. സോ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഓൾസോ മെയ് 3 ബാംഗ്ലൂർ ദ കോമഡി തിയേറ്റർ ഇന്ദിരാനഗറിൽ വെച്ചിട്ട് ജോർജിയയുടെ സ്പെഷ്യൽ സ്നേക്ക് ആൻഡ് ലാഡർ. ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ വരിക. ബുക്ക് മൈ ഷോ ടിക്കറ്റ് എടുക്കുക. ഷെയർ വിത്ത് ടോക്സ്, ലൈക്ക് വിത്ത് ടോക്സ്, സബ്സ്ക്രൈബ് ദ ചാനൽ ഇഫ് ഹാവൻറ്റ് സബ്സ്ക്രൈബ് ഇറ്റ് യെറ്റ്. Thank you.